Good morning, all. So we'll start. കാണുന്ന പോലെ നിങ്ങൾ പോസ്റ്ററിലൊക്കെ കണ്ട പോലെ സ്ട്രാറ്റജി ഫോർ സക്സസ് പ്രിപ്പയറിംഗ് ഫോർ നെറ്റ് എക്സാം. നെറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷനിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് നെറ്റ് എക്സാം നമുക്ക് ക്വാളിഫൈ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കുക, ഹൈലി കമ്പറ്റീറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു നെറ്റ് എക്സാമിന് നമ്മുടെ പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം, ഇങ്ങനെയുള്ള വളരെ വളരെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതിനു മുമ്പ് നെറ്റ് എക്സാം എഴുതിയ ആളുകളൊന്നും കയ്യേറുതോ, ഈവൻ ഫോർ ജസ്റ്റ് എക്സ്പീരിയൻസിനാണെങ്കിലും, സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണല്ലേ എന്നുള്ളതൊന്നും വിഷയമല്ല. വളരെ കുറച്ച് ആളുകൾ. സോ മെജോറിറ്റി ഓഫ് ദ ആളുകളും UGC നെറ്റ് എക്സാം ഫോർ ദ ഫസ്റ്റ് ടൈം ആണ് എഴുതുന്നത് എന്നുള്ളതാണ് നിങ്ങൾ കൈ ഉയർത്തിയതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിന്ന് പറയാൻ പോകുന്നത്, നോർമലി നെറ്റ് എക്സാമിൻ്റെ ഓറിയൻറ്റേഷന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഗൂഗിളിൽ നിന്നൊക്കെ ലഭിക്കുന്ന, ലൈക്ക് ഇതൊരു ഓൺലൈൻ എക്സാമാണ്, ഇതിന് 2 പേപ്പർ ഉണ്ട്, ഒരു പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്, പേപ്പർ 1 ഇത്ര ക്വസ്റ്റ്യൻ ഉണ്ട്, പേപ്പർ 2 ഇത്ര ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതിന് നെഗറ്റീവ് മാർക്കില്ല, നോർമൽ കട്ട് ഓഫ് ഇങ്ങനെയാണ്, ഇതിൻ്റെ ഏജ് ലിമിറ്റ് ഇത്രയാണ്, ഇതിൻ്റെ മിനിമം മാർക്ക് ഇത്രയാണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഓൾമോസ്റ്റ് എല്ലാ ഓറിയൻറ്റേഷനിലും പറയാറുണ്ട്. ഞാൻ അതൊന്നും ഇവിടെ പറയാൻ പോകുന്നില്ല കേട്ടോ. അതൊക്കെ നിങ്ങൾ ഈസി ആയിട്ട് ഗൂഗിളിൽ അടിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങളിവിടെ വന്നിട്ടുള്ളത് അത് കിട്ടാനല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റിഗാർഡിങ് എന്തെങ്കിലും കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ടുവാർഡ്സ് എൻഡ്, ഓക്കെ, അവസാനത്തിലേക്ക് ഞാൻ ഡൗട്ടായിട്ട് ഞാനത് തീർത്ത് തരാം. ഇപ്പം നോർമലി നെറ്റ് എക്സാമിനെ കുറിച്ച്, ഇതിൻ്റെ പാറ്റേൺ, ഇതിൻ്റെ സിസ്റ്റത്തെക്കുറിച്ചൊന്നും ഇനീഷ്യലി ഒന്നും പറയാൻ പോകുന്നില്ല. മറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നേരത്തെ സാറ് പറഞ്ഞ പോലെ 8 വ്യത്യസ്ത സബ്ജക്റ്റുകളിൽ നെറ്റും 2 സബ്ജക്റ്റുകളിൽ JRFും ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആ സാധിച്ചത് എങ്ങനെയാണ് എന്നുള്ളതും, ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ബാക്കിയുള്ള എക്സാമുകളിലേക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. അതിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലാരിറ്റി കിട്ടാൻ പറയാം. എനിക്ക് ഫസ്റ്റ് JRF കിട്ടുന്നത് സൈക്കോളജിയിലാണ്, പിന്നെ JRF കിട്ടുന്നത് കൊമേഴ്സിലാണ്. ഈ 2 സബ്ജക്റ്റിലും എനിക്ക് JRF കിട്ടുന്ന ഈ 2 സബ്ജക്റ്റിലും എനിക്ക് ഡിഗ്രി ഇല്ല കേട്ടോ. ഈ 2 സബ്ജക്റ്റിലും എനിക്ക് ഡിഗ്രി ഇല്ല. ഈ 2 സബ്ജക്റ്റിലും എനിക്ക് JRF കിട്ടുന്നതിന് ശേഷമാണ് PG ഫസ്റ്റ് സെം എക്സാം എഴുതുന്നത് കേട്ടോ. രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ആദ്യം എനിക്ക് JRF കിട്ടി, പിന്നെ PG ഫസ്റ്റ് സെം, PG സെക്കൻഡ് സെം, PG തേർഡ് സെം, PG ഫൈനൽ. പരീക്ഷ റിസൾട്ട് ഒന്ന് 2 കൊല്ലത്തിനുള്ള PG കംപ്ലീറ്റ് ആക്കിയാൽ മതി. പക്ഷേ ആദ്യം രജിസ്റ്റർ ചെയ്യണം, നല്ല കണക്ക് റെഡി ആവുള്ളൂ. ഓക്കെ, കണക്ക് റെഡി ആവുള്ളൂ. അപ്പോൾ ഈ 2 സബ്ജക്റ്റുകളിലും അതുപോലെയുള്ള എല്ലാ സബ്ജക്റ്റുകളിലും നെറ്റ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ PG ചെയ്യാറുള്ളത്, PG കംപ്ലീറ്റ് ആക്കാറുള്ളത്. ഞാൻ രജിസ്റ്റർ ചെയ്തിടും, ബാക്കി കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, അപ്പം അതിലൂടെ എന്തിനാണ് ഞാനത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ആർട്ട് ഓഫ് റൈറ്റിംഗ് എക്സാം. ഓക്കെ, എക്സാമിൻ്റെ പ്രിപ്പറേഷനും എക്സാമിൻ്റെ ഒരു ആസ്പെക്റ്റ് എന്നുള്ള ഒരു ലെവലിലേക്കാണ് എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ മനസ്സിലാക്കുന്നു, മോസ്റ്റ് പ്രോബ്ലി നിങ്ങൾ പഠിച്ച സബ്ജക്റ്റിൽ ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ അതിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നുണ്ടാവും, അതും കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജിൽ നിന്നും കൂടി ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, നിങ്ങളെന്ന് പറയുന്നത്. സോ ബിഗിനിങ് സ്റ്റേജിൽ നിങ്ങൾ എന്നെക്കാളേറെ മുന്നിലാണ് കേട്ടോ. ഓക്കെ, സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിങ്ങൾ എന്നെക്കാളേറെ മുന്നിലാണ്. സോ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഞാൻ എയ്ഫർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ ചീഫ് മെൻറ്റർ CEO ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. 3000-ലധികം ആളുകൾക്ക് നെറ്റും 350-ലധികം ആളുകൾക്ക് JRF ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഇതിൻ്റെയൊക്കെ ഒരു അപ്ലിക്കേഷൻ ആസ്പെക്റ്റാണ്. ഇതിന് ഫറൂഖ് കോളേജിൽ റോളുണ്ട്. ഫറൂഖ് കോളേജിൽ റോളുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ കമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ്റെ ടീച്ചിങ് ആസ്പെക്റ്റുകൾ, കമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ പ്രിപ്പറേഷൻ്റെ ഒക്കെ ഏറ്റവും കീ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ജേണിയാണ്. അന്നത്തെ കാലത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലായിരുന്നു ഞാൻ ഡിഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അന്നത്തെ കാലത്തെ ഒരു പ്രിപ്പറേഷൻ ആസ്പെക്റ്റാണ്. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാലം ഞാൻ ഫറൂഖ് കോളേജിലുണ്ടായിരുന്നു. മെയിൻസ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് പ്രിലിംസ് ക്വാളിഫൈ ചെയ്തതിന് ശേഷം ഞാൻ ഉമർ അബ്ദുസ്സലാം, സയ്യിദ് റബി, ഹാഷ്മി, ഞങ്ങളൊക്കെ കുറേ ബാച്ചിലുള്ള ആളുകളാണ്. അന്ന് മാഷിഫ് സാർ തന്നെയായിരുന്നു നമ്മൾ ഇക്ബാൽ ഹോസ്റ്റലിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു മെയിൻസ് പ്രിപ്പറേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട്. അന്നത്തെ ആ ഒരു സിവിൽ സർവീസ് പ്രിപ്പറേഷൻ, അതിൻ്റെ ജേണിയൊക്കെ ഇതിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ റിയലി ഹാപ്പി ടു ഹാവ് ബാക്ക് ഇൻ ഫറൂഖ് കോളേജ്. ഓക്കെ, നമ്മൾ പഠിച്ച ഈവൻ ദോ ഇൻ എ ഡിഫറെൻറ്റ് കമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ആസ്പെക്റ്റിലേക്കാണെങ്കിലും പഠിച്ചൊരു സ്ഥലത്ത് വന്നിട്ട് കമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ പ്രിപ്പറേഷനെ കുറിച്ച്, അല്ലെങ്കിൽ സ്പെസിഫിക്കലി UGC നെറ്റ് എക്സാം പ്രിപ്പറേഷനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇറ്റ്സ് റിയലി ഹാപ്പി. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ടു ഓൾ യുവർ ടീച്ചേഴ്സ്, ഇതിൻ്റെ ഭാഗമാക്കിയതിനും. ഓക്കെ, സാർക്ക് അതുപോലെ പരിചയമുള്ള എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്,
ഞാൻ നേരത്തെ പറഞ്ഞു, ജനറൽ ആയിട്ടുള്ളൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ടുവാർഡ്സ് എൻഡ് നിങ്ങൾ ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ടോപ്പിക്കുകളും ഇപ്പം കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് കഴിഞ്ഞ കുറച്ച് കാലത്തെ എക്സ്പീരിയൻസോടുകൂടി കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ, ഞാനൊരു 15 കൊല്ലമായിട്ട് മത്സര പരീക്ഷകൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകനാണ്, മത്സര പരീക്ഷകൾക്ക്. അപ്പോൾ അതിൽ നിന്നും ഈ പറഞ്ഞ പോലെ ഒരുപാട് കുട്ടികൾ നമ്മുടെ ഭാഗമായിട്ട് വിജയിച്ചതിൽ നിന്നും പേഴ്സണലി വിജയിച്ചതിൽ നിന്നൊക്കെയുള്ള എക്സ്പീരിയൻസിൽ കിട്ടിയിട്ടുള്ള ഒരു 10 പോയിൻറ്റ്സാണ് ഞാനെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു JRF സീക്രട്സ് എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ 10 പോയിൻറ്റ്സ് അത്ര മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അത് നിങ്ങൾ പറ്റാവുന്നത്ര നിങ്ങൾ ഫോളോ ചെയ്യുക. അതിൽ നിന്ന് വാട്ട് വി ക്യാൻ സേ, നിങ്ങളുടെ പ്രിപ്പറേഷൻ മോഡലിലേക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നത്, ഓക്കെ, ആ ലെവലിലേക്ക് നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, ബിഫോർ സ്റ്റാർട്ടിങ് യുവർ നെറ്റ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തിനാണ് നിങ്ങൾ നെറ്റ് എഴുതുന്നത്? എന്തിനാണ് നെറ്റ് ജയിക്കുന്നത്? എന്തിനാണ്? നെറ്റ് ഈസ് എ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ഫോർ സെലക്ടിങ് ആസ് എ അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ് എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നിങ്ങൾക്ക് നെറ്റ് കിട്ടിയാൽ നിങ്ങൾ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആകുമോ? ഐ മീൻ ടെക്നിക്കലി അല്ല ഞാൻ ചോദിച്ചിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് എന്തിനാണ് നിങ്ങൾ പഠിക്കുന്നത്? നമ്മളെല്ലാവരും ചോദിക്കുന്ന സെയിം ചോദ്യം, ജോലി കിട്ടാൻ. നിങ്ങളൊക്കെ പഠിച്ചാൽ ഞങ്ങൾക്ക് ജോലി കിട്ടുമോ? റിയലിസ്റ്റിക്കലി വാട്ട് യു ബിലീവ്? റിയലിസ്റ്റിക്കലി ഇന്നത്തെ ഇന്ത്യൻ സിറ്റുവേഷനാണ്. നിങ്ങൾക്ക് വിവരമല്ല എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ജോലി കിട്ടുമോ എന്നല്ല എൻ്റെ ചോദ്യം. റിയലിസ്റ്റിക്കലി ഇന്നത്തെ ഇന്ത്യൻ സിറ്റുവേഷനിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ? കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കിട്ടൂല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആകുമെന്ന് ചോദിച്ചാൽ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ടെക്നിക്കലി നമ്മളായിട്ടുണ്ട്, ഓക്കെ, ബൈ റെക്കഗ്നീഷൻ ആയിട്ടുണ്ട്. പക്ഷേ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവാനുള്ള സാധ്യതകൾ കമ്പാരിറ്റീവ്ലി കുറവാണ് ആസ് ഓഫ് നോ എക്സിസ്റ്റിംഗ് ആസ്പെക്റ്റിൽ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള PSCയുടെ കോളേജ് ലിസ്റ്റിൽ 2ാം റാങ്കുകാരെ പോലും ഓക്കെ അപ്പോയിൻ്റ് ചെയ്യപ്പെടാത്ത സിറ്റുവേഷനൊക്കെ നമുക്കറിയാം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാനിത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടെങ്കിലേ ഈ പ്രിപ്പറേഷൻ തന്നെ നടക്കുകയുള്ളൂ. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയാം, എന്നോട് ഈ അടുത്ത് കുറച്ച് മുമ്പ് ഈഫറിലെ കമ്പനി വർക്ക് ചെയ്യുന്ന ഒരാൾ വന്നിട്ട് എന്നോട് ചോദിച്ചു, അനീസ് ഖാൻ്റെ ജോലി പോയിച്ചു. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാ കാലത്തും ഓരോരോ ടെൻഷൻ ഉണ്ടാവും. നമ്മൾ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളോട് പറയാറുണ്ട്, പ്രിലിംസ് കിട്ടാത്തതായിരിക്കും ഭൂരിഭാഗം ആളുകളുടെയും ടെൻഷൻ. പ്രിലിംസ് കിട്ടിയ ആളുകളുടെ ടെൻഷൻ മെയിൻസ് കിട്ടാത്തതായിരിക്കും. മെയിൻസ് കിട്ടിയ ആളുകളുടെ ടെൻഷൻ ഇൻ്റർവ്യൂ കിട്ടാത്തവരായിരിക്കും. ഇൻ്റർവ്യൂവും കിട്ടി ജയിച്ചവരുടെ ടെൻഷൻ ചിലപ്പോൾ IAS കിട്ടാത്തതായിരിക്കും. IAS കിട്ടിയവരുടെ ടെൻഷൻ ചിലപ്പോൾ കേരള കേഡർ കിട്ടാത്തതായിരിക്കും. ഓക്കെ, സ്വന്തം കേഡർ കിട്ടാത്തതായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, കുറേ ആളുകളുടെ ടെൻഷൻ ഫറൂഖ് കോളേജിൽ അഡ്മിഷൻ കിട്ടാത്തതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഫറൂഖ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയതുകൊണ്ട് നിങ്ങൾക്ക് ആ ടെൻഷൻ ഉണ്ടാവില്ല. ഇനി അടുത്തായിട്ട് നെറ്റ് കിട്ടുമോ എന്നുള്ളതായിരിക്കും. നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ജോലി കിട്ടുമോ എന്നുള്ളതായിരിക്കും. ജോലി കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയ ജോലി പോവോ എന്നുള്ളതായിരിക്കും. സോ ഇറ്റ് കീപ്സ് ഓൺ കണ്ടിന്യൂ. ഓക്കെ, ത്രൂ ഔട്ട് ലൈഫിൽ ഇറ്റ് കീപ്സ് ഓൺ കണ്ടിന്യൂയിങ് ഇൻ മെജോറിറ്റി ഓഫ് ദ കേസസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു ഇഫ്രേറ്റ് വന്നിട്ട് എന്നോട് ചോദിച്ചു, ഒരു ടീം മെമ്പർ ചോദിച്ചു, അനീസ് ഖാൻ്റെ ജോലി പോവോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്താ അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഗൂഗിളും മൈക്രോസോഫ്റ്റും, അതായത് ലക്ഷക്കണക്കിന് കോടി രൂപ ലാഭമുണ്ട് എന്ന് പറയുന്ന ഗൂഗിളും മൈക്രോസോഫ്റ്റ് പോലും എല്ലാ വർഷവും കുറേ ആൾക്കാരെ പിരിച്ചുവിടുന്നുണ്ട്. എയ്ഫറിന് അത്ര ലാഭമൊന്നുമില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എയ്ഫർ എന്നെ പിരിച്ചുവിടുന്നു എന്ന് ഞാൻ ലോജിക്കലി ആലോചിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ ജോലി പോകാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ബേസിക്കലി ഇറ്റ്സ് എൻ ഇൻഡിവിജ്വൽ കേസ്. ആ ഒരു ബേസിക് ആസ്പെക്റ്റ് എന്നോട് പറഞ്ഞിട്ട് ഞാൻ JRF സീക്രട്ട് നമ്പർ 1 പോകാം. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കേസ്, ഞാൻ അവരോട് പറഞ്ഞൊരു കേസ്, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കേസ്, ഇന്ന് ഇന്ത്യ പോലുള്ള രാജ്യത്ത് അൺഎംപ്ലോയ്മെൻറ്റ് ക്രൈസിസ് വളരെ അധികമായിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുമായിരിക്കും, അതിൻ്റെ റേഞ്ച് അത്രത്തോളം വളരെ വലുതാണ്. മാത്രമല്ല ഗവൺമെൻറ്റുകൾ, എസ്പെഷ്യലി ഇതിൽ ആർക്കാണ് ചെയ്യാനുള്ളതെന്ന് ചോദിച്ചാൽ, നമുക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല. ഓക്കെ, നമുക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല, കുറച്ചേ ചെയ്യാനുള്ളൂ. ഇതിൽ കൂടുതലും ചെയ്യാനുള്ളത് ഗവൺമെൻറ്റുകൾക്കാണ്. പക്ഷേ ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചും കൂടുതൽ ചെയ്യാനുള്ളത് സെൻട്രൽ ഗവൺമെൻറ്റിനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇന്ത്യയിലെ ഗവൺമെൻറ്റുകളുടെയൊക്കെ പ്രയോറിറ്റി ആളുകൾക്ക് ജോലി ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റു പലതുമാണ്. ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷനിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് ക്രൈസിസ് പെട്ടെന്ന് മാറാനുള്ള, ഒരു വലിയ ആസ്പെക്റ്റിലേക്ക് മാറാനുള്ള വലിയ സാധ്യതയൊന്നുമില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു കേസ് ഇത്രയേ ഉള്ളൂ. ഭാവിയിൽ നിങ്ങളൊരു സ്ഥലത്തേക്ക് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഇൻ്റർവ്യൂ ബോർഡിനോട് നിങ്ങൾക്ക് പറയാൻ പറ്റണം, എന്നെ ജോലിക്കെടുത്താൽ ഓക്കെ നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾക്കാണ് നഷ്ടം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. എനിക്ക് ജോലി കിട്ടുമെന്ന് ആർക്കാ ഡൗട്ട് ഉണ്ടാവുമെന്ന് അറിയോ?
നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നിങ്ങൾ ഭാവിയിൽ ഒരു കമ്പനി തുടങ്ങി. ഓക്കെ, നിങ്ങൾ ഭാവിയിൽ ഒരു കമ്പനി തുടങ്ങി, നിങ്ങളെ കമ്പനീൻ്റെ CEO ആണ്. ആ കമ്പനിയിലേക്ക് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ നിങ്ങൾ തന്നെ വന്നു എന്ന് കരുതുക. നിങ്ങൾക്ക് പണിയെടുക്കുമെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ തന്നെ നിങ്ങളെ കമ്പനിയിലെ ഒരു കീ പോസ്റ്റിലേക്ക് നിങ്ങളെ റിക്രൂട്ട് ചെയ്യുമെന്ന് ആലോചിച്ചാൽ മതി. ഈ ജോലി കിട്ടുമോ എന്ന് ആർക്കാ സംശയം ഉണ്ടാവുക അറിയോ? എനിക്കൊക്കെ ആരെങ്കിലും ജോലി തരുമോ എന്ന് റിയലൈസേഷനിലേക്ക്. കാരണം നമുക്ക് ശരിക്കും നമ്മളെ കപ്പാസിറ്റി അറിയാലോ. എങ്ങനെയാണ് ഞാൻ പരീക്ഷ ജയിച്ചത്, എനിക്ക് എത്രത്തോളം കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, ശരിക്കും എനിക്ക് PG വിഷയങ്ങൾ എത്രത്തോളം നോളജ് ഉണ്ട്, പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ജയിച്ചത്, വിവരമെല്ലാം ആരെങ്കിലും എനിക്ക് ജോലി തരുമോ എന്ന് എനിക്ക് തന്നെ ഒരു സംശയമാണ്. ആ സംശയം ഞാൻ പുറത്തേക്ക് എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലത്ത് ജോലിയൊന്നുമില്ല. ഓക്കെ, ജോലിയൊക്കെ കിട്ടാൻ വളരെ ചാൻസ് കുറവാണ് എന്നുള്ളതാണ്. സോ ബേസിക്കലി എംപ്ലോയ്മെൻറ്റ് ക്രൈസിസ് ഉണ്ട്, അത് പൂർണ്ണമായിട്ടില്ല എന്നല്ല പറഞ്ഞു. ഞാൻ പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റി കൂട്ടുക, എത്രത്തോളം കൂട്ടിക്കൊണ്ടിരിക്കുക, നിങ്ങൾക്ക് പറയാൻ പറ്റണം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട്. ഓക്കെ, ഞാനൊക്കെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എയ്ഫർ കുറച്ചുകൂടിയൊക്കെ വലുതായ ഇൻ്റർവ്യൂവിന് ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി. ഞാൻ റീസെൻ്റ്ലി HR പറഞ്ഞു, വലിയ പോസ്റ്റിലേക്കൊക്കെ വരുന്ന സമയത്ത് ബേസിക് പോസ്റ്റ് അല്ല, ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി നിങ്ങൾ ഇൻ്റർവ്യൂവിന്, നിങ്ങളെ റിക്രൂട്ട് ചെയ്തില്ലെങ്കിൽ എയ്ഫറിന് എന്താ നഷ്ടം? അത്രേ ഉള്ളൂ. എനിക്ക് PG ഉണ്ട്, ഒരു കാര്യമില്ല, കുറേ PGക്കാരുണ്ട്. എനിക്ക് നെറ്റ് ഉണ്ട്, അതുമില്ല, കുറേ ആൾക്കാരുണ്ട്. നമുക്ക് പറയാൻ പറ്റണം, ഇഫ് യു ഡോണ്ട് ഹാവ് മീ യു വിൽ മിസ് ദിസ്. അങ്ങനെ എന്തെങ്കിലും പറയാൻ നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഉണ്ടെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട, ഇല്ലെങ്കിൽ ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഞാൻ നിങ്ങളെ ഡിസപ്പോയിൻ്റ് ആക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിതൊക്കെ പറഞ്ഞത്. ഇതിൻ്റെ നെക്സ്റ്റ് ഒരു ആക്ഷൻ പ്ലാൻ എന്നുള്ളൊരു ഡിസ്കഷനിലേക്കാണ് വന്നിട്ടുള്ളത്. അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഭാവിയിൽ അടിപൊളിയാവാൻ പോകുന്നതിൻ്റെ, ഒരുപാട് സ്കില്ലുകൾ ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ, ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ ഒരു തുടക്കം, ഒരു വൺ ഓഫ് ദ മൈൽ സ്റ്റോൺ ആയിട്ടാണ് നിങ്ങൾ UGC നെറ്റ് എക്സാമിനെ കാണേണ്ടത്. നിങ്ങൾ UGC നെറ്റ് എക്സാം എഴുതുന്നു, നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്നു, പിറ്റത്താഴ്ച ജോലി കിട്ടുന്നു എന്ന് കരുതിയാൽ നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവും. ഓക്കെ, പലപ്പോഴും പലരും ഈ പഠിക്കാതിരിക്കാനാണ് നമ്മൾ ബ്രെയിനും താല്പര്യം. അപ്പോൾ പലരും ഈ പഠിക്കാതിരിക്കാൻ ഒക്കെ എങ്ങനെ വരിക അറിയോ? നിങ്ങളെ പരിചയത്തിൽ കുറേ നെറ്റ് കിട്ടിയിട്ടൊന്നും ആവാത്ത ആൾക്കാരുണ്ടാവും, ജോലി കിട്ടിയിട്ടൊന്നും ആവാത്ത ആളുണ്ടാവും, നെറ്റ് കിട്ടിയിട്ടാണ് കൂടുതലുണ്ടാവുക. ഞാൻ അവരോടൊക്കെ ചോദിക്കാറുണ്ട്, നെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ SLC ഒക്കെ പോലെ, SLC ജയിച്ചിട്ട് ജോലി കിട്ടിയ ആരെങ്കിലും ഉണ്ടാവോ? ഹയർ എഡ്യൂക്കേഷനിൽ നോർമലി കുറവാണ്. ഓക്കെ, SLC തീരല്ല എന്നല്ല ഞാൻ പറയുന്നത്, SLC ജയിച്ചു എന്നുള്ള ക്വാളിഫിക്കേഷനെ കൊണ്ട് കേട്ടോ, SLC ജയിച്ചു എന്നുള്ള ക്വാളിഫിക്കേഷനെ കൊണ്ട്. പക്ഷേ ദ തിങ് ഈസ് ദാറ്റ് ഹയർ എഡ്യൂക്കേഷൻ ആസ്പെക്റ്റിൽ വലിയ പൊസിഷനിൽ എത്തിയ ആളുകളൊക്കെ SLC ജയിച്ച പോലെ ആയിരിക്കും. നെറ്റ് കിട്ടിയ എല്ലാ ആളുകൾക്കും ജോലി കിട്ടിയിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളെ കോളേജിൽ, നമ്മളെ പരിചയത്തിൽ ഹയർ എഡ്യൂക്കേഷനിൽ വലിയ പൊസിഷനിലെത്തിയ എല്ലാ ആളുകളെയും നോക്കുക, എല്ലാവരും നെറ്റ് കിട്ടിയതായിരിക്കും. അവിടെയാണ് നിങ്ങൾ നെറ്റിനെ കാണേണ്ടത്. നെറ്റ് നിങ്ങൾക്ക് നാളെ ജോലി കിട്ടാൻ പോകുന്ന ഒരു എക്സാമൊന്നുമല്ല, നിങ്ങൾക്ക് ഭാവിയിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരുപാട് ക്വാളിഫിക്കേഷനിൽ, ഒരുപാട് കീ ക്വാളിഫിക്കേഷനിൽ ഒന്ന് മാത്രമാണ്, ഒരു സിഗ്നിഫിക്കൻ്റ് ആസ്പെക്റ്റാണ് UGC നെറ്റ് എന്നുള്ളത് മനസ്സിലാക്കുക. ആ രീതിയിലായിരിക്കണം നിങ്ങളെ പ്രിപ്പറേഷൻ. ഓക്കെ, ആ രീതിയിലായിരിക്കണം നിങ്ങളെ പ്രിപ്പറേഷൻ. അങ്ങനെ തന്നെ കാണുക എന്നുള്ളതാണ് ഒരു സ്റ്റാർട്ടിങ് ആസ്പെക്റ്റിൽ തന്നെ എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ആകുമ്പം നമ്മൾ ഒന്നുകൂടി മോട്ടിവേറ്റഡ് ആവും. അല്ലെങ്കിൽ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. പഠിച്ച് കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതാകുമ്പോൾ നമുക്കിങ്ങനെ എന്തിനാ അതൊക്കെ പഠിക്കുന്നതെന്ന് തോന്നുമ്പോൾ അപ്പുറത്ത് നെറ്റ് കിട്ടിയിട്ട് ഒരു ജോലിയും കിട്ടാത്ത ആളുകളുണ്ടാകും. നമ്മളോലെ കാണും, എന്നിട്ട് നമ്മൾ ആശ്വസിക്കും, നെറ്റ് കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല, കിട്ടാത്ത ജോലി ഇല്ലാത്ത എത്ര ആൾക്കാരുള്ളത്, പിന്നെ എനിക്കെന്തിനാ നെറ്റ്? അത് നമ്മളെ തന്നെ ജസ്റ്റിഫിക്കേഷൻ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. സോ ദാറ്റ്സ് എ തിങ്. സോ ഫസ്റ്റായിട്ട് പറയാനുള്ളത് JRF സീക്രട്ട് നമ്പർ 1, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക് ആസ്പെക്റ്റിൽ ഇത്ര കാലത്തെ എക്സ്പീരിയൻസ് ആസ്പെക്റ്റിലാണുള്ളത്. സോ ഇത് എൻ്റെ മാത്രം അഭിപ്രായങ്ങളാണ് കേട്ടോ, നിങ്ങൾ എക്സാക്ട്ലി അങ്ങനെ എടുക്കണം എന്നില്ല, അങ്ങനെ ഒരു ഒഫീഷ്യൽ സംഭവങ്ങളുടെ കാര്യങ്ങളൊന്നുമില്ല. ദ ഫസ്റ്റ് വൺ ഈസ് ഡിസ്കസ് അബൌട്ട് ഫെയിലിയേഴ്സ് ആൻഡ് നോ ദ റീസൺ ബിഹൈൻഡ് ഫെയിലിയേഴ്സ്. ജയിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം എന്താണെന്ന് ചോദിച്ചാൽ തോൽക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, എത്രത്തോളം തോൽക്കാൻ പറ്റുമോ അത്രത്തോളം തോൽക്കുക. ഞാൻ സീസോൺ, ഇൻ്റർ ഒക്കെ കുറേ ക്വിസിലൊക്കെ ജയിച്ച ആളാണ്. ഫറൂഖ് കോളേജിലൊക്കെ ഒന്ന് ക്വിസ് ജയിച്ച ആളാണ്, കുറേ തോറ്റതുമാണ്. എൻ്റെ കോളേജ് കാലത്ത്, എൻ്റെ തുടക്കകാലത്തായിരുന്നു ഈ സരിൻ IAS ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒറ്റപ്പാലം. ഓക്കെ, ഇപ്പോൾ പൊളിറ്റിക്സിലേക്കല്ല വന്നു. അദ്ദേഹം ഒരു അടിപൊളി ക്വിസറായിരുന്നു കേട്ടോ. ഓക്കെ, ത്രൂ ഔട്ട് കേരളത്ത് നടന്ന് ക്വിസ് വാങ്ങിയ ആളാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ കോളേജ് ലൈഫ് എൻ്റെ ഇന്ന് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എൻ്റെ ഇന്ന സമയത്താണ് ഞാനൊക്കെ ക്വിസിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ത്രൂ ഔട്ട് കേരള എൻ്റെയൊക്കെ മെയിൻ ശത്രുക്കളായിരുന്നു ഫറൂഖ് കോളേജ് എന്ന് പറയുന്നത്, ഫറൂഖ് കോളേജിലെ ക്യൂസേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇൻ്റർ സോണൊക്കെ ബേസിക്കലി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ റെപ്രസെൻ്റ് ചെയ്ത്, യൂണിവേഴ്സിറ്റി ക്യാമ്പസിനെ റെപ്രസെൻ്റ് ചെയ്തായിട്ടായിരുന്നു ഞാനുണ്ടായിരുന്നു. ഞാനും പിന്നെ ഒരു മുഹമ്മദ് ദാവൂദ് ഉണ്ട്, ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അരീക്കോടുകാരനാണ്. ഈ വേൾഡ് കപ്പ് ഖത്തറും അതുപോലെ റഷ്യയൊക്കെ റിപ്പോർട്ട് ചെയ്ത മനോരമയുടെ മെയിൻ ലേഖകനാണ്. ഓക്കെ, ഇപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മനോരമയെന്ന് കഴിഞ്ഞ വർഷം രാജിവെച്ചു, PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. JRF ഹോൾഡറാണ്. പേഴ്സണലി
10-15 കൊല്ലമായിട്ട് പരിചയമുള്ള ആളാണ്, ഇഫറിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ക്വിസിൻ്റെ കാലത്ത് നമ്മളൊക്കെ ത്രൂ ഔട്ട് കേരള ക്വിസ് മത്സരത്തിന് പോകാറുണ്ടായിരുന്നു, ത്രൂ ഔട്ട് കേരള. എന്നിട്ട് കോട്ടയത്തൊക്കെ പോയിട്ട് -10 മാർക്ക് വാങ്ങി വരും കേട്ടോ. ഓക്കെ, ത്രൂ ഔട്ട് കേരളം എല്ലായിടത്തും പോവും. തിരുവനന്തപുരത്ത് മാറിവാനിയോസിൽ ഞാൻ ജയിച്ചിട്ടുണ്ട്, കാസർഗോഡ് LBSൽ ജയിച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഇടയിലുള്ളതിലൊക്കെ ജയിച്ചിട്ടുണ്ട്. എല്ലാത്തോടത്തും ജയിച്ചിട്ടില്ല, പക്ഷെ എല്ലായിടത്തും തോറ്റിട്ടുണ്ട്. ഓക്കെ, ഏകദേശങ്ങൾ ഏത് കോളേജ് പറഞ്ഞാലും, അത് പ്രൊവിഡൻസ് ആണെങ്കിലും ദേവഗിരി ആണെങ്കിലും NIT ആണെങ്കിലും IIM ആണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ കോളേജിലും പോയി തോറ്റിട്ടുണ്ട് ഇൻ മൈ ക്വിസ് കാലഘട്ടങ്ങളിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ബേസിക് ആസ്പെക്റ്റ് എന്താ, ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, പറഞ്ഞൊരു കേസ് എന്താണെന്ന് ചോദിച്ചാൽ, ജയിക്കാനുള്ള ഏറ്റവും വലിയ സീക്രട്ട് എന്ന് പറഞ്ഞത് തോൽക്കുക എന്നുള്ളതാണ്. എത്രത്തോളം തോൽക്കാൻ പറ്റുമോ അത്രത്തോളം തോൽക്കുക. അത് നെറ്റ് എഴുതിയിട്ട് തന്നെ തോൽക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഓക്കെ, നെറ്റ് എഴുതിയിട്ട് തന്നെ, അതിന് എല്ലാവർക്കും ലൈഫിൽ ടൈം ഉണ്ടാവണമെന്നില്ല. ഓക്കെ, നെറ്റ് എഴുതിയിട്ട് തന്നെ തോൽക്കുക. ഞാൻ നെറ്റ് എക്സാമിൽ ഇതുവരെ തോറ്റിട്ടില്ല. 8 എക്സാം ഡിഫറെൻറ്റ് സബ്ജക്റ്റിൽ എഴുതിയോ, പക്ഷേ അതിന് മുമ്പ് ഒരുപാട് തോറ്റിട്ടുണ്ട്. സിവിൽ സർവീസിലും ഞാൻ മെയിൻസിൽ തോറ്റതാണ്. ഓക്കെ, ഒരുപാട് എക്സാമുകൾ, PSC SSC ഒരുപാട് എക്സാമുകളുണ്ട്. അപ്പം ഞാൻ പറയുന്നൊരു കേസ് എന്താ വെച്ചാൽ, തോൽവിയെക്കുറിച്ച് ആലോചിക്കണം, തോൽവിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും കുട്ടികളോട് സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ആളുകൾ തോൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കണം. എന്തുകൊണ്ട് ആളുകൾ തോൽക്കുന്നു, അതെന്തിനാണ്? ഓക്കെ, എന്തുകൊണ്ട് ആളുകൾ തോൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ആദ്യം തന്നെ ചർച്ച ചെയ്യണം. അതെന്തിനാന്ന് ചോദിച്ചാൽ, സാധാരണ ജയിക്കാനുള്ള രഹസ്യങ്ങളാണ് ആളുകൾ പറഞ്ഞു കൊടുക്കുക അല്ലേ? ജയിക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്? സ്ട്രോങ് വിൽ പവർ വേണം അല്ലേ, ഡിറ്റർമിനേഷൻ വേണം, ഇങ്ങനെ കുറേ സാധനങ്ങൾ വേണമെന്ന് പറയും. ഞാനൊക്കെ നിങ്ങളെപ്പോലെ ഇങ്ങനെ ക്ലാസ്സിലിരിക്കുമ്പോൾ വേറൊരു ടീച്ചറോ ഇതേപോലെ ക്വാളിഫൈ ചെയ്ത ആളെ വന്നിട്ട് ഇങ്ങനെ പറയും സ്ട്രോങ് വിൽ പവർ വേണം, ഡിറ്റർമിനേഷൻ വേണം. എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവില്ല എന്താണ് വിൽ പവർ, എന്താണ് ഡിറ്റർമിനേഷൻ എന്നുള്ളത്. ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കിട്ടിക്കഴിഞ്ഞപ്പോൾ കുറേയൊക്കെ മനസ്സിലായി. ഞാൻ അന്ന് അങ്ങനെ ചെയ്തതിനെയാണ് ലോകം വിൽ പവർ എന്നും ഡിറ്റർമിനേഷൻ എന്നൊക്കെ വിളിക്കുന്നത് എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് എൻ്റെ ക്ലാസ്സിൽ ഒരിക്കലും ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാറില്ല കേട്ടോ, വിൽ പവർ ഡിറ്റർമിനേഷൻ എന്നുള്ളത്. ഇൻസ്റ്റഡ് തോൽവിയുടെ റീസണുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതെന്തിനാന്ന് ചോദിച്ചാൽ, നമ്മുടെ അടുത്തൊക്കെ ഈ റീസൺ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ റീസൺ ഒഴിവാക്കിയാൽ മാത്രം മതിയോ. നിങ്ങൾ പുതുതായിട്ടൊന്നും ഉണ്ടാക്കുമെന്ന് വേണ്ട. വിൽ പവർ ഡിറ്റർമിനേഷൻ നമുക്കില്ലാത്ത സാധനങ്ങളാണ്, അത് ഉണ്ടാക്കുമെന്ന് വേണ്ട. നമ്മുടെ അടുത്ത് ഓൾറെഡി ഉള്ള സംഭവങ്ങളായിരിക്കും. ഓക്കെ, തോൽക്കാനുള്ള കാരണങ്ങൾ. അപ്പോൾ തോൽവിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക, തോൽവിയെക്കുറിച്ച് സംസാരിക്കുക, പരാജയങ്ങൾ, എന്തുകൊണ്ട് ആളുകൾക്ക് പരാജയങ്ങൾ സംഭവിക്കുന്നു. സോ ബേസിക്കലി ഡീറ്റെയിൽ ആയിട്ട് സമയം ഉണ്ടെങ്കിൽ ഞാൻ അവസാനത്തിലേക്ക് പറയാം. പക്ഷേ ഒറ്റ കാര്യം ചോദിക്കാം, ആളുകൾ പരീക്ഷ തോൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ? കുറേ കാരണങ്ങളുണ്ട് കേട്ടോ, ഇതിനങ്ങനെ പ്രത്യേകിച്ച് റാങ്ക് ലിസ്റ്റ് ഒന്നുമില്ല. പക്ഷെ ഇത്ര കാലത്ത് എൻ്റെ എക്സ്പീരിയൻസിൽ എന്താണ്, സ്പെസിഫിക്കലി കമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ വേണമെങ്കിൽ UGC നെറ്റ് എക്സാം ഒക്കെ. എന്തുകൊണ്ടാണ്? പ്രിപ്പറേഷൻ ഇല്ലാത്തതുകൊണ്ട്, പഠിക്കാത്തതുകൊണ്ട്. ദെൻ കിട്ടൂല എന്നുള്ള തോന്നൽ, ലാക്ക് ഓഫ് കോൺഫിഡൻസ്, സെൽഫ് ഡൗട്ട്. ദെൻ വേറെ എന്തെങ്കിലും? നെസസിറ്റി ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, ജയിക്കണമെന്ന് നിർബന്ധമില്ലാത്തതുകൊണ്ട്. സോ ഒരുപാട് റീസൺസ് ഉണ്ട്. ഞാൻ കുറച്ചധികം റീസൺസ് അവസാനത്തിലേക്ക് എഴുതിയിട്ടുണ്ട്. 10 സീക്രട്ട് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഞാൻ ബേസിക്കലി പറയാം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ, എസ്പെഷ്യലി UGC നെറ്റ് പോലെയുള്ള കമ്പറ്റീറ്റീവ് എക്സാമിനേഷന് ആളുകൾ ക്വാളിഫൈ ചെയ്യാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് പഠിക്കാത്തതൊന്നുമല്ല. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇൻകൺസിസ്റ്റൻസി എന്നുള്ളതാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റാതിരിക്കുക. ഇന്നിപ്പോൾ ഞാൻ ഈ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളൊന്ന് മോട്ടിവേറ്റഡ് ആവും. ഓക്കെ, ഒരു 2 ആഴ്ച ഇങ്ങനെ പഠിക്കും, 2 ആഴ്ച പഠിച്ചിട്ട് പിന്നെ ഇത് ഡൗൺ ആവും. ഓക്കെ, പിന്നെ കുറച്ചുകൂടിയൊക്കെ കഴിയുമ്പോൾ അടുത്ത UGC നെറ്റിൻ്റെ അപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട് എന്നൊക്കെ കാണുമ്പോൾ ഇതൊന്നുകൂടി കൂടും. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാവണം. പിന്നെ നമ്മൾ UGC നെറ്റ് ചിലപ്പോൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. പിന്നെ ഹാൾ ടിക്കറ്റ് നിന്ന് വരുമ്പോൾ ഒന്നുകൂടി കയറും. പരീക്ഷ കഴിഞ്ഞിട്ട് പരീക്ഷൻ്റെ മാർക്ക് കാണുമ്പോൾ നല്ല മാർക്ക് കുറവാന്ന് കാണുമ്പോൾ ഒന്നുകൂടി ഒന്ന് കയറും. ഓക്കെ, പിന്നെ ഉണ്ടാവണം. പിന്നെ ആയിരിക്കും നമ്മളെ കോളേജ് ഗ്രൂപ്പിൽ നമ്മളെ കൂടെ പഠിച്ച് അത്രയും പഠിച്ചിട്ടില്ല എന്ന് നമ്മൾ തോന്നിയിരുന്ന കുട്ടിക്ക് JRF നെറ്റൊക്കെ കിട്ടിയ പോസ്റ്ററൊക്കെ കോളേജ് ഗ്രൂപ്പിൽ വരുന്നത്. നമ്മളൊരു ബുദ്ധിമുട്ടോട് കൂടി സ്റ്റാറ്റസ് ഒക്കെ ആക്കും, കൺഗ്രാജുലേഷൻ ഡിയർ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ ഒന്നുകൂടി മോട്ടിവേഷൻ വരും. ഓക്കെ, ഒന്നുകൂടി ഡൗൺ. ഈ ഒരു ഇൻകൺസിസ്റ്റൻസി ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ ബേസിക്കലി ഏത് പരീക്ഷയും തോൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. മോർ സ്പെസിഫിക്കലി UGC നെറ്റ് പോലെയുള്ള പരീക്ഷ പരാജയപ്പെടാനുള്ള കാരണം. മോർ സ്പെസിഫിക്കലി എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, UGC നെറ്റ് എക്സാം ഭയങ്കരമായിട്ടുള്ള ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ആവശ്യമുള്ള ഒരു പരീക്ഷയല്ല. UGC നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈഫർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഓൺലൈൻ കോച്ചിങ് പ്ലാറ്റ്ഫോമിൻ്റെ ആളാണ്. കോച്ചിങ് ഒരു ആവശ്യമില്ല. ഓക്കെ, കോച്ചിങ് നിർബന്ധമുള്ള ഒരു പരീക്ഷ എന്നുള്ള UGC നെറ്റ് എക്സാം എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി ഹൈലി മാത്തമെറ്റിക്കൽ ആസ്പെക്റ്റുകൾ, IIT JAM, ഇൻ്റലക്ച്വൽ, അങ്ങനെയുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് മാത്സും ഇൻ്റലക്ച്വൽ ആസ്പെക്റ്റൊക്കെ ഉള്ള സബ്ജക്റ്റുകൾക്കൊക്കെ കോച്ചിങ് വിൽ ബി ഓൾമോസ്റ്റ് നെസസറി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അതിൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു മാത്സ് ടീച്ചർക്കോ ഫിസിക്സ് ടീച്ചർക്കോ ഒക്കെ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ടായിരിക്കും. ഈവൻ CSIR സബ്ജക്റ്റുകളുടെ ഫിസിക്സ്, മാത്സ് പോലെയുള്ള സബ്ജക്റ്റുകൾക്ക് ഇറ്റ്സ് ബെറ്റർ ടു ഹാവ് എ കോച്ചിങ്.
ഓക്കെ, ഇറ്റ്സ് ഓൾമോസ്റ്റ് കമ്പൽസറി ടു ഹാവ് എ കോച്ചിങ് എന്നുള്ളത് തന്നെ ഞാൻ പറയും എൻ്റെ ഇത്ര കാലത്തെ എക്സ്പീരിയൻസിൽ. അത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ UGC നെറ്റ് എക്സാമിൻ്റെ ടോപ്പിക്കൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇരുന്ന് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സ്വന്തമായിട്ട് ഇരുന്ന് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. വളരെ വളരെ ഇപ്പം എനിക്ക് ഞാൻ പറഞ്ഞു JRF ഉണ്ട്, 8 നെറ്റ് ഉണ്ട്. ഇതിനായിട്ട് ഞാൻ ഒരു കോച്ചിങ്ങിനും പോയിട്ടില്ല കേട്ടോ. വേറെ കുറേ കോച്ചിങ്ങിന് സിവിൽ സർവീസ് എന്നൊക്കെ വേറെ രീതിയിൽ സ്കോളർഷിപ്പ് അങ്ങനെയൊക്കെ ആസ്പെക്റ്റിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞൊരു സാധനം എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി ഇത് നമുക്ക് പഠിച്ചെടുക്കാവുന്ന ടോപ്പിക്കേ ഉള്ളൂ. നിങ്ങൾക്ക് നന്നായിട്ട് കോളേജിൽ നിന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സെൽഫായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് ജയിക്കാൻ പറ്റും. പക്ഷെ പ്രശ്നം ഇൻകൺസിസ്റ്റൻ്റ് ആവും. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റണം. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റിയാൽ മാത്രമേ JRF കിട്ടുള്ളൂ, മാത്രമേ നെറ്റ് കിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ ഈ പരീക്ഷ അത്രയ്ക്ക് കമ്പറ്റീറ്റീവാണ് റീസെൻ്റായിട്ട് നമ്മൾ നോക്കുമ്പോൾ. എങ്ങനെയാണ് ആളുകൾക്ക് കൺസിസ്റ്റൻ്റ് ആകാൻ പറ്റുക, അല്ലെങ്കിൽ എന്താണ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ആദ്യം ഒന്ന് പറയും. നമുക്ക് എങ്ങനെയാണ് ആളുകൾക്ക് കൺസിസ്റ്റൻ്റ് ആകാൻ പറ്റുക എന്ന് നോക്കാം. എന്താണ് കൺസിസ്റ്റൻസി? നിങ്ങൾ സ്വപ്നം കാണുന്ന കൺസിസ്റ്റൻസി എന്താ പറഞ്ഞാൽ മതി. എന്താണ്? എല്ലാ ദിവസവും സ്ഥിരമായിട്ട് പഠിക്കുക. ഇനി വേണമെങ്കിൽ എല്ലാ ദിവസവും ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ UGC നെറ്റിന് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക എന്നുള്ളതൊക്കെ ആയിരിക്കും നമ്മളെ സംബന്ധിച്ച് പെർഫെക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് കൺസിസ്റ്റൻസി ഉണ്ടാക്കുക എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യം പറയാം, ദർ ഈസ് നോ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി. എന്തുകൊണ്ടാണ് നമുക്ക് കൺസിസ്റ്റൻ്റ് ആകാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് നന്നാവാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ, നമ്മൾ നാളെ തൊട്ട് 100% നന്നാവും എന്ന് അങ്ങ് ആഗ്രഹിക്കും, തീരുമാനിക്കും, പറ്റില്ല. ദർ ഈസ് നോ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി. അതായത് ഇന്ന് തൊട്ട് എല്ലാ ദിവസവും ഞാൻ രാത്രി 8 മുതൽ 10 വരെ UGC നെറ്റ് എക്സാമിന് പഠിക്കും തീരുമാനിക്കരുത്, നടക്കൂല. ആ തീരുമാനത്തോട് കൂടിയിട്ട് തന്നെ ഒരു തീരുമാനമാവും, ആ തീരുമാനം നടക്കൂല എന്നുള്ളത്. ഓക്കെ, നെവർ ടേക്ക് എ ഡിസിഷൻ ദാറ്റ് യു കാൺട്ട് ഫോളോ. ഓക്കെ, യു കാൺട്ട് ഇംപ്ലിമെൻറ്റ്. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, ഒരു പെർഫെക്റ്റ് പ്രിപ്പറേഷൻ ഇല്ല, ഒരു കൺസിസ്റ്റൻറ്റ് പ്രിപ്പറേഷൻ ഇല്ല. നമ്മളെല്ലാവരുടെയും ഒരു മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ മോട്ടിവേഷൻ അങ്ങ് കൂടിയിട്ട് പെർഫെക്റ്റ് പ്രിപ്പറേഷൻ അങ്ങ് ഡ്രീം ചെയ്യും. എന്നിട്ട് ചിലപ്പോൾ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കും, അല്ലേ? ചിലപ്പോൾ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കും. ഇത് 3 ദിവസം നമ്മൾ ഫോളോ ചെയ്യും, 4ാമത്തെ ദിവസം തൊട്ടിട്ട് ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആകെ ഡിമോട്ടിവേറ്റഡ് ആവും, ആ ഫ്ലോ അങ്ങ് പോയി, വേണ്ടില്ല ഇനി. ഓക്കെ, ഇനി എനിക്ക് ഒന്നുകൂടി നന്നാവണം, ഇനി അടുത്ത ആഴ്ച ഞാൻ നന്നാവാം. ചിലപ്പോൾ വീണ്ടും അടുത്ത ഓറിയൻറ്റേഷൻ സാർ വെക്കേണ്ടി വരും. ഓക്കെ, വീണ്ടും ആ ഒരു പെർഫെക്റ്റ് പ്രിപ്പറേഷൻ പ്ലാൻ. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, ഒരാൾക്കും തുടർച്ചയായിട്ട് ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ടൈം ഒരുപാട് ദിവസങ്ങൾ പഠിക്കാൻ പറ്റില്ല. ഓക്കെ, ഒരാൾക്കും പറ്റില്ല. കുറച്ച് ദിവസങ്ങൾ പഠിച്ചാൽ മനുഷ്യന്മാരാണെങ്കിൽ കുറച്ച് ഡൗൺ ആവും. ഓക്കെ, മനുഷ്യന്മാർക്ക് കുറച്ച് ബോർഡം ഫീൽ ചെയ്യും, നമ്മളെ മനുഷ്യന്മാർക്ക് കുറച്ച് മടി ഫീൽ ചെയ്യും. ഓക്കെ, ഒരേ ഫ്ലോയിൽ പഠിക്കാൻ പറ്റില്ല. അതിൻ്റെ ഭാഗമായിട്ട് മറ്റു പല പ്രോഗ്രാമുകളിൽ നമുക്ക് ഇൻവോൾവ് ആവാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. ഇതിൽ മാത്രം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കാം. ഓക്കെ, പിന്നെന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ആളുകളെപ്പോഴും പെർഫെക്റ്റിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കും, നമ്മളും അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. ഇത് ജയിച്ചവരും പലപ്പോഴും ഈ മത്സര പരീക്ഷകളുടെയൊക്കെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ജയിച്ച ആളുകളാണ്, ബാക്കിയുള്ളവർ ജയിക്കാക്കല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരു മത്സര പരീക്ഷയ്ക്ക് ജയിച്ച ആളുകളെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ക്ലീഷേ ക്വസ്റ്റ്യൻ എന്താണെന്നറിയാം? അല്ലെ, നിങ്ങൾക്ക് ഇപ്പം എന്നോട് ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താ? നോർമലി നമ്മൾ ചോദിക്കുന്ന, നെറ്റ് എന്ന് മാത്രം പറയുന്നില്ല, IAS ആണെങ്കിലും ഏത് എക്സാം ആണെങ്കിലും അറിയണമെന്ന് ആഗ്രഹമുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ, എത്ര മണിക്കൂർ പഠിച്ചിട്ടുണ്ട്, എത്ര കാലമായിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട്? നല്ല ധൈര്യമുള്ള ആളുകൾ ഇങ്ങനെയും ചോദിക്കും, സാർ എപ്പോഴേ ഇനി ഉറങ്ങൽ? ഓക്കെ, എത്ര മണിക്കൂർ ഒരു ദിവസം ഉറങ്ങാറുണ്ടായിരുന്നു? ഹെൽത്തി ഉറക്കം എന്ന് പറഞ്ഞാൽ 8 മണിക്കൂറാണോ 7 മണിക്കൂറാണോ? ഓക്കെ, ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഫസ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളിലൊന്നാണ്. ഇതിൽ ആദ്യം മനസ്സിലാക്കുക, നമ്മളെപ്പോഴും പറയാറുണ്ട് 1 മണിക്കൂർ പഠിക്കുന്നതാണോ 2 മണിക്കൂർ പഠിക്കുന്നതാണോ? ഇനി നിങ്ങൾ ഒരാളോടും ചോദിക്കരുത് കേട്ടോ. ഈ ചോദ്യത്തിൻ്റെ ഒരു ഫൈനൽ ഉത്തരം ഞാൻ തരാം, എത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ളതിന്. ഫോർ വാട്ട് എവർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ യു ഹാവ്, 1 മണിക്കൂർ പഠിക്കുന്നതാണോ 2 മണിക്കൂർ പഠിക്കുന്നതാണോ നല്ലത്? എൻ്റെ ചോദ്യം 1 മണിക്കൂർ പഠിക്കുന്നതാണോ 2 മണിക്കൂർ പഠിക്കുന്നതാണോ നല്ലത് എന്നുള്ളത്. 1 മണിക്കൂർ ശരിക്കും പഠിക്കുന്നതാണ് അല്ലേ? വേറെ എന്തെങ്കിലും? 1 മണിക്കൂർ പഠിക്കുന്നതിനേക്കാളേറെ നല്ലത് 2 മണിക്കൂർ പഠിക്കുന്നതാണ് കേട്ടോ. അതിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ ഈ 1 മണിക്കൂർ ഈ നന്നായിട്ട് പഠിക്കാന്നൊക്കെ ആർക്കാ വരുന്നത് അറിയോ? ഈ നന്നായിട്ടല്ലാതെ പഠിച്ച ശീലമല്ല ആൾക്കാർക്കാണ്. പുറത്ത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്നെങ്കിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ സീരിയസ് ആയി പഠിക്കുക എന്നുള്ളത് തന്നെ ഉള്ളൂ. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ടല്ലാതെ പഠിക്കുന്ന ആൾക്കാരാണല്ലോ നമ്മൾ. അപ്പോൾ നമ്മൾ പറയും 1 മണിക്കൂർ നന്നായിട്ട് പഠിച്ചാൽ മതി എന്നുള്ളത്. സോ ബേസിക്കലി 1 മണിക്കൂർ പഠിക്കുന്നതിനേക്കാളേറെ നല്ലതാണ് 2 മണിക്കൂർ പഠിക്കുന്നത്. അതിനേക്കാളേറെ നല്ലതാണ് 3 മണിക്കൂർ, അതിനേക്കാളേറെ 5, അതിനേക്കാളേറെ 10, അതിനേക്കാളേറെ 20, ഏറ്റവും നല്ലത് 24 മണിക്കൂർ പഠിക്കുന്നത്. ദിസ് ഈസ് എ ബേസിക് ലോജിക്. പക്ഷേ നമുക്കറിയാം 24 മണിക്കൂർ ഒരാളെ കൊണ്ട് പഠിക്കാൻ പറ്റില്ല.
ഓക്കെ 24 മണിക്കൂർ ഒരാളെ കൊണ്ട് പഠിക്കാൻ പറ്റില്ല. സോ എത്ര മണിക്കൂർ പഠിക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒരാളെ കൊണ്ട് പഠിക്കാവുന്ന ഏറ്റവും മാക്സിമം ടൈം പഠിക്കണം. ദാറ്റ്സ് എ സിമ്പിൾ ആൻസർ. അതിനൊരു സ്പെസിഫിക് മണിക്കൂറുകളൊന്നുമില്ല കേട്ടോ. പിന്നെ ജയിച്ചോല് പലതും പറയും അല്ലേ. ജയിച്ചവർ വേണമെങ്കിൽ എന്ത് പറയാം, എനിക്ക് വേണമെങ്കിൽ നിങ്ങളോട് പറയാം ഞാൻ എല്ലാ ദിവസവും കഴിഞ്ഞ ഒരു 3 മാസം 22 മണിക്കൂർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ എന്താ പറയുക, നിങ്ങളൊന്നും പറയില്ല, നിങ്ങൾ കേൾക്കും. നിങ്ങൾ മനസ്സിൽ ചിലപ്പം പറയും സാറ് നല്ല തള്ളാണ് അല്ലേ, പക്ഷെ ഒന്നും പറയാൻ വയ്യ, സാർക്ക് 8 നെറ്റ് 2 JRF ഉണ്ട്, കേൾക്കാനേ പറ്റൂ. ഇത് ഞങ്ങളോട് മുഹമ്മദ് അലി ഷിഹാബ് IAS ഉണ്ടല്ലോ, ഇവിടുന്ന് പഠിച്ച ആളെന്നെ പറഞ്ഞാൽ ഞങ്ങളോട് എന്തും പറയും. എനിക്ക് IAS കിട്ടിയാണ്, നിങ്ങൾ കേൾക്കേണ്ടി വരും. ഞാൻ 15 മണിക്കൂർ പഠിച്ചിട്ടുണ്ട്, ഞാൻ 25 മണിക്കൂർ പഠിച്ചു. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാലുള്ള കമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ പ്രിപ്പറേഷനിലെ ഏറ്റവും സുഖമുള്ള സ്റ്റേജ് ഏതാ അറിയോ, ഏറ്റവും രസമുള്ള സ്റ്റേജ് ഏതാണെന്ന് വെച്ചാൽ കിട്ടിക്കഴിഞ്ഞാൽ അതേപോലെ സ്റ്റേജിൽ വന്നിട്ട് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എങ്ങനെ കിട്ടണം. ഭയങ്കര രസമാണ്, ഞാനിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലാവുന്നില്ലേ. ഓക്കെ, ഭയങ്കര ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ള പ്രോസസ് നിങ്ങൾക്കും കിട്ടും കേട്ടോ. നിങ്ങൾക്കും JRF കിട്ടിയിട്ട് നിങ്ങളെ മാഷന്മാർ പഠിക്കും. ഓക്കെ, അടുത്ത കൊല്ലം ആ സുഖം അനുഭവിക്കുന്നതിനെ കുറിച്ച് കൂടി ഓക്കെ നിങ്ങൾ ഡ്രീം ചെയ്യണം. ഞാൻ പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ. അൾട്ടിമേറ്റ്ലി ദ തിങ് ഈസ് ദിസ്, ജയിച്ചു കഴിഞ്ഞ ആളുകൾ എന്തും പറയും, ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്തും പറയാം, ബാക്കിയുള്ള ആളുകൾ വിശ്വസിക്കും. ലോകത്ത് എപ്പോഴും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് വിജയികൾ മാത്രമാണ്. അതുകൊണ്ടാണ് ലോകത്ത് പരാജയപ്പെട്ടവരൊക്കെ നമുക്ക് ക്രൂരന്മാരായിട്ട് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ളത് അല്ലേ. ഇപ്പോഴും ലോകത്ത് സംഭവിക്കുന്ന പല യുദ്ധങ്ങളിലും ഓക്കെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ആളുകളാണ് ഭീകരവാദികളായി മാറുക, അല്ലെങ്കിൽ ബാക്കിയുള്ള സൊസൈറ്റി കാണുന്ന ഇൻഡിവിജ്വൽ എന്നുള്ളതൊന്നുമല്ല. സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും പറയാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ജയിച്ചവർ ഇങ്ങനെ പലതും പറയും. ഓക്കെ, ജയിച്ചവർ ഇങ്ങനെ പലതും പറയും. നിങ്ങളൊക്കെ ഫോളോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് നിങ്ങളൊക്കെ ഫോളോ ചെയ്യണമെന്നില്ല. നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം മണിക്കൂറുകൾ എത്രയാണോ അത്ര മണിക്കൂറുകൾ നിങ്ങൾ പഠിക്കുക. അതിന് പ്രത്യേകിച്ച് ലിമിറ്റൊന്നുമില്ല. ഓക്കെ, 2, 3, 4 അങ്ങനത്തെ 5, 6 മണിക്കൂറൊന്നുമില്ല. ഇനി തൊട്ടിട്ട് ഒരാളോട് ചോദിക്കരുത് എത്ര മണിക്കൂർ പഠിച്ചു, എത്ര മണിക്കൂർ പഠിച്ചില്ല, എത്ര മണിക്കൂർ ഉറങ്ങി, എത്ര മണിക്കൂർ ഉറങ്ങിയിട്ടില്ല എന്നുള്ളതൊക്കെ. സോ ബേസിക്കലി അപ്പോൾ ഞാൻ പറഞ്ഞൊരു സാധനം എന്താണെന്ന് ചോദിച്ചാൽ പറ്റാവുന്നത്ര കൺസിസ്റ്റൻ്റ് ആവുക എന്നുള്ളതാണ് സൊല്യൂഷൻ. ആൻഡ് കൺസിസ്റ്റൻ്റ് ആവാൻ ഉള്ള 2 മെത്തേഡുകൾ, ഒന്ന് ഇമോഷൻസ് കീപ് ഹ്യൂമൻസ് കൺസിസ്റ്റൻസി മോർ ദൻ ലോജിക് എന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ നെറ്റ് എക്സാം പഠിക്കാനുള്ള കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് എന്താ ആലോചിക്കുക അറിയാം, പലപ്പോഴും എനിക്ക് നന്നായിട്ട് പഠിക്കണം, എനിക്ക് നെറ്റ് കിട്ടണം, എന്നിട്ട് എനിക്ക് JRF കിട്ടണം, എന്നിട്ട് എനിക്ക് PhD കിട്ടണം, എന്നിട്ട് എനിക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവണം, ഓക്കെ എനിക്ക് നല്ല പൊസിഷനിലെത്തണം. ഡെഫിനറ്റ്ലി അത് വാലിഡ് ആയിട്ടുള്ള റീസൺ തന്നെയാണ്. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈ റീസൺ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, നിങ്ങൾക്ക് ആർക്കും കൺസിസ്റ്റൻ്റ് ആകാൻ പറ്റുന്നില്ല. ബിക്കോസ് ദാറ്റ്സ് എ ലോജിക്കൽ റീസൺ. പറ്റാവുന്നത്ര ഞാൻ പറയും, നിങ്ങൾ ഇപ്പോഴല്ല ഈ സെഷൻ കഴിഞ്ഞിട്ട് നിങ്ങളെ മൊബൈൽ എടുക്കുക. വെൻ യു ഹാവ് ദ മൊബൈൽ ഫോർ ദ നെക്സ്റ്റ് ടൈം, ഗൂഗിൾ കീപ്പോ അല്ലെങ്കിൽ ആപ്പിൾ നോട്ട്സോ വാട്ട്എവർ നോട്ട്സ് ആപ്പ്, എന്തുകൊണ്ട് നിങ്ങൾക്ക് JRF കിട്ടണം എന്നുള്ളത് റീസണുകൾ എഴുതി വെക്കുക. പറ്റാവുന്നത്ര റീസണുകൾ എഴുതി വെക്കുക. മേക്ക് ഇറ്റ് ആസ് ഇമോഷണൽ ആസ് പോസിബിൾ. ഫോർ എക്സാമ്പിൾ, ഓക്കെ എനിക്ക് നന്നായിട്ട് പഠിക്കണം, എനിക്ക് നല്ല ജോലി കിട്ടണം. ആസ് ഓഫ് നൗ JRF ഫെലോഷിപ്പ് എന്ന് പറയുന്നത് അറൗണ്ട് 25 to 30 ലക്ഷമാണ്. ഓക്കെ, 25 to 30 ലക്ഷമാണ്. എനിക്ക് 10, 25, 30 ലക്ഷത്തിൻ്റെ ഫെലോഷിപ്പ് കിട്ടണം. എനിക്ക് ബില്ലിനെ പേടിക്കാതെ ഭക്ഷണം കഴിക്കണം, എനിക്ക് ടൂർ പോകണം, എനിക്ക് ദുബായിൽ പോയിട്ട് സ്കൈ ഡൈവ് ചെയ്യണം, ബൊളീവിയൻ്റെ ഇതിൽ പോകണം, വേണമെങ്കിൽ വേൾഡ് കപ്പ് ഫുട്ബോൾ പോയി കാണണം, എൻ്റെ പ്രിയപ്പെട്ടവരെ കൊണ്ട് ഉംറക്ക് പോകണം, ഓക്കെ അല്ലെങ്കിൽ എനിക്ക് അവിടെ ട്രിപ്പ് പോകണം. എത്രത്തോളം ഇമോഷണൽ റീസൺസ് നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റുമോ അത്രത്തോളം എഴുതി വെക്കുക. പബ്ലിക് ആക്കണം കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു ബി കൺസിസ്റ്റൻറ്റ്. ലൈഫിലൊക്കെ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു സാധനം അതാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ JRF കിട്ടിയ ആളുകൾ അവരെ കൺസിസ്റ്റൻസി നിലനിർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായത് അവരുടെ സ്ട്രോങ് ഇമോഷണൽ റീസൺസ് ആയിരുന്നു. ഇത് എത്രത്തോളം ആവാം, ഓക്കെ എനിക്ക് ചില ആളുകൾക്ക് കാണിച്ചു കൊടുക്കണം, ഞാൻ പഠിച്ചാൽ ഓടി എത്തൂല എന്ന് പറഞ്ഞാൽ ചില നാട്ടുകാരെ മുന്നിൽ ഓലെ കൊണ്ട് തന്നെ എൻ്റെ പോസ്റ്റ് സ്റ്റാറ്റസ് ഇടണം. എൻ്റെ കോളേജിൽ എൻ്റെ ഒരു ശത്രു ഉണ്ടായിരുന്നു, ആ ശത്രു തന്നെ എൻ്റെ പോസ്റ്റ് കൺഗ്രാജുലേഷൻ ഡിയർ എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ഇട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് വെച്ചിട്ട് വാട്സപ്പ് ഗ്രൂപ്പിലാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കണം. ആരോട് പകരം വീട്ടൊന്നും വേണ്ട കേട്ടോ. ലൈഫ് അത്രയ്ക്ക് വലുതൊന്നുമല്ല, ഞാൻ ജയിച്ചില്ല ഈ തോറ്റില്ല എന്ന് പറയാൻ മാത്രമൊന്നും ലൈഫില്ല. പക്ഷെ നമുക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമല്ലോ. ഓക്കെ, മറ്റു പലരും ഓക്കെ. അപ്പോൾ ഇങ്ങനെ എത്രത്തോളം ഇമോഷണൽ റീസൺസ് എഴുതാൻ പറ്റുമോ അത്രത്തോളം എഴുതി വെക്കുക. ഓക്കെ, ഓരോരോ സമയത്ത് ഓരോരോ റീസണുകളായിരിക്കും. ഓക്കെ, ഞാൻ പറയട്ടെ, എനിക്ക് ഫസ്റ്റ് UGC നെറ്റ് കിട്ടിയ സമയത്ത് എൻ്റെ ഉപ്പ കുറേ കാലം ഗൾഫിലായിരുന്നു, അറബിക് ടീച്ചറായിരുന്നു, ഒരുപാട് കാലം ഗൾഫിലായിരുന്നു. ഉപ്പ തിരിച്ചു വന്നിട്ട് ഉപ്പ എനിക്ക് തന്നൊരു ഹഗ് ഉണ്ട്. എൻ്റെ ഓർമ്മയിൽ ഞാൻ വലുതായതിനു ശേഷം ഉപ്പ എന്നെ ആദ്യമായിട്ട് ഹഗ് ചെയ്ത ആ സമയത്താണ്. കുറേ കാലം ഗൾഫിലായിരുന്നു. ആ ഒറ്റ ഹഗ്ഗിൻ്റെ ചൂടിൽ തന്നെ ഞാൻ ഇനിയും കുറേ നെറ്റ് വേണമെങ്കിൽ വാങ്ങും കേട്ടോ. ഇപ്പോൾ ഇതിൽ നിർത്തിയിട്ടുണ്ട്. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് നിങ്ങളെ പ്രിയപ്പെട്ട ഒരാളെ ഹഗ് ചെയ്യുന്നത്, നിങ്ങളെ പ്രിയപ്പെട്ട ടീച്ചറിനെ അറിയിക്കുന്നത്, പ്രിയപ്പെട്ട ഒരു ഡിയർ ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ അറിയിക്കുന്നത്, വാട്ട് എവർ ഇത്തരത്തിലുള്ള പറ്റാവുന്നത്ര റീസണുകൾ ഉണ്ടാക്കുക, എഴുതി വെക്കുക, ഇടയ്ക്കിടയ്ക്ക് വായിക്കുക. ദിസ് ഈസ് എ മോസ്റ്റ് പ്രാക്ടിക്കബിൾ മെത്തേഡ് ടു ഹാവ് കൺസിസ്റ്റൻസി. ആൻഡ് ദ സെക്കൻഡ് വൺ ടു ഹാവ് കൺസിസ്റ്റൻസി,
ഹാവ് എ പിയർ ലേണിംഗ്. ഇപ്പോൾ ഇപ്രാവശ്യം ഞാൻ നോർമലി കേരളത്തിൽ 14 ജില്ലകളിലും ജയിച്ച ഇഫ്രൈറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കേരളത്തിൽ ഇങ്ങനെ യാത്ര പോകും. ഓക്കെ, എല്ലാവരെയും കാണാനും സന്തോഷം പങ്കിടാൻ. ഓക്കെ, അപ്പം അതിൽ ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ JRF കിട്ടിയ ആളുകൾ പറഞ്ഞ അവരെ ഏറ്റവും ഹെൽപ്പ് ചെയ്തൊരു സാധനം എന്താണെന്ന് ചോദിച്ചാൽ, കൺസിസ്റ്റൻ്റ് ആവാൻ മനുഷ്യന്മാരെ കൊണ്ട് പറ്റില്ല, ഒരു ഗ്രൂപ്പായിരുന്നു. അവർക്ക് സീരിയസ് ആയി പഠിക്കുന്ന ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. 50-60 ആളെ ഗ്രൂപ്പല്ല, ഒരു 4-5 ആളെ ഗ്രൂപ്പ്. അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വേവ് ലെങ്ത് ഉള്ള ആളുകൾ, അവരുടെ ഗ്രൂപ്പ്. അവരിങ്ങനെ ഇരിക്കും. ഇന്ന് സൂമും ഗൂഗിൾ മീറ്റൊക്കെ പലതും ഫ്രീ ആയിട്ട് അവൈലബിൾ ആണല്ലോ. നെറ്റ് മാത്രം ഉണ്ടായാൽ മതിയല്ലോ. റെക്കോർഡിങ്സിനൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് പ്ലാനിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളാണ് അവരെ ഏറ്റവും ഹെൽപ്പ് ചെയ്തത്. അപ്പം സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു 3, 4, 5 ഒക്കെ ആളുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. ആ ഗ്രൂപ്പാണ് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ ഇപ്പം ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. റീസെൻ്റ് ആയിട്ടൊക്കെ ഗ്രൂപ്പ് ഡിസ്കഷനും തീരെ താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ടൊക്കെ ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ഈ എക്സാം കിട്ടാൻ മാത്രം നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ടും പഠിക്കാം കേട്ടോ. There is no such rule. So this is what I have to say regarding consistency. The first one, there is no perfect consistency. The second one, there are basic 2 ways to ensure consistency. First one, have as much as emotional reasons as possible, and the second one, have a good group. So ഇതാണ് ഫസ്റ്റ് ആസ്പെക്റ്റിൽ പറയാനുള്ളൊരു സീക്രറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് ആസ്പെക്ട്, മത്സര പരീക്ഷകൾ എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പഠിച്ചു കഴിഞ്ഞ കുട്ടികളെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? കംപ്ലയിൻ്റ് എന്താ? കംപ്ലയിൻറ്റ് മീൻസ് കൺസേൺ. എന്തായിരിക്കും? മറന്നു പോകും അല്ലേ? പഠിച്ചതൊക്കെ മറന്നു പോകും. എനിക്ക് പഠിച്ചതൊന്നും ഓർമ്മയല്ല. ഏറ്റവും കൂടുതൽ കുട്ടികൾ പറയുന്നൊരു കൺസേണാണ് മറന്നു പോകുന്നുള്ളത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പറയപ്പെടുന്ന, ഓക്കെ, ഒഫീഷ്യൽ സയൻറ്റിഫിക് എന്നല്ല, ഓൾവേസ് റിമെമ്പർ. നിങ്ങൾ ചിലപ്പോൾ മറന്നു പോകും, എന്നാലും ഓക്കെ, ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ് എന്ന് പറയും. ഗോൾഡൻ റൂൾ എന്തുകൊണ്ടാണ് നമുക്ക് മറന്നു പോകുന്നതെന്ന് അറിയോ? എന്തുകൊണ്ടാണ് മറന്നു പോകുന്നത്? ഞാൻ നേരത്തെ ഗിൽറ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു തവണ പഠിക്കും. ഓക്കെ, ഒരു തവണ നമ്മൾ പഠിക്കും, എന്നിട്ട് വീണ്ടും നമ്മളിത് വായിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടും നമുക്കങ്ങ് തോന്നും. പക്ഷെ നമുക്കത് കിട്ടൂല. അപ്പോൾ നമുക്ക് സങ്കടമാവും അല്ലേ? ഇതൊക്കെ ഞാൻ പഠിച്ചിനിയല്ല, ഇതൊക്കെ മറന്നുപോയി, ഇത്ര പ്രായമായിട്ടുള്ളൂ, പോത്തിനും എൻ്റെ ബ്രെയിൻ എന്തോ സംഭവിച്ചോ, മെമ്മറി ആകെ പോയി എന്നാ തോന്നുന്നു എന്നൊക്കെ ഒരു ഫീലിംഗ് നമുക്കുണ്ടാവും. അവിടെയാണ് ഓൾവേസ് റിമെമ്പർ ദ ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ്. ദ ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ് സേസ് ദാറ്റ് ഫസ്റ്റ് ടൈം ലേണിംഗ് നെവർ കൗണ്ട്സ്. നിങ്ങൾ ഫസ്റ്റ് ടൈം പഠിക്കുന്നുണ്ടല്ലോ, അത് കണക്ക് കൂട്ടൂല എന്ന് പറഞ്ഞാൽ അത് ഒരാൾക്കും പൂർണ്ണമായിട്ട് ഓർത്തെടുക്കാൻ പറ്റില്ല. ഇത് മനസ്സിലാക്കിയാലുള്ള പ്രശ്നം എന്താ അറിയോ? എന്നാലും നിങ്ങൾ മറന്നു പോകും. പക്ഷെ മറന്നു പോയതിൻ്റെ സങ്കടം ഉണ്ടാവില്ല. മറന്നു പോകാക്കൊന്നുമില്ല കേട്ടോ, മറന്നു പോകാക്കൊന്നുമില്ല. പക്ഷെ മറന്നു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് ഞാൻ ആദ്യം പഠിച്ചൊരു നിയമമാണ്, ഫസ്റ്റ് പഠിച്ചൊക്കെ ഒരു മനുഷ്യന് ഓർത്തെക്കാൻ പറ്റില്ല എന്നുള്ളത്. ഓക്കെ, താങ്ക് യു ഗോഡ്, ഞാൻ രണ്ടാമതായിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ ഒരു സാധനവും ഒരു തവണ പഠിച്ചാൽ ഓർമ്മ കംപ്ലീറ്റ് ആയിട്ട് ഒരു മനുഷ്യനും ഉണ്ടാവില്ല. അത് ആദ്യം മനസ്സിലാക്കിയാൽ നിങ്ങൾ രണ്ടാമതും മൂന്നാമതും നാലാമതും പഠിക്കുന്നതാണ് നിങ്ങളെ ശരിയായിട്ടുള്ള പഠനം. നമ്മൾ ഇതുവരെ ഓൾമോസ്റ്റ് എല്ലാ പരീക്ഷയ്ക്കും ഒരു തവണ പഠിച്ചിട്ടുണ്ടാവണം. അവിടെയാണ് നമുക്ക് മെമ്മറി ഇഷ്യൂ ഉണ്ട്. ഇനി 2, 3, 4 പഠിച്ചാലും ഓർമ്മ പോകും കേട്ടോ. ഓക്കെ, പല കേസുകളും പോകും. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഹ്യൂമൻ സൈക്കിൾ എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലാക്കുക, മറവി എല്ലാവർക്കും ഉണ്ടാവും. ഓക്കെ, ദ ഓൺലി തിങ് വി ക്യാൻ ഡു ഈസ് നോട്ട് ഗിൽറ്റ് അബൌട്ട് ഫോർഗെറ്റിംഗ്. മറന്നു എന്ന് എഴുതി ടെൻഷൻ അടിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. മറക്കാതിരിക്കുക എന്ന് പറഞ്ഞൊരു സൊല്യൂഷനേ അല്ല. ഏത് സംഭവങ്ങളും രണ്ടാമതും മൂന്നാമതും നാലാമതും അഞ്ചാമതും എല്ലാം നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ദാറ്റ്സ് എ സെക്കൻഡ് തിങ്. അത് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്താ വെച്ചാൽ, നമ്മളൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ, ഞാനൊക്കെ കോളേജിൽ പഠിച്ച സമയത്ത് നമ്മുടെ റിവിഷൻ്റെ ഒരു സ്വപ്നം എന്തായിരുന്നു വെച്ചാൽ, ഫസ്റ്റ് തൊട്ടിട്ട് അവസാനം വരെ ഒരട്ടാണ് പഠിക്കും അല്ലേ? അത് പഠിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഫസ്റ്റ് തൊട്ടിട്ട് അവസാനം വരെ ഒരൊട്ടുകൂടിയും പഠിക്കും. ഇതാണ് ഞാനൊക്കെ സ്വപ്നം കണ്ടിരുന്ന റിവിഷൻ. ഒരിക്കലും എനിക്ക് ചെയ്യാൻ പറ്റാത്ത റിവിഷനാണ് കേട്ടത്. ഓക്കെ, ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാത്ത റിവിഷനാണ്. റിവിഷൻ എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്ന് വെച്ചാൽ, നിങ്ങൾ ഫസ്റ്റ് തൊട്ട് അവസാനം വരെ പഠിച്ച് തീരൊന്നുമില്ല. നിങ്ങൾ ഫസ്റ്റ് തൊട്ട് കുറേയൊക്കെ പഠിക്കും. ആ പഠിച്ചതിൻ്റെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യും. ആ മോക്ക് ടെസ്റ്റുകളിൽ ചിലപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടൂല. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ പോയിട്ട് നിങ്ങൾ പഠിക്കും. സോ റിവിഷൻ അവിടെ തന്നെ തുടങ്ങി. ഈ റിവിഷൻ എന്ന് പറഞ്ഞാൽ ഒക്കെ ഒരട്ടം പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങുന്ന ഒരു സയൻറ്റിഫിക് ഒരു സ്ട്രക്ചേർഡ് സിസ്റ്റമായിട്ട് റിവിഷനെ കാണരുത്. ഇറ്റ് വിൽ നോട്ട് വർക്ക് ഇൻ എ കമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ. എസ്പെഷ്യലി UGC നെറ്റ് എക്സാമിന് പല സബ്ജക്റ്റുകളുടെയും സിലബസ് നിങ്ങൾക്ക് പഠിച്ച് തീരില്ല. സ്പെസിഫിക്കലി ലിറ്ററേച്ചർ സബ്ജക്റ്റൊക്കെ ആണെങ്കിൽ, ഇംഗ്ലീഷൊക്കെ പോലെയുള്ള ഒരു പരിധി ഒരു അറബിക്കൊക്കെ പോലെയുള്ള പല ആസ്പെക്റ്റുകളും കംപ്ലീറ്റ് പഠിച്ച് തീരില്ല. നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യൻസൊക്കെ നോക്കുകയാണെങ്കിൽ പഠിച്ച്, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് റിവിഷൻ എന്നുള്ളൊരു ആസ്പെക്റ്റ് നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ്, പഠനവും റിവിഷനൊക്കെ ഒരുമിച്ച് ഇങ്ങനെ നടന്നു പോകുന്ന ഒരു പ്രോസസ്സാണ് എന്ന് മനസ്സിലാക്കുക. ആൻഡ് റിമെമ്പർ ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ്. ദെൻ ദ തേർഡ് വൺ, ഇത് നിങ്ങൾക്ക് അത്ര അപ്ലിക്കബിൾ അല്ല. ഇത് ഫസ്റ്റായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്കൊക്കെയാണ് കൂടുതൽ അപ്ലിക്കബിൾ. ഒന്നിലധികം തവണ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്കാണ് കൂടുതൽ അപ്ലിക്കബിൾ ആവുക.
നമുക്ക് പുതിയ റിസൾട്ട് കിട്ടണമെങ്കിൽ പുതിയ എഫേർട്ട് കൊടുക്കണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച പോലെ ഇപ്രാവശ്യം പഠിച്ചാൽ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ട് മാത്രമേ കിട്ടുള്ളൂ ഇപ്രാവശ്യം. ഓക്കെ, നമ്മളെല്ലാവരുടെയും ഈ ഒരു ടൈമിൽ ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ടൊക്കെ പറയാറുള്ളത് എന്താ വെച്ചാൽ എക്സ്പെക്റ്റിംഗ് എ ന്യൂ റിസൾട്ട്, ഓക്കെ, ആഫ്റ്റർ ഗിവിങ് ദ സെയിം എഫേർട്ട് അഗെയിൻ ആൻഡ് അഗെയിൻ. പുതിയ റിസൾട്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മുമ്പ് എക്സാം എഴുതിയ ആളുകളാണെങ്കിൽ, നിങ്ങൾ ഡിസംബർ എഴുതി കഴിഞ്ഞിട്ട് ക്വാളിഫൈ ചെയ്യാത്ത ആളുകൾ ആരെങ്കിലും ആണെങ്കിൽ, ഓക്കെ, എല്ലാവരും ക്വാളിഫൈ ചെയ്യട്ടെ, ആ സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു ആസ്പെക്റ്റ് ആണിത്. അടുത്ത ജൂൺ എക്സാമിന് നിങ്ങൾക്ക് പുതിയ റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഒരു എഫേർട്ട് കൊടുക്കാൻ പറ്റണം. ഓക്കെ, പുതിയ ഒരു എഫേർട്ട് കൊടുക്കാൻ പറ്റണം. ഈസി വൺ ആണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, അനദർ ഇമ്പോർട്ടൻറ്റ് വൺ ഈസ്, ഓക്കെ, എത്ര ശതമാനം ആളുകൾക്കാണ് നെറ്റ് കിട്ടുക? ഈ പരീക്ഷയിൽ നിന്ന് എത്ര ശതമാനം ആളുകൾക്ക് നെറ്റ് കിട്ടുക? എനി ഐഡിയ? UGC നെറ്റ് എക്സാം ഈ പരീക്ഷയിൽ നിന്ന് ഏകദേശം 6% ആളുകൾക്കാണ് UGC നെറ്റ് കിട്ടുക. ഏകദേശം 6%. JRF എത്ര ആൾക്കാ? അപ്രോക്സ് 1 ആണ്. എക്സാക്ട് 1% നോട്ടിഫിക്കേഷനിൽ പറയുന്നില്ല. ഓക്കെ, നോർമലി ആ നമ്പറൊക്കെ വെച്ചിട്ട് അറൗണ്ട് നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് 1% ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അവിടെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കേസ്, ബേസിക്കലി ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് എനിക്ക് JRF കിട്ടണം. ഓക്കെ, JRFിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെറ്റിൻ്റെ JRFിൻ്റെ സിഗ്നിഫിക്കൻസ് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. അസിസ്റ്റന്റ് പ്രൊഫസർ നെറ്റ് നിർബന്ധമാണ്. PhDക്ക് വിത്ത് ഫെലോഷിപ്പ് കിട്ടാൻ JRF നിർബന്ധമാണ്. ഏറ്റവും മേജറായിട്ടുള്ള ഫെലോഷിപ്പ് JRF ആണ്. അതിൽ എറൗണ്ട് സ്റ്റാർട്ടിങ് 31, 35 TA DA ഡിഫറൻ്റ് ഒക്കെ വരും. ടോട്ടൽ 25 to 30 lakhs ആണ് 5 കൊല്ലം കൊണ്ട് കിട്ടുന്നത് ആസ് ഓഫ് നൗ JRF. അത് നേരത്തെ നമ്മൾ പറഞ്ഞില്ല, അൺഎംപ്ലോയ്മെൻറ്റ് ക്രൈസിസ് ഇല്ലേ, ഇന്ത്യയിൽ PG കഴിഞ്ഞൊരു കുട്ടിക്ക് PG കഴിഞ്ഞ ഉടനെ കിട്ടാവുന്ന ഏറ്റവും നല്ല ജോലി എന്താ പറയുക? JRF ആണ് കേട്ടോ. ഓക്കെ, PG കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് മന്ത്ലി ഒരു സാലറി പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 10,000, 40,000 രൂപ തുടക്കത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ജോലിയല്ല, ഇറ്റ്സ് എ ഫെലോഷിപ്പ്, ഇറ്റ്സ് എ PhD ഡൂയിങ്. പക്ഷേ ആ ഒരു ഐഡിയ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ജോലി എന്നുള്ള ടേം യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് JRF കുട്ടികൾ നിർബന്ധമാണ്. ആദ്യമേ ആലോചിക്കാൻ നെറ്റ് എന്നുള്ളൊരു പരിപാടിയല്ല കേട്ടോ. അങ്ങനെ പ്ലാൻ വെച്ചിട്ട് ഈ കളി തുടങ്ങരുത്. ഓക്കെ, JRF കിട്ടണം. JRF 1% ആളുകൾക്കാണ് കിട്ടുക. JRF 1% ആളുകൾക്കാണ് കിട്ടുക. അപ്പോൾ JRFിൻ്റെ ടഫ്നെസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. മൊത്തം ഇന്ത്യയിൽ ഒരു നമ്പർ പറയാം, ഇപ്രാവശ്യം അറബിക്കിൽ JRF കിട്ടിയിട്ടുള്ളത് 20 ആളുകൾക്കാണ്. മൊത്തം ഇന്ത്യയിലാണ് കേട്ടോ, ഫറൂഖ് കോളേജിനോ കേരളത്തിലോ കിട്ടിയതല്ല. ഓക്കെ, മൊത്തം ഇന്ത്യയിൽ അറബിക്കിൽ ഇപ്രാവശ്യം JRF കിട്ടിയിട്ടുള്ളത് 20 ആളുകൾക്കാണ്. ഓക്കെ, അപ്പോൾ എത്ര ആൾ അറബി പരീക്ഷ എഴുതിയിട്ടുണ്ടാവും നിങ്ങൾ അപ്രോക്സിമേറ്റ്ലി നോക്കുക. 20 എന്ന് പറഞ്ഞാൽ 1% ആണെങ്കിൽ 100% എത്ര ആയിരിക്കും? പോട്ടെ, 2000. ഓക്കെ, 100% എന്ന് പറഞ്ഞാൽ 2000 ഉണ്ടാവും. ഏകദേശം 2000 ആളുകളാണ്, അപ്രോക്സിമേറ്റ്ലി 2000 ആളുകളാണ് ഇന്ത്യയിൽ ഇപ്രാവശ്യം അറബിക്കിന് എക്സാം എഴുതിയിട്ടുള്ളത്. ആ അറബിക്കിൽ 20 ആളുകൾക്കാണ് ഇപ്രാവശ്യം JRF കിട്ടിയിട്ടുള്ളത്. 20 ആളുകൾക്കാണ് JRF കിട്ടിയിട്ടുള്ളത്. അവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ് നിങ്ങൾ നോക്കുക. ഈ എക്സാമിൻ്റെ കോമ്പറ്റീഷനുകൾ അവിടെ ആലോചിക്കുക. നിങ്ങളെ കൂടെ പഠിച്ചോല്, നിങ്ങളെ സീനിയേഴ്സ്, ഓക്കെ, മേ ബി നിങ്ങളെ സൂപ്പർ സീനിയേഴ്സ്, ഇനി അഥവാ നോർമലി ഗസ്റ്റായിട്ടൊക്കെ വരുന്ന നെറ്റോ JRF ഒക്കെ അല്ലെങ്കിൽ JRF കിട്ടാത്ത ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ, ഓക്കെ, ടെമ്പററി ഒക്കെ ഉള്ള ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ആ ടീച്ചേഴ്സ്, ഇതുപോലെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തിലെ എല്ലാ യൂണിയൻ ടെറിട്ടറീസും മനുഷ്യന്മാർ, ഓക്കെ, ഇവരോടൊക്കെയാണ് നമ്മളിത് കോമ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഇറ്റ്സ് എ വെരി ടഫ് എക്സാം. പക്ഷേ ടഫ് എക്സാം ആണെന്നുള്ളതാണ് ഇതിൻ്റെ ബ്യൂട്ടി കേട്ടോ. ഓക്കെ, നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്യം എത്രത്തോളം ടഫാണോ അത്രത്തോളം ഫ്രൂട്ട്ഫുൾ ആയിരിക്കും അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ആർക്കും ഈസി ആയിട്ട് ജയിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് SSLC ജയിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഐ മീൻ കാര്യമുണ്ട്. ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ പെട്ടെന്ന് ജോലി എന്നുള്ളൊരു ആസ്പെക്റ്റിലാണ് പറയുന്നത്, അതിനെ ഇത് ചെയ്യല്ല. ഓക്കെ, പക്ഷേ അതെന്തുകൊണ്ടാണ്? അത് കിട്ടൽ ഈസിയാണ്. ടഫായിട്ടുള്ള ഒരു സംഭവം കിട്ടുമ്പോഴാണ് അതിൻ്റെ ബെനിഫിറ്റ് ഇതാവുക. അതുകൊണ്ട് ഞാൻ എപ്പോഴും കുട്ടികളോടൊക്കെ പറയാറുണ്ട്, നിങ്ങൾ ദൈവത്തോട് പടച്ചവനോടൊക്കെ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ ഇപ്രാവശ്യത്തെ ഡിസംബറിലെ നെറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ നെറ്റ് എക്സാമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ടഫായിട്ടുള്ള നെറ്റ് എക്സാം ആവണേ. ഓക്കെ, ഏറ്റവും ടഫായിട്ടുള്ള നെറ്റ് എക്സാം ആവണേ. ഏറ്റവും ടഫായിട്ടുള്ള നെറ്റ് എക്സാം എഴുതാനുള്ള വിവരവും വിജ്ഞാനവും ശക്തിയും ധൈര്യവും എനിക്ക് നൽകണമേ ദൈവമേ എന്നായിരിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് കേട്ടോ. പരീക്ഷ എളുപ്പമായ എല്ലാവർക്കും എളുപ്പമായ പിന്നെ നമ്മൾ പഠിച്ചതിന് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ പഠിക്കും തോറും വിഷയങ്ങൾ ഒരിക്കലും എളുപ്പമാവില്ല കേട്ടോ. പഠിക്കും തോറും നിങ്ങൾ വലുതാവുമ്പോൾ നിങ്ങൾക്ക് ടഫായ വിഷയങ്ങൾ പഠിക്കാനോ ചെയ്യാനോ പറ്റും, അത്രയേ ഉള്ളൂ. ഓക്കെ, എനിക്ക് മാത്സ് ഭയങ്കര എളുപ്പമൊന്നുമില്ല, പക്ഷേ ടഫായിട്ടുള്ള മാത്സ് ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്യാൻ പറ്റും. ഐ എൻജോയ് ദാറ്റ്. ഓക്കെ, ഐ എം എക്സൈറ്റഡ് അറ്റ് ദാറ്റ്, വാട്ട് എവർ ദ കേസസ്. ഞാൻ പറഞ്ഞൊരു കേസ്, ഇത്രയ്ക്ക് ടഫ് ഉണ്ട് ഈ എക്സാം. 1%. ഇത് അറബിക്ക് ആയതുകൊണ്ടാണ് 20. ഏറ്റവും കൂടുതൽ ആളുകൾ ക്വാളിഫൈ ചെയ്യുന്നത് കൊമേഴ്സൊക്കെയാണ്. ഓക്കെ, 1,00,000 ആളുകളൊക്കെ എഴുതുന്ന സമയത്ത്
അറൗണ്ട് 1000 ആളുകൾ ക്വാളിഫൈ ചെയ്യാറുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഏകദേശം എത്ര ആളുകളാണ് അത് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ JRF കിട്ടാൻ ഒരു ഐഡിയ എന്താണെന്ന് ചോദിച്ചാൽ ഐഡിയ സിമ്പിളാണ്. ബി ദ ടോപ്പ് 1%. ഏറ്റവും കൂടുതൽ പഠിക്കുന്ന 1% ഒരാളാവുക, ഏറ്റവും കൂടുതൽ റിവൈസ് ചെയ്യുന്ന 1% ഒരാളാവുക, ഏറ്റവും കൂടുതൽ PYQ ചെയ്യുന്ന 1% ഒരാളാവുക, ഏറ്റവും കൂടുതൽ നെറ്റിനെക്കുറിച്ച് ആലോചിക്കുന്ന 1% ഒരാളാവുക. അത്ര മാത്രമേ ഉള്ളൂ. അവിടെയാണ് എത്ര മണിക്കൂറാണ് പഠിക്കേണ്ടത് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, ഒരു സിഗ്നിഫിക്കൻസ് ആസ്പെക്റ്റ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ഒരാളാവുക. അത് റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ് അടുത്ത പോയിൻ്റായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ലേണിംഗ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ടൈം ആൻഡ് പ്ലേസ്. ഞാൻ പറയും, ഒരു മനുഷ്യൻ തുടർച്ചയായിട്ട് എത്ര മണിക്കൂർ പഠിക്കാൻ പറ്റുക? നിങ്ങളുടെ അഭിപ്രായത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് എത്ര മണിക്കൂർ പഠിക്കാൻ പറ്റുക? അങ്ങനെയാണല്ലോ. നിങ്ങളുടെ അഭിപ്രായത്തിൽ 1 മണിക്കൂർ, പിന്നെ 1/2 മണിക്കൂർ. ഓക്കെ, ഞാൻ സ്കൂളിലൊക്കെ പഠിച്ച കാലത്ത് ഒരു പീരീഡ് 40 മിനിറ്റ് ആയിരുന്നു. അപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് 40 മിനിറ്റ് ആയിരുന്നു. പിന്നെ കോളേജിലെത്തിയപ്പോൾ 1 മണിക്കൂർ. കോളേജ് ഇപ്പോൾ 1 മണിക്കൂറാണോ? ഓക്കെ, കോളേജിലെത്തിയപ്പോൾ 1 മണിക്കൂറായി. അപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന 1 മണിക്കൂർ എന്നൊക്കെയുള്ള തിയറി വന്നു. ചില മാഷന്മാർ 2 മണിക്കൂറൊക്കെ ആക്കും. അതിലെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സമയം 2 മണിക്കൂർ എന്നുള്ളതൊക്കെ ആക്കും. പക്ഷേ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇത്ര കാലത്തൊരു ആസ്പെക്റ്റിൽ അതിനങ്ങനെ സമയമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ ചില ക്ലാസ്സുകൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് 1/2 മണിക്കൂർ കോൺസെൻട്രേഷൻ കിട്ടിയ ക്ലാസ്സുകളുണ്ടാവും, ചില ക്ലാസ്സുകളുണ്ടാവും 1 മണിക്കൂർ കോൺസെൻട്രേഷൻ കിട്ടിയ, അപൂർവം ചില ക്ലാസ്സുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ തുടർച്ചയായി കോൺസെൻട്രേഷൻ കിട്ടിയ, അപൂർവമായിരിക്കാം. അതേസമയം തിരിച്ചു ആലോചിച്ച് നോക്കുക, ചില ടീച്ചർമാരുടെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ചില ക്ലാസ്സുകൾ ഉണ്ടാവും, ഓക്കെ, നിങ്ങൾക്ക് 10 മിനിറ്റ് കോൺസെൻട്രേഷൻ കിട്ടിയിട്ടുണ്ടാവുള്ളൂ, ചിലത് 5 മിനിറ്റ് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ചില ടീച്ചർമാരുടെ ക്ലാസ് നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടാവും ഇതുവരെ കോൺസെൻട്രേഷൻ കിട്ടാത്ത ക്ലാസ്സുകൾ, അല്ലേ? ജീവിതത്തിൽ ഒരിക്കൽ പോലും കോൺസെൻട്രേഷൻ കിട്ടാത്ത ചില ക്ലാസ്സുകൾ ഉണ്ടാവും. അത് ടീച്ചർമാർ തന്നെ ആവണമെന്നില്ല കേട്ടോ, വാട്ടവർ ഇത് ഓൺലൈൻ ഓർ ഞാൻ ഉദ്ദേശിച്ച പർപ്പസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. വാട്ട് ഐ ഇൻറ്റൻഡ്. സോ ഐ വിൽ സേ സയൻറ്റിഫിക്കലി ഡിഫൈൻ ചെയ്യുമ്പോൾ അങ്ങനെ മണിക്കൂറൊക്കെ ഉണ്ടാവുമായിരിക്കാം. പക്ഷെ നമ്മളെ ബോഡിയെ, മനുഷ്യൻ്റെ ഏറ്റവും വലിയ കപ്പാസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് നമ്മളെ ബോഡിയെ നമ്മൾ സൈക്കോളജിയിൽ അഡാപ്റ്റേഷൻ, അക്കമഡേഷൻ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമുക്കിങ്ങനെ മാറ്റാൻ പറ്റും. 1 മണിക്കൂർ തുടർച്ചയായിട്ട് പഠിക്കാൻ പറ്റും, 2 മണിക്കൂർ തുടർച്ചയായിട്ട്, 3 മണിക്കൂർ, 4 മണിക്കൂർ, 5 മണിക്കൂറൊക്കെ പഠിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് നമ്മളെ മാറ്റാൻ പറ്റും. ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം, എത്ര മണിക്കൂർ പഠിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. സ്ഥലകാല സമയബോധമില്ലാതെ പഠിക്കുന്ന ഒരു സമയമാവണം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ചോദിക്കും, എത്ര മണിക്കൂർ പഠിക്കണമെന്ന് എന്തിനാ ആൾക്കാർ ചോദിക്കുന്നത് അറിയോ? ഞാനിപ്പോൾ 2 മണിക്കൂർ നിങ്ങൾ എന്നും പഠിച്ച JRF കിട്ടും എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ എന്താ ആലോചിക്കുക അറിയോ? സാറ് 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 8 മണിക്ക് തുടങ്ങും, 10 മണിക്ക് തീരും, 10:01 നിങ്ങൾക്ക് ഉറങ്ങാം, 10:01 മൊബൈലിൽ കളിക്കുക, 10:01 സിനിമ കാണാം. ഇത് എത്ര മണിക്കൂർ പഠിക്കണം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മളെ മനസ്സിലേക്ക് വരാം ഈ പഠിപ്പ് എപ്പോൾ നിർത്താന്നുള്ളതാണ്, അല്ലേ? നിർത്തിയിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും എന്തിനാണ് 2 മണിക്കൂർ പഠിക്കണമെന്ന് വെച്ചാൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പഠിക്കാക്കാനാണ്. ബേസിക്കലി എന്തിനാണ് 2 മണിക്കൂർ പഠിക്കണമെന്ന് വെച്ചാൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പഠിക്കാക്കാൻ വേണ്ടിയിട്ടാണ് 2 മണിക്കൂർ പഠിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ബേസിക്കലി എത്ര മണിക്കൂർ പഠിക്കണം എന്ന് ചോദിച്ചാൽ എത്രത്തോളം പഠിക്കുക, 2, 3, 4, 5, 8, 10 മണിക്കൂറൊക്കെ വേണമെങ്കിൽ തുടർച്ചയായിട്ടൊക്കെ പഠിക്കുക കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞത് വെച്ചാൽ അതൊരു ബേർഡൻ ആയിട്ടോ ടോക്സിക് ആയിട്ടോ എന്നുള്ള നേച്ചറിലല്ല, നമ്മൾ ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് എത്തണം. ഓക്കെ, എപ്പം പഠിപ്പ് തുടങ്ങിയെന്നൊരു ഐഡിയ ഉണ്ടാവില്ല. വിശക്കുമ്പോൾ പോയിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കും, ബാക്കി പരിപാടി ചെയ്യുമ്പോൾ പഠിക്കാൻ പോകും, തിരിച്ചു വരും, പിന്നെയും പോവും, പഠിക്കും, തിരിച്ചു വരും, പഠിക്കും, തിരിച്ചു വരും, പഠിക്കും, തിരിച്ചു വരും. ഓക്കെ, ആ ഒരു ലെവലിലേക്ക്. അതുപോലെ തന്നെ സമയവും പ്ലേസും ഒന്നും ഒരു ഇതും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, അടുത്ത പോയിൻ്റ് അതാണെന്ന് തോന്നുന്നു, നോർമലി നമ്മളെ പഠനത്തെ ചുരുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മളെ പഠനത്തിൽ ഉണ്ടാവരുത്. ഫോർ എക്സാമ്പിൾ, പഠിക്കാനായിട്ട് എൻ്റെ ഒരു ഒപ്പീനിയനിലാണ്, എൻ്റെ എക്സ്പീരിയൻസിലാണ് പഠിക്കാനായിട്ട് റൂം ഉണ്ടാക്കുക എന്നുള്ളത്, അല്ലേ? പഠിക്കാനായിട്ട് റൂം, പഠിക്കാനായിട്ടൊരു ടേബിള്, പഠിക്കാനായിട്ടൊരു കസാല, ഇതൊന്നും ഉണ്ടാക്കുക എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കേട്ടോ. എൻ്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ ഉമ്മ പറയായിരുന്നു, ആ റൂമിൽ നിന്ന്, ആ ടേബിളിൽ നിന്ന് നട്ടെല്ല് നിവർത്തിയിരുന്ന് പഠിക്കണം, എന്നാലേ തലയിൽ ശരിക്കും കയറുള്ളൂ എന്നുള്ളതൊക്കെ. പക്ഷേ ഈ നട്ടെല്ല് നിവർത്തിയിരുന്ന് സ്റ്റഡി റൂം പഠിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ആ സ്റ്റഡി റൂമിൽ എത്തിയാലേ പഠിക്കാൻ പറ്റുള്ളൂ. അത് മണിക്കൂറിൽ ഇത്ര നേരം ഉണ്ടാവുള്ളൂ. ഒരാൾക്ക് നട്ടെല്ല് നിവർത്തി കുറേ നേരം ഇരിക്കാനും പറ്റില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഞാൻ പറയാം, എപ്പോഴും പഠിക്കുക. കഴിഞ്ഞ എക്സാമിന് നെറ്റ് ക്വാളിഫൈ ചെയ്ത് ഞാൻ നിയർലി 100% കടന്നിട്ടാണ് പഠിച്ചിട്ടോ. കടക്കാത്തതുകൊണ്ട് കടക്കാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ടല്ല, ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ കടന്നിട്ട് പഠിച്ചിട്ടാണ് ഞാൻ ഈ റെക്കോർഡൊക്കെ ഉണ്ടാക്കിയത്. കാരണം എൻ്റെ കംഫർട്ടബിൾ, ചിലപ്പോൾ ഞാൻ തലകുത്തനി പഠിക്കും കേട്ടോ, ചിലപ്പോൾ ചില രസം ഉണ്ടാവില്ല കുറേ കടന്ന് പോരടിക്കുമ്പോൾ, ഓക്കെ, ചെറുതായിട്ടൊക്കെ. അപ്പം ഞാൻ പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ, ബെഡ്റൂമിൽ പഠിക്കാൻ പറ്റണം, ഈവൻ ബസ്സിന് വെയിറ്റ് ചെയ്യുമ്പോൾ പഠിക്കാൻ പറ്റണം, ബസ്സിന് പഠിക്കാൻ പറ്റണം, ഹോട്ടലിൽ ഫുഡ് വെയിറ്റ് ചെയ്യുമ്പോൾ, ഓക്കെ, ചില സമയമൊക്കെ ഉണ്ടെങ്കിൽ അപ്പം പഠിക്കാൻ പറ്റണം, ഓക്കെ, ഉറങ്ങുന്നതിന് മുമ്പ്, ഉറങ്ങുന്നതിന് ശേഷം, രാവിലെ എണീറ്റിട്ട് ഒരു സ്ഥലകാല സമയബോധം ഉണ്ടാവരുത്. അങ്ങനെ പഠിക്കാൻ പറ്റിയാലേ ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ.
അല്ലാതെ രാത്രി ഒരു സമയം പ്രൈം ടൈം എന്നൊക്കെ പറയുന്ന പോലെ പഠിക്കാനുള്ള ടൈം, പഠിക്കാതിരിക്കാനുള്ള ടൈം എന്നുള്ള ഒരു ആസ്പെക്റ്റ് ഒന്നും നിങ്ങൾ കൊണ്ടുവരരുത്. ഓക്കെ, ഓൾമോസ്റ്റ് എവിടെ നിന്നൊക്കെ പോസിബിൾ ആവണോ? കാരണം ഇതിൽ ഇത്ര മനസ്സിലാക്കിയാൽ മതി. മത്സര പരീക്ഷകളുടെ ഏറ്റവും വലിയ ക്രൂരമായ ആസ്പെക്റ്റ്, അൺഹെൽത്തി ആസ്പെക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൽ നിങ്ങൾ ജയിക്കണമെങ്കിൽ ബാക്കിയുള്ളവർ തോൽക്കണം എന്നുള്ളതാണ്. അത് നമ്മളൊക്കെ എത്തിക്ക് വെച്ചിട്ട് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല. ബാക്കിയുള്ളവരെ തോറ്റാൽ മാത്രമേ നമ്മൾ ജയിക്കുകയുള്ളൂ എന്നുള്ളതാണ് മത്സര പരീക്ഷകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ തോറ്റാലേ ജയിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെക്കാളേറെ മാർക്ക് വാങ്ങിയാലേ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. PGക്കും UGക്കും എന്ന പ്രശ്നമല്ല, ബാക്കിയുള്ളവർ എത്ര മാർക്ക് വാങ്ങുക എന്നുള്ളതും നമ്മൾ ജയിക്കുക എന്നുള്ളതും ഇൻഡിപെൻഡൻ്റാണ്. പക്ഷേ മത്സര പരീക്ഷകൾക്ക് ബാക്കിയുള്ള ആളുകൾ 3 മണിക്കൂർ പഠിച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും 3 മണിക്കൂർ ശരിക്കും പഠിക്കുന്ന കണക്കിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ശരിയല്ലാത്ത പഠിപ്പില്ല. ഓക്കെ, ബാക്കിയുള്ളവർ 3 മണിക്കൂർ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 മണിക്കൂർ പഠിക്കേണ്ടി വരും. ഓക്കെ, ആ ടൈം ജസ്റ്റ് ഒന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്, എക്സാക്ട് 3, 4 എന്നുള്ള കണക്ക് വെച്ചിട്ടല്ല. ഓക്കെ, ഇനി ബാക്കിയുള്ളവർ 5 മണിക്കൂർ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേറെ പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരെക്കാളേറെ പഠിക്കുക, നമ്മുടെ കൂടെ പ്രിപ്പയർ ചെയ്ത ആളുകളെക്കാളേറെ നമ്മൾ പഠിക്കുക എന്നുള്ളത് ഇതിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് ആണ്. എന്നുള്ളത് കൊണ്ട് തന്നെ പറ്റാവുന്ന അത്ര സമയം പഠിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സോഴ്സ് ഏതാ നിങ്ങളുടെ ടേക്കിൽ? എന്ത് ഉപയോഗിച്ച് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്? അവിടെയാണ് ഡിജിറ്റൽ ആവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. പഠനം ഡിജിറ്റൽ ആക്കുക, എത്രത്തോളം നേരത്തെ ആക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലത് കേട്ടോ. ജസ്റ്റിഫിക്കേഷൻ കുറേ ഉണ്ടാവും. ബുക്ക് വായിക്കുന്ന ഒരു നൊസ്റ്റാൾജിയ, ഓക്കെ, മൊബൈൽ വായിച്ചാൽ കിട്ടൂല, ടാബ് വായിച്ചാൽ കിട്ടൂല, ഒരു സുഖം കിട്ടൂല, തലയിൽ കയറൂല, ഇതൊക്കെ എനിക്കുണ്ടായിരുന്നു. ഞാൻ ക്വിസിനൊക്കെ പങ്കെടുക്കുന്ന കാലത്ത്, ഞാനും ദാവൂദൊക്കെയുള്ള കാലത്ത്, നമ്മളൊക്കെ ഏത് ക്വിസിന് പോയാലും ഫൈനലിലെത്തിയാൽ തന്നെ ഒരു 500-1000 രൂപയ്ക്ക് കിട്ടും. ഓക്കെ, ഫൈനലൊക്കെ നമ്മൾ ഏകദേശം എല്ലാ ക്വിസിനും എത്തും, ചാമ്പ്യന്മാരായിട്ടില്ലെങ്കിലും. നമ്മുടെ ഒരു മെയിൻ ഗോൾ എന്താണെന്ന് വെച്ചാൽ പൈസക്ക് ഒരു നല്ല ഫുഡ് അടിക്കുക, ഒരു പുസ്തകം വാങ്ങും. അന്നത്തെ ലോജിക്കായിരുന്നു. വീട്ടിൽ ചെറിയ ഒരു ലൈബ്രറി ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനും ആദ്യം ഈ ലോജിക്കിൻ്റെ ആളാണ് കേട്ടോ. ആ ഒരു ഫിസിക്കൽ ബുക്ക് കൊണ്ട് തുറന്ന് വായിക്കുന്ന ഒരു സുഖം ഒരിക്കലും ഒരു മൊബൈലിലോ ടാബിലോ ഒരു PDF വായിച്ചാൽ കിട്ടൂല, ആ സ്മെല്ല് കിട്ടൂല എന്നുള്ളൊക്കെ ഒരു ഐഡിയൻ്റെ ആളായിരുന്നു. കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഞാൻ ഫിസിക്കലി ഒരു സാധനം വായിച്ചിട്ടില്ല. എൻ്റെ മതപരമായ ചില ഗ്രന്ഥങ്ങളൊക്കെ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവാം എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് വായിച്ചിട്ടില്ല. അപ്പം ഡിജിറ്റൽ ആവുക, എത്രത്തോളം നേരത്താവാൻ പറ്റും അത്രത്തോളം നേരത്താവുക. ഫിസിക്കൽ ഓഫ്ലൈൻ ബുക്കിൻ്റെ നൊസ്റ്റാൾജിയ വിൽ നോട്ട് വർക്ക്. ഇറ്റ് വിൽ ബി ഓൺലി എ മാറ്റർ ഓഫ് ടൈം. ഓക്കെ, മാറ്റർ ഓഫ് ടൈം. ഡിജിറ്റലി എങ്ങനെ വായിക്കുന്നതാണ് ഏറ്റവും നല്ലത്? ടാബാണോ, മൊബൈലാണോ, ലാപ്പാണോ? ഈ ഒരു ഇൻഡിവിജ്വൽ ആൻസർ ഒന്നുമില്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ. ഏതാണ്? ലാപ്ടോപ്പ്, ടാബ്, മൊബൈൽ. ഫിസിക്കലി ഏറ്റവും നല്ലത് ഏതാ? ഡിജിറ്റലി ഏറ്റവും നല്ലത് ഏതാ? മൊബൈൽ തന്നെയാണ് കേട്ടോ. എന്തുകൊണ്ടാണ്? എപ്പോഴും നമ്മളെ കൈ ഉണ്ടാകുന്ന സാധനം മൊബൈലാണ്. എഗെയിൻ നിങ്ങൾ ടാബ് ആക്കിയാൽ ടാബ് തുറക്കുന്ന ഒരു സമയത്ത് മാത്രമേ അത് വായിക്കാൻ പറ്റുള്ളൂ. സോറി, ലാപ്പ് ആക്കിയാലൊക്കെ ഉള്ളത്. അപ്പം മൊബൈൽ ഉപയോഗിച്ചിട്ട് തന്നെ വായിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ നല്ലതിൻ്റെ റീസൺ കൂടി നിങ്ങൾക്ക് മനസ്സിലാവണം. ഏറ്റവും കൂടുതൽ സമയം നമുക്ക് പഠിക്കാൻ പറ്റുക അങ്ങനെയാണെങ്കിലാണെന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഏറ്റവും കൂടുതൽ സമയം നമുക്ക് പഠിക്കാൻ പറ്റുക മൊബൈൽ ഉപയോഗിച്ച് പഠിക്കുകയാണെങ്കിൽ മാത്രമാണ്. ബിക്കോസ് നമ്മൾ പറയല്ലോ, ബോധമുള്ള സമയത്തൊക്കെ നമ്മുടെ അടുത്ത് മൊബൈൽ ഫോൺ ഉണ്ടാവും അല്ലേ? ബോധമുള്ള സമയത്തൊക്കെ നമ്മുടെ അടുത്ത് മൊബൈൽ ഫോൺ ഉണ്ടാവും. അതിൽ ടെസ്റ്റ് ആവാം, വീഡിയോ ആവാം, ക്ലാസ്സുകളാവാം, മെറ്റീരിയൽ ആവാം, സംഭവങ്ങളായിരിക്കും. അപ്പം എത്രയും പെട്ടെന്ന് 100% ഡിജിറ്റൽ ആവാൻ പറ്റുമോ അത്രയും ഡിജിറ്റൽ ആവുക. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അപ്പോൾ അതിനൊക്കെ വരുന്നുണ്ടോന്ന്, പറ്റാവുന്ന അത്ര നോട്ട് എഴുതുന്നത് കുറക്കുക. നമ്മളൊക്കെ ഒരു ശീലമുണ്ട്. ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ കോളേജിൽ പോയ കാലത്ത്, ഞാൻ കോളേജിൽ എന്താ പോയിരുന്നത്, ഇപ്പോൾ മാറിയിട്ടുണ്ടാവും. ഞാൻ കോളേജിൽ എന്തിനാണ് പോയിന്ന് ചോദിച്ചാൽ നോട്ട് ചെയ്താനാണ് കേട്ടോ. ഒരു മിസ്സാണ്ട് വരും, ഞാൻ ക്ലാസ്സിലാണ് കയറും, മിസ്സ് പറഞ്ഞ ഫുള്ള് ഞാൻ കുറച്ചൊക്കെ പഠിപ്പിച്ചായിരുന്നു. ഫസ്റ്റ് തൊട്ടിട്ട് A to Z വരെ നോട്ട് ഇങ്ങനെ എഴുതി വെക്കും. പിന്നെ വീട്ടിൽ പോയിട്ട് പരീക്ഷയ്ക്ക് ആ നേരത്തെ നോട്ട് പഠിക്കും. ഇതായിരുന്നു എൻ്റെ പഠനം. അല്ലാതെ മിസ്സ് പറഞ്ഞ പ്രത്യേകിച്ച് മനസ്സിലാവുന്നില്ല, ഇതിൻ്റെ കൂടെ എങ്ങനെ മനസ്സിലാക്കുന്നുള്ളതല്ലാതെ കംപ്ലീറ്റ് നോട്ട് എഴുതി വെക്കുമായിരുന്നു. എൻ്റെ ക്ലാസ്സിൽ ഓൾമോസ്റ്റ് എല്ലാവരും, കുറച്ചൊക്കെ പഠിക്കുന്ന എല്ലാവരും അങ്ങനെയായിരുന്നു. ഇപ്പം എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ മാറ്റമൊക്കെ ഉണ്ടല്ലോ അല്ലേ? മാറ്റമൊക്കെ ഉണ്ട്. ഓക്കെ, സോ ബേസിക്കലി അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നോട്ട് എഴുതുന്നത് കൊണ്ട് ഇതിന് കുറേ കാരണം ഉണ്ടാവില്ല. നോട്ട് എഴുതിയാലാണ് തലയിൽ കയറുക. അപ്പോൾ എഴുതുന്നത് കാരണം കൂടുതൽ തലയിൽ കയറും, കൂടുതൽ മെമ്മറി ഉണ്ടാവും എന്നൊക്കെ സയൻസ് ഉണ്ടാവും. പക്ഷേ പ്രോബ്ലം എവിടെയെന്ന് ചോദിച്ചാൽ, തീരെ നോട്ട് എഴുതണ്ടെന്നുള്ള അഭിപ്രായക്കാരനല്ല കേട്ടോ ഞാൻ. ഇവിടെ പ്രശ്നം എവിടെയെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആലോചിക്കുക, ഈ മത്സര പരീക്ഷകളുടെ പ്രശ്നം തന്നെയാണ്. സപ്പോസ് 2 കുട്ടികളുണ്ട്, കുട്ടി A ആൻഡ് കുട്ടി B. കുട്ടി A എന്ന് പറഞ്ഞാൽ നമ്മളാണ്. നമ്മൾ 2 മണിക്കൂർ ക്ലാസ് കേൾക്കുന്നു, അല്ലെങ്കിൽ 2 മണിക്കൂർ ക്ലാസ്സിൻ്റെ റെക്കോർഡിങ്സ് വരുന്നു. ഇനി ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യണോ റെക്കോർഡിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്യണോ നല്ലത്?
രണ്ട് ഓപ്ഷനും ഉണ്ട്. നിങ്ങൾക്ക് ലൈവ് അറ്റൻഡ് ചെയ്യാൻ റെക്കോർഡ് പറ്റും. പക്ഷേ നല്ലൊരു ക്ലാസ്സുള്ള അധ്യാപകൻ്റെ ക്ലാസ്സാണ് ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുക. ലൈവ് ഉണ്ടെങ്കിൽ ഓൺലൈനൊക്കെ നിങ്ങൾ ലൈവ് അറ്റൻഡ് ചെയ്യണം. എന്തിനാ അറിയോ? നിങ്ങൾ നല്ല അറിയുന്ന ആളാണെങ്കിൽ റെക്കോർഡിംഗ് അറ്റൻഡ് ചെയ്തിട്ട് സ്പീഡ് 2x 3x ആക്കുകയാണ് നല്ലത്. പക്ഷേ നിങ്ങൾക്ക് അറിയാത്തൊരു വിഷയമാണെങ്കിൽ നിങ്ങൾ ലൈവ് അറ്റൻഡ് ചെയ്യുക. കാരണം 2 മണിക്കൂറിൻ്റെ ലൈവ് കാണാൻ എത്ര വേണം? 2 മണിക്കൂർ കാണണം. 2 മണിക്കൂറിൻ്റെ ലൈവിൻ്റെ റെക്കോർഡിംഗ് 2 മണിക്കൂർ കൊണ്ട് കണ്ട് തീരുമല്ലോ കേട്ടോ. അതിൻ്റെ അടുക്കൊന്ന് ദാഹിക്കും, അതിൻ്റെ അടുക്കൊന്ന് വെള്ളത്ത് പോകേണ്ടി വരും, വെള്ളം കുടിക്കാൻ പോകേണ്ടി വരും, മൊബൈലിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് മെസ്സേജുകളും നോക്കേണ്ടി വരും. ഓക്കെ, ചിലപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കേണ്ടി വരും. സംഭവം വീഡിയോ 2 മണിക്കൂറേ ഉണ്ടാവുള്ളൂ. ഓക്കെ, പക്ഷേ ആ 2 മണിക്കൂറിൻ്റെ വീഡിയോ കണ്ട് തീരുമ്പോഴത്തേന് ചിലപ്പോൾ 3 മണിക്കൂർ 3.5 ചിലപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതുകൊണ്ട് ബിക്കോസ് ഇറ്റ് ടേക്സ് ടൈം നോർമലി ഈവൻ ദോ ഇറ്റ്സ് അവൈലബിൾ ദർ. അതാണ് ഞാൻ പറഞ്ഞത്. കുട്ടിയെ ഫുള്ള് നോട്ട് ചെയ്തൊന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ 2 മണിക്കൂറിൻ്റെ ക്ലാസ് 2 മണിക്കൂർ കാണുന്നു, 2 മണിക്കൂർ നോട്ട് എഴുതുന്നു. ഓക്കെ, 2 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ ക്ലാസ് നോട്ട് ചെയ്യുന്ന റെക്കോർഡിംഗ് ഒക്കെ ആണെങ്കിൽ വീണ്ടും ചിലപ്പോൾ 2-3 മണിക്കൂർ എടുക്കും. ലൈവ് ക്ലാസ് ആണെങ്കിൽ അത്ര പ്രശ്നം വരില്ല. ഓക്കെ, ഐ മീൻ ക്ലാസ്സിൽ തന്നെ എഴുതുന്ന നോട്ടിന് അത്ര പ്രശ്നം വരില്ല. അപ്പോൾ നിങ്ങൾ നോട്ട് എഴുതാൻ അടുത്ത് 2-3 മണിക്കൂർ എടുക്കുകയാണെങ്കിൽ ടോട്ടൽ ആ ക്ലാസ് കണ്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഒരു 3-4 മണിക്കൂർ നിങ്ങൾ എടുക്കും. പിന്നെയാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങാം. അതേസമയം നിങ്ങൾ കുട്ടി ബീനെ എടുക്കുക. കുട്ടി ബി പ്രത്യേകിച്ച് നോട്ടൊന്നും എഴുതില്ല. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്തിട്ട് കേട്ടോ. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്തിടാം. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആ കുട്ടി 2 മണിക്കൂർ ക്ലാസ്സിൽ തന്നെ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ആ 2 മണിക്കൂർ ക്ലാസ്സിൽ തന്നെ ഒരു വട്ടം അത് പഠിച്ച് തീർന്നിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ പഠിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ആ കുട്ടിയുടെ ഫസ്റ്റ് ടൈം റിവിഷനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവും. ആർക്കാണ് കൂടുതൽ ആൻസർ ചെയ്യാൻ പറ്റുക? ദിസ് ഈസ് എ സിമ്പിൾ ലോജിക്. ഓക്കെ, നിങ്ങൾ 10 മണിക്കൂർ എടുത്ത് പഠിച്ച് നോട്ട് ചെയ്യുന്ന ഒരു കുട്ടി 6 മണിക്കൂർ ഇരുന്ന് പഠിച്ച് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഈസ് യുവർ കമ്പറ്റീറ്റർ ഇൻ ദ കമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ വേൾഡ്. ഓക്കെ, നോട്ട് എഴുതി പഠിച്ചാലേ ഓർമ്മ ഉണ്ടാവുള്ളൂ സാറേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്, നിങ്ങൾ ഇത്ര കാലം നോട്ട് എഴുതി പഠിച്ചൊക്കെ ഓർമ്മ ഉണ്ടോ? നോട്ട് ചെയ്ത് പഠിച്ചിട്ട് തന്നെ ഓർമ്മ ഉണ്ടോ? ഇല്ല. ദ ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ് സേസ് ദാറ്റ് എന്ത് ചെയ്ത് പഠിച്ചാലും ആദ്യം പഠിച്ച് മറക്കും. ഇറ്റ്സ് എ സിമ്പിൾ ലോജിക്. ദർ ഈസ് നത്തിങ്. ഒറ്റ തവണ പഠിച്ചിട്ട് ഒക്കെ മെമ്മറി കാർഡിൽ കയറ്റാ ഒരേ ഒരു കാര്യം, ന്യൂറാലിങ്കിൻ്റെ ഒക്കെ മെമ്മറി കാർഡൊക്കെ വന്നിട്ട് അങ്ങോട്ടൊക്കെ കയറ്റാൻ പറ്റുമെങ്കിൽ കയറ്റാൻ പറ്റുന്നല്ലാതെ ഹ്യൂമൻ ബ്രെയിനിനെ വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെ പഠിച്ചാലും മറക്കും. എന്ത് മെത്തേഡ് ഉപയോഗിച്ചിട്ട് 1 ടൈം പഠിച്ചാലും മറക്കും. അല്ലെങ്കിൽ ആ മെത്തേഡ് തന്നെ 1 മണിക്കൂറിൻ്റെ 10 മണിക്കൂർ കൊണ്ട് പഠിച്ചിട്ട് അതിൽ തന്നെ മൈൻഡ് മാപ്പ് വരച്ചിട്ട് അതിൽ തന്നെ അടുത്തൊരു ആസ്പെക്ട് പഠിച്ചിട്ട് അതിൽ തന്നെ റിവിഷൻ ചെയ്തിട്ടൊക്കെ ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യായിരിക്കും. ഓക്കെ, ഒരു വാട്ട് വീക്കെൻഡ്സ് അപൂർവം കേസുകൾ എന്ന് പറയുന്നത്. അപ്പം ഞാൻ അതാ പറഞ്ഞത്, നോട്ട് എഴുതുക, ഡീറ്റെയിൽ ആയിട്ട് നോട്ട് എഴുതുക, ഓഫ്ലൈൻ പുസ്തകങ്ങളിലേക്ക് പോവുക, ഫിസിക്കൽ പുസ്തകങ്ങൾ വായിക്കുക. ഇത് മാത്രം എന്നുള്ളതാണ്. ഫിസിക്കൽ പുസ്തകങ്ങൾ വേണ്ട എന്നുള്ള അഭിപ്രായക്കാരനൊന്നുമല്ല ഞാൻ. ഓക്കെ, സ്റ്റിൽ പക്ഷേ ഒരു ഇനീഷ്യലി മിക്സ് ഓഫ് ക്രമേണ അതിലേക്ക് വരണം എന്നുള്ളതാണ്. നോട്ട് അഗെയിൻസ്റ്റ് ഫിസിക്കൽ ഓർ നോട്ട് അഗെയിൻസ്റ്റ് നോട്ട് റൈറ്റിംഗ്. കംപ്ലീറ്റ് ആയിട്ട് സമയമെടുക്കുന്ന നോട്ട് റൈറ്റിങ്ങോ കംപ്ലീറ്റ് ആയിട്ട് ഫിസിക്കൽ പുസ്തകങ്ങളിലൂടെ മാത്രം പഠിക്കുക എന്നുള്ളൊരു ആസ്പെക്റ്റുകളോ എസ്പെഷ്യലി ഇന്നത്തെ ഡിജിറ്റൽ കാലത്ത് ഉപയോഗിച്ചാൽ ഇറ്റ് വിൽ ടേക്ക് യുവർ ടൈം. പക്ഷേ നിങ്ങൾ ഡിഗ്രിക്കോ പി ജിക്കോ ആണെങ്കിൽ ഇതൊന്നും പ്രശ്നമല്ല കേട്ടോ. നിങ്ങളൊരു പി ജി എക്സാമിനാണ് നിങ്ങൾ എഴുതുന്നെങ്കിൽ നിങ്ങൾ എത്ര നോട്ട് ചെയ്താലും പ്രശ്നമല്ല. ഓക്കെ, നിങ്ങൾ എത്ര ഐ വിൽ സേ ഓഫ്ലൈൻ പുസ്തകം വായിച്ചാലും പ്രശ്നമല്ല. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ക്വാളിഫയിങ് എക്സാമാണ്. ക്വാളിഫയിങ് എക്സാം എന്ന് പറയുമ്പോൾ പഠിച്ചോലൊക്കെ ജയിക്കും. അതെങ്ങനെ പഠിച്ചാലും പ്രശ്നമല്ല. പക്ഷേ മത്സര പരീക്ഷകളിൽ കൂടുതൽ പഠിച്ചാലാണ് ജയിക്കുക. ബാക്കിയുള്ളവരെക്കാളരെ പഠിച്ചാലാണ് ജയിക്കുക. അപ്പോൾ എന്നോട് ചിലർ ചോദിക്കും എപ്പോഴാണ് പഠിച്ചിട്ട് ഉറങ്ങേണ്ടതെന്നൊക്കെ ചോദിക്കും. ലോജിക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇന്ന് രാത്രി പോയിട്ട് അല്ലെങ്കിൽ നാളെ രാത്രി പോയി പഠിച്ച് ഇങ്ങനെ ഉറങ്ങാൻ നേരത്ത് നിങ്ങൾ ആലോചിക്കാം. നിങ്ങളോട് കോമ്പീറ്റ് ചെയ്യുന്ന പല കുട്ടികളും ഉണ്ടാവില്ല. ഇന്ത്യയിൽ മൊത്തം നെറ്റ് എക്സാമിന് പഠിക്കുന്ന കുട്ടികളുണ്ടാവും. ഇപ്പം നിങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുവാഹത്തിയിലൊരു കുട്ടി പഠിക്കുന്നുണ്ടാവും, നിങ്ങളോട് മത്സരിക്കുന്ന പൂനെയിലൊരു കുട്ടിയൊക്കെ പഠിക്കുന്നുണ്ടാവും. ആ കുട്ടി ഉറങ്ങി നിങ്ങൾക്ക് തോന്നി ഞങ്ങൾ ഉറങ്ങിക്കോളൂ കേട്ടോ. ഓക്കെ, ആ കുട്ടി പഠിപ്പ് നിർത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നി ഞങ്ങൾ ഉറങ്ങിക്കോളൂ, നിങ്ങൾക്ക് ചേരാപ്പെട്ടു. തോന്നിയില്ലെങ്കിലോ പിന്നെയും പഠിക്കുക. രാത്രി കുറേ നേരം പഠിച്ചാൽ എന്താ സംഭവിക്കുക? ഒന്നുമില്ല, രാവിലെ ആവും. വേറെ ഒന്നുമില്ല കേട്ടോ. എപ്പോഴും അതുതന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അടുത്ത ദിവസമാവും, രാവിലെ കുറേ കഴിഞ്ഞാൽ രാത്രിയാവും. പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഓക്കെ, നത്തിങ് ഈസ് വൺസ് ഇൻ എ വൈലൊക്കെ കുറച്ചധികം നേരം കണ്ടിന്യൂസ് ആയി പഠിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പഠനത്തിന് ആവശ്യം ചില സമയങ്ങളിൽ ഉറക്ക് കുറച്ചാലും പ്രശ്നമില്ല എന്നുള്ളതാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഉറക്ക് കുറക്കുന്നതിന് ഇതിനെക്കുറിച്ചോ അല്ല, ഹെൽത്ത് പരമായിട്ട് എന്തെങ്കിലും കണ്ടീഷനുള്ള ആളുകളുടെ കേസുമെല്ലാം ഞാൻ പറയുന്നത് നോർമൽ ആസ്പെക്റ്റിലേക്ക് മാത്രമാണ് പറയുന്നത്. നിങ്ങൾ വലിയ കുട്ടികളായതുകൊണ്ടാണ് കേട്ടോ ഉറക്ക് കുറക്കുന്നതിനും പഠിക്കുന്നതിനും കണ്ടിന്യൂസിൻ്റെ ആസ്പെക്റ്റൊക്കെ ഞാൻ പറയുന്നത്. നിങ്ങളെ എന്തെങ്കിലും സ്പെഷ്യൽ കേസ് ഉണ്ടെങ്കിൽ അതും കൂടി കൺസിഡർ ചെയ്തിട്ട് മാത്രമായിരിക്കണം നിങ്ങളെ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞ ഒരു കേസ് എന്താണെന്ന് ചോദിച്ചാൽ ഡിജിറ്റലാവുക, പറ്റാവുന്നത്ര ഡിജിറ്റലായിട്ട് വായിക്കുക, പറ്റാവുന്നത്ര ഡിജിറ്റലായിട്ട് നോട്ട് ചെയ്യുക, പറ്റാവുന്നത്ര ചാറ്റ് GPT ഉപയോഗിക്കുക. ചാറ്റ് GPT ഓർ എനി AI ടൂൾസ്.
ഓക്കെ, AI ടൂൾ ഉപയോഗിച്ചാൽ ചിലർക്ക് പലരും അത് ഉപയോഗിക്കും. ഈ നന്നായിട്ട് റീസെൻ്റ്ലി കാണുന്ന ഒരു ട്രെൻഡാണ്. പഠിക്കാൻ കുറച്ച് മടിയുള്ള ആളുകളൊക്കെ ഓക്കെ AI ടൂൾ ഉപയോഗിക്കുന്നതിൽ വളരെ ഉഷാറാണ്. കുറച്ചുകൂടി ഇതാണ് അത്യാവശ്യം നല്ല പഠിപ്പിസ്റ്റുകൾക്കൊക്കെ AI ടൂളാണ് ഉപയോഗിക്കുമ്പോൾ ഒരു എസൻസ് നഷ്ടപ്പെടുന്ന ഒരു ഫീലിംഗ് ചിലർക്കൊക്കെ ഉണ്ട്. പഠിക്കുന്നൊരു സുഖമില്ലാതെ ആവുന്നുണ്ടോ, എൻ്റെ ഒരു കഴിവിനപ്പുറത്തേക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ ഫീൽ ചെയ്യുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. എത്രത്തോളം AI ടൂൾ ഉപയോഗിക്കാൻ പറ്റും അത്രത്തോളം ഉപയോഗിക്കാം. ഓക്കെ, എത്രത്തോളം ടെക്നോളജി, എത്രത്തോളം ChatGPT വാട്ടെവർ യൂസ് ചെയ്യാൻ പറ്റും അത്രത്തോളം യൂസ് ചെയ്യുക. കാരണം നേരത്തെ പറഞ്ഞ ഗുവാഹത്തിയിലെ കുട്ടി ചിലപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ആ കുട്ടിയെ നമുക്ക് തോൽപ്പിക്കാനുള്ളതാണ്. അതിനേക്കാളേറെ നമ്മൾ പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ്. ഇത് പിന്നെ ഞാൻ പറഞ്ഞത് തന്നെയാണ്, മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് പഠന രീതിയും മാറ്റുക, ഡിജിറ്റൽ ആക്കുക, പ്ലേസ് ഇല്ലാതെയാക്കി മാറ്റുക, നോട്ട് എഴുതുന്ന മെത്തേഡുകൾ മാറ്റുക, വായിക്കുന്ന മെത്തേഡുകൾ മാറ്റുക, റിവിഷൻ്റെ മെത്തേഡുകൾ മാറ്റുക, ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതികൾ മാറ്റുക, ഓക്കെ PYQs മാറ്റുക. എങ്ങനെയൊക്കെ നിങ്ങൾക്ക് സ്റ്റൈലുകൾ മാറ്റാൻ പറ്റുമോ ഓക്കെ അങ്ങനെയൊക്കെ നിങ്ങൾ സ്റ്റൈലുകൾ മാറ്റുക. സ്റ്റൈലുകൾ മാറ്റുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, എസ്പെഷ്യലി ഇൻ കമ്പറ്റീറ്റീവ് എക്സാം. ഓക്കെ, എസ്പെഷ്യലി ഇൻ കമ്പറ്റീറ്റീവ് എക്സാം എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് ദ ഓൺലൈൻ എക്സാം എക്സ്പെർട്ടൈസ് എന്ന് പറയും. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇതോടൊപ്പം തന്നെ ഈ ഒരു 1% ഒറ്റ പോയിൻ്റ് കൂടി പറഞ്ഞിട്ട് ഓൺലൈൻ എക്സാം എക്സ്പെർട്ടൈസിൽ പറയാം. ഈ 1% നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്ന ഒരു സീക്രട്ട് എന്താണെന്ന് ചോദിച്ചാൽ, JRF സീക്രട്ട് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെപ്പോഴും പറയും ലവ് ദ ബോറിംഗ് ടോപ്പിക്സ് എന്ന് പറയും. ഓക്കെ, ഞാൻ പറഞ്ഞു 8 വ്യത്യസ്ത സബ്ജക്റ്റുകളിൽ ഞാൻ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീസണുകളിൽ ഒന്ന് എനിക്കൊരു ഓൺലൈൻ എക്സാം എക്സ്പെർട്ടൈസ് ആണ്. ഞാൻ അതിലേക്ക് വരാം. രണ്ടാമത്തെ ഒരു കാരണം, പേപ്പർ 1 ഏറ്റവും കൂടുതൽ കുട്ടികൾ ടഫായിട്ട് പറയുന്ന 3 സബ്ജക്റ്റുകളുണ്ട്. ഏറ്റവും കൂടുതൽ എല്ലാവർക്കും അതാണെന്നല്ല പറയുന്നത്. മാത്തമെറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ, ലോജിക്കൽ റീസണിങ്. എനിക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള വിഷയങ്ങൾ ഇതാണ്. ദാറ്റ്സ് എ സിമ്പിൾ റീസൺ. നിങ്ങൾ എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ സബ്ജക്റ്റിൽ ഒരു ബോറിംഗ് ടോപ്പിക് ഉണ്ടാവും. ആ ബോറിംഗ് ടോപ്പിക് നിങ്ങൾ അങ്ങ് ഇഷ്ടപ്പെടുക. എൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എനിക്ക് ഫസ്റ്റ് JRF ഇടുന്നത് സൈക്കോളജിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ഡിഗ്രി ബാക്ക്ഗ്രൗണ്ട് ഇല്ല, PG ബാക്ക്ഗ്രൗണ്ടും ഇല്ല. ഫസ്റ്റ് ഞാൻ എക്സാമാണ് എഴുതുന്നത്, ജസ്റ്റ് PG രജിസ്റ്റർ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ പഠിക്കും. ഇതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സൈക്കോളജിയിൽ ലാസ്റ്റ് ഒരു അപ്ലൈഡ് സ്റ്റാറ്റിയുടെയും അപ്ലൈഡ് റിസർച്ച് മെത്തഡോളജിയുടെയും ഒരു 5 ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ ഡിസ്കസ് ചെയ്ത് അവിടെ എത്തുമ്പം തന്നെ എൻ്റെ ഫ്രണ്ട്സ് പറയും, സൈക്കോളജി പഠിച്ച എൻ്റെ ഫ്രണ്ട്സ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ച വലിയ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന JRF ക്വാളിഫൈ ചെയ്ത പിന്നെ പഠിച്ചൊക്കെ ആളുകളാണ്. അവർ പറയും, അനീസേ ഈ ക്വസ്റ്റ്യൻ നോക്കണ്ട, ഈ ക്വസ്റ്റ്യൻ നല്ല ടഫ് ചോദ്യമാണ്, ഇന്ത്യയിൽ ആരും നോക്കാത്ത ചോദ്യങ്ങളാണ്. ഓക്കെ, ഇന്ത്യയിൽ ഒരു കുട്ടി അവൾ എന്തുകൊണ്ടാണ് പറഞ്ഞത് എനിക്കറിയില്ല, എവിടെ പോയാലും ഇതന്നെ സ്ഥിതി, ആ 5 ക്വസ്റ്റ്യൻ നോക്കില്ല എന്നൊരു സൈക്കോളജി ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ മനസ്സിലാക്കി, ഞാൻ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളെ തോൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഒരിക്കലും ലക്ക് വെച്ചിട്ട് തോൽപ്പിച്ചൊന്നുമില്ല കേട്ടോ, പഠിച്ചിട്ട് തന്നെ തോൽപ്പിച്ചാണ്. ഓക്കെ, ഫസ്റ്റ് ഞാൻ അതിൽ ചെയ്തൊരു സാധനം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഇവർക്കൊന്നും ഇഷ്ടമില്ലാത്ത, ഇവരാരും പഠിക്കാത്ത ടോപ്പിക്കാണ് ഈ അപ്ലൈഡ് സ്റ്റാറ്റി, അപ്ലൈഡ് റിസർച്ച് മെത്തഡോളജി. ഞാൻ ആദ്യം തന്നെ തീരുമാനിച്ചു, ഞാൻ ആദ്യം പഠിക്കാൻ പോകുന്നതാണ്. ഓക്കെ, I fell in love with Stati even before I don't know what Stati is all about. The only reason I fell in love with Stati was others were hating Stati. മത്സര പരീക്ഷകളിൽ നിങ്ങളുടെ സബ്ജക്റ്റിൽ ഇഷ്ടമല്ലാത്ത ബോറിംഗ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ ഉണ്ടല്ലോ, ദാറ്റ്സ് ഗോയിങ് ടു ഗിവ് യു JRF. അതാണ് നിങ്ങൾക്ക് JRF തരാം. എല്ലാവർക്കും ഈസി ഉള്ള ടോപ്പിക് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഈസി ഇല്ലേ, അതെല്ലാവർക്കും ഈസി ആയിരിക്കും കേട്ടോ. ഓക്കെ, ആ ടോപ്പിക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷിക്കൊന്നും വേണ്ട, അതെല്ലാവർക്കും ഈസി ആയിരിക്കും. മത്സര പരീക്ഷയിൽ അതെല്ലാവരും എഴുതും. ക്വാളിഫയിങ് എക്സാമിൽ വെൽ ആൻഡ് ഗുഡ്, അതെല്ലാവരും എഴുതിയാൽ എല്ലാവർക്കും മാർക്ക് കിട്ടും, നിങ്ങൾക്ക് മാർക്ക് കിട്ടും, നോ ഇഷ്യൂ. പക്ഷെ മത്സര പരീക്ഷയിൽ അതെല്ലാവരും എഴുതാൻ പോകുന്ന ചോദ്യങ്ങളാണ്. അത് നിങ്ങൾ എഴുതിയോണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നിങ്ങൾ എഴുതിയോണ്ട് എല്ലാവരുടെയും ലെവലിൽ നിങ്ങളെത്തും. ആ ലെവലിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്ട്രാ എഡ്ജ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ബോറിംഗ് ടോപ്പിക്സ് ഇഷ്ടപ്പെടണം, ബോറിംഗ് ടോപ്പിക്സ് പഠിക്കണം. ഈ പോസിബിൾ ഫസ്റ്റ് അതന്നെ പഠിക്കണം. അപ്പം നമ്മൾ അടുത്ത പ്രശ്നം എന്താ ഉണ്ടാവുക, ടോപ്പിക്ക് ബോറാണല്ലോ എന്നുള്ളതാണ് അല്ലേ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഞാനൊക്കെ വിശ്വസിക്കുന്നത് ദർ ആർ നോ ബോറിംഗ് ടോപ്പിക്സ്, ദർ ആർ ഓൺലി ടോപ്പിക്സ് ദാറ്റ് ആർ ടോട്ട് ബോറിംഗ്ലി ഓർ റിഡൺ ബോറിംഗ്ലി ഓർ ലേൺ ബോറിംഗ്ലി. ബോറിംഗ് ആയിട്ട് പഠിക്കുകയോ ബോറിംഗ് ആയിട്ട് ക്ലാസ് എടുക്കുകയോ ബോറിംഗ് ആയിട്ട് എഴുതപ്പെടുകയോ ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രമാണുള്ളത്. അല്ലാതെ ബോർ എന്ന് പറഞ്ഞ ടഫ് എന്ന് പറഞ്ഞ ടോപ്പിക്കൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാം. ടഫ് എന്നുള്ള ടോപ്പിക്ക് ഒരിക്കലും ഈസി ഒന്നും ആവില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ വലുതാവും ടഫിൻ്റെ ചോദ്യത്തിന് ഉത്തരം ചെയ്യാൻ മാത്രം നിങ്ങൾ വലുതാവും എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ എന്ത് മനസ്സിലാക്കുക,
നിങ്ങളുടെ സബ്ജക്റ്റിൽ ഇന്ന് പോയിട്ട് ചെയ്യേണ്ടത്, നിങ്ങളുടെ സബ്ജക്റ്റിൽ മനസ്സിലേക്ക് ഏകദേശം ആ ടോപ്പിക്ക് വന്നിട്ടുണ്ടാവില്ല അല്ലേ? ഏതാ നിങ്ങളുടെ സബ്ജക്റ്റിൽ കൂടുതൽ കുട്ടികൾക്ക് ഇഷ്ടമല്ലാത്തത്, കൂടുതൽ ബോറിംഗ് ആയിട്ടുള്ളത്, കൂടുതൽ ടഫ് ആയിട്ടുള്ളത്, അത് ആദ്യം ഇഷ്ടപ്പെടുക, അത് നന്നായിട്ട് പഠിക്കാം. അതാണ് JRF കിട്ടുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പേപ്പർ 1 വരുമ്പോൾ നോർമലി അത് വരുന്നത് ജനറൽ പേപ്പറിൽ മാത്സ്, ലോജിക്കൽ, ഡാറ്റയാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി എൻവയോൺമെൻറ്റ്, ഹയർ എഡ്യൂക്കേഷൻ കുറച്ച് ഇൻഡെപ്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അതും ഇപ്പോൾ കുട്ടികൾക്ക് ടഫായി തുടങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്ക് ടഫായതല്ല, ഉത്തരം കിട്ടാത്തതാണ്. കാരണം അത്രയ്ക്ക് വാസ്റ്റാണ്, പഠിക്കുന്നത് ഭയങ്കര വാസ്റ്റായിട്ട് അവർ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്, ഓരോരോ പൊല്യൂട്ടൻ ഡീറ്റെയിൽ സംഭവങ്ങൾ, വാല്യൂ നമ്പറൊക്കെ വെച്ചിട്ട്. അപ്പോൾ പറഞ്ഞ കാര്യത്രേ ഉള്ളൂ, എന്താണോ ടഫായിട്ടുള്ളത്, എന്താണോ ബോറിംഗ് ആയിട്ടുള്ളത്, ആ ടോപ്പിക്കുകൾ നന്നായിട്ട് പഠിക്കുക, ആ ടോപ്പിക്കുകൾ ഇഷ്ടപ്പെടുക. അതോടൊപ്പം തന്നെ നിങ്ങളെ സബ്ജക്റ്റിൽ, ഏത് സബ്ജക്റ്റിലും ഓരോരോ വിഷയങ്ങൾ പഠിക്കാനുള്ള ഏറ്റവും, ബൈബിൾ എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകങ്ങളുണ്ടാവും. അത് പഠിക്കുക, അതിനപ്പുറത്തേക്കും പഠിക്കുക. അത് പഠിക്കുക, അതിനപ്പുറത്തേക്കും പഠിക്കുക എന്ന് പറയാൻ കാരണം എന്താ? നേരത്തെ പറഞ്ഞ അതേ കാര്യം. ആ ബുക്ക് എല്ലാവരും പഠിക്കും അല്ലേ? എല്ലാ പഠിപ്പിസ്റ്റുകളും ആ ബുക്ക് പഠിക്കും. അതിനപ്പം അല്ലെങ്കിൽ സെയിം ബുക്കും തന്നെ എല്ലാ തവണയും ചോദ്യം വരുന്നതേ ഉള്ളൂ എങ്കിൽ പ്രശ്നമൊന്നുമില്ല. ആ പുസ്തകം പഠിക്കുക, വേറെ ആരും ചെയ്യാത്തത്ര പുസ്തകം റിവൈസ് ചെയ്യാം. ചിലപ്പോൾ ചില സബ്ജക്റ്റുകളിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പുസ്തകം ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം JRF കിട്ടാൻ മാത്രം ചോദ്യം ആ പുസ്തകത്തിൽ നിന്ന് തന്നെ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ നീറ്റ് ബയോളജിയൊക്കെ നമ്മൾ പറയാറുണ്ട്, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഓൾമോസ്റ്റ് 100% NCERT +1 +2 ബയോളജിൻ്റെ അടിസ്ഥാനത്തിലാണെന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, റീസെൻ്റ്ലി ചെറിയ മാറ്റങ്ങൾ. അപ്പോൾ എന്ത് വന്നാലും 100% അതിൻ്റെ ക്വസ്റ്റ്യൻ വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ വേറെ പുസ്തകത്തിലേക്കൊന്നും പോകണ്ട. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് ആ പുസ്തകങ്ങൾ റിവൈസ് ചെയ്തിട്ടുള്ള ആൾ നിങ്ങളാവുക. ഓക്കെ, ഏറ്റവും നന്നായിട്ട് ആ പുസ്തകങ്ങൾ റിവൈസ് ചെയ്തിട്ടുള്ള ഒരാൾ നിങ്ങളാവുക. ഇനി അതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും ആ പുസ്തകങ്ങളിൽ എക്സ്ട്രാ അടിച്ച് ഉണ്ടാക്കാൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സൈക്കോളജിക്കാരില്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് പറയാൻ തോന്നുന്നു, അബ്നോർമൽ എന്ന് പറയും. നോർമൽ അല്ലാത്തെന്നുള്ള അർത്ഥമാണ്, സൈക്കോളജിയുടെ അബ്നോർമൽ എന്നുള്ള മീനിങ് അല്ല, നോർമൽ അല്ല. എൻ്റെ ഒറ്റ എക്സാമ്പിൾ പറയാം, അതിപ്പം വർക്കൊന്നും ചെയ്യില്ല കേട്ടോ. ഞാൻ പഠിച്ച സമയത്ത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സൈക്കോളജി, അപ്പോൾ എനിക്ക് സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത സമയത്ത് എനിക്ക് ആദ്യം അറിയായിരുന്നു 5 കൊല്ലം സൈക്കോളജിയൊക്കെ പഠിച്ച ആളുകളെയാണ് ഞാൻ തോൽപ്പിക്കേണ്ടത്, അവരെക്കാളേറെ എന്താ പറയുക എനിക്ക് പഠിക്കണം. ഓക്കെ, അവർ പഠിക്കാത്തത് എനിക്ക് പഠിക്കണം, അവർ പഠിച്ച പുസ്തകമൊക്കെ എനിക്കും പഠിക്കാം. ഞാൻ എന്താ ചെയ്തത് ചോദിച്ചാൽ, അന്ന് ഞാൻ പഠിച്ച സമയത്ത് ഫസ്റ്റാണല്ലോ, അപ്പോൾ അത്ര എക്സ്പീരിയൻസും ഇല്ല. ഒരു ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഓഫ് സൈക്കോളജി എന്ന് പറഞ്ഞ ഡിക്ഷണറി ഉണ്ട്, ഒരു 550 പേജൊക്കെ അല്ലേ. ഞാൻ ആ ഡിക്ഷണറിയാണ് പഠിച്ചത്. ഓക്കെ, ആ ഡിക്ഷണറി എന്തിനാണ് ഞാൻ പഠിച്ചതെന്ന് ചോദിച്ചാൽ, എനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു, ഇന്ത്യയിൽ 1% താഴെ ആളുകൾ മാത്രമേ ആ ഡിക്ഷണറി പഠിച്ചിട്ടുണ്ടാവുള്ളൂ എന്നുള്ളത്. ഞാൻ മാത്രമാണെന്നുള്ള പഠിച്ചവൻ്റെ അടുത്ത് എത്തിയിട്ടൊന്ന് ചോദിച്ചു നോക്കണം. ഓക്കെ, എക്സാക്ട്ലി അറിയില്ല എത്ര ആൾ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളത്. ദറ്റ് ഗെയിം മീ JRF അലോങ് വിത്ത് ലവിങ് ദിസ് ബോറിംഗ് ടോപ്പിക്. സൈക്കോളജിക്കാർ പരിചയം ഡിക്ഷണറി പഠിക്കണം എന്നൊന്നുമല്ല കേട്ടോ. ഈ പ്രാവശ്യത്തെ എക്സാം പാറ്റേൺ ആളുകളോട് ചോദിച്ചിട്ട് അതിനനുസരിച്ച് പഠിക്കുക. ഞാൻ 6 കൊല്ലം മുമ്പ് പഠിച്ചൊരു മെത്തേഡാണ് ഞാനിത് പറഞ്ഞത്. ഏത് സബ്ജക്റ്റും ഡിക്ഷണറി ഉണ്ടെങ്കിൽ പോയി പഠിക്കൊന്നും വേണ്ട. ഓക്കെ, ഇപ്രാവശ്യത്തെ പാറ്റേൺ അനുസരിച്ച് ക്വാളിഫൈ ചെയ്ത ആളുകളുടെ ഗൈഡൻസ് അനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മാത്രം മതി. ഞാനിത് പറഞ്ഞത് ആരാണോ എക്സ്ട്രാ ചെയ്യുന്നത്, ആരാണോ ബാക്കിയുള്ള ആളുകൾ ചെയ്യാത്തത് ചെയ്യുന്നത്, ആരാണോ ബോറിംഗ് ടോപ്പിക് പഠിക്കുന്നത്, ആരാണോ ടഫ് ടോപ്പിക് പഠിക്കുന്നത്, ദേ ആർ ഗോയിങ് ടു ക്വാളിഫൈ JRF. എനിക്ക് നല്ല ടഫുള്ള ഒരു ടോപ്പിക് ഉണ്ട്, ഈ ടോപ്പിക്ക് മാത്രം ഒഴിവാക്കി ബാക്കി ടോപ്പിക്കൊക്കെ ഞാൻ അടിപൊളിയായിട്ട് പഠിച്ചാൽ എനിക്ക് JRF കിട്ടുമോ എന്ന് ചോദിക്കണം എന്ന് ആഗ്രഹമുള്ളവരോട് പറയാൻ കിട്ടൂല. ഓക്കെ, ഒരു ടോപ്പിക്ക് ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഈ പരീക്ഷ പഠിച്ചാൽ നിങ്ങൾക്ക് JRF കിട്ടൂല. അങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞ ആളുകളുണ്ടല്ലോ. ഓക്കെ, കിട്ടിക്കഴിഞ്ഞാൽ എന്തും പറയാം, അതിൽ പെട്ട ഒരാളാണ് അവർ. അത് നിങ്ങൾക്കും പറയാം, ഞാൻ പേപ്പർ 1 പഠിച്ചിട്ടില്ല എന്നൊക്കെ പറയാം കേട്ടോ, ഇങ്ങോട്ട് നിങ്ങൾക്ക് JRF കിട്ടിയെന്നൊക്കെ പറയാം. ഓക്കെ, ഒരു സബ്ജക്റ്റ് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, അറബി എന്നുള്ള സബ്ജക്റ്റിൽ 20 ആളുകൾക്കാണ് ഇന്ത്യയിൽ കിട്ടുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഒഴിവാക്കുന്നതോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ ആ ലീഗിൽ നിന്നേ ഔട്ടായി. ഓക്കെ, ആ ലീഗിൽ നിന്ന് 2000 കുട്ടികളിൽ നിങ്ങളൊരു സബ്ജക്റ്റ് പഠിക്കേണ്ട തന്നെ തീരുമാനിച്ചാൽ തന്നെ ലീഗിൽ നിന്ന് ഔട്ടായി. പിന്നെ ഒരിക്കലും നിങ്ങൾ അതിലേക്ക് പോവാൻ, അതിൻ്റെ ഭാഗമാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഒരു ആസ്പെക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ലാസ്റ്റ് 2 പോയിന്റ് ആൻഡ് ഐ വിൽ ബി വൈൻഡിങ് അപ്പ് ആഫ്റ്റർ ദാറ്റ്. ഓൺലൈൻ എക്സാം എക്സ്പെർട്ടൈസ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ, 1 ഞാൻ പറഞ്ഞു എനിക്ക് ടഫ് ടോപ്പിക്സ് ഇഷ്ടമാണ്. 2 ഞാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ബെസ്റ്റ് ഫോം ഓഫ് ലേണിംഗ് ഈസ് ടീച്ചിങ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതോടൊപ്പം തന്നെ ഓൺലൈൻ എക്സാം പരീക്ഷകൾ എഴുതുക എന്നുള്ളത് ഞാൻ പറയും ഒരു സ്കില്ലാണെന്ന് പറഞ്ഞാൽ, ദിസ് ഈസ് സംതിങ് ലൈക്ക്
നമ്മളെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം പോലെയല്ല ഓൺലൈൻ എക്സാം. ഓൺലൈൻ എക്സാമിൻ്റെ പ്രത്യേകത ഞാൻ എപ്പോഴും പറയാറുണ്ട്, ടുഡേസ് ഓൺലൈൻ വേൾഡ് റൈറ്റിംഗ് ആൻ എക്സാം ഈസ് എ ആർട്ട് ആൻഡ് സ്റ്റഡിങ് ഈസ് എ സയൻസ്. ടു ക്വാളിഫൈ ആൻ എക്സാം യു ഷുഡ് ബി എ സയൻറ്റിഫിക് ആർട്ടിസ്റ്റ് എന്ന് ഞാൻ പറയും. എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്ന് പറയുന്നത് സയൻസാണ്. ഓക്കെ, കോസ് ആൻഡ് എഫക്റ്റ്, ഇത് പഠിക്കുക, അത് പഠിച്ചത് കയറുക, ഇത് മനസ്സിലാക്കുക. പക്ഷെ എക്സാം എഴുതുക എന്ന് പറഞ്ഞൊരു സ്കില്ലാണ്, ഡ്രൈവിങ്ങിനെ പോലുള്ളൊരു സ്കില്ലാണെന്ന് ഞാൻ പറയും ഓൺലൈൻ എക്സാം. ഇപ്പോൾ ഡ്രൈവിംഗ് ഉണ്ടല്ലോ, ഡ്രൈവിംഗ് പഠിച്ച ഉടനൊക്കെ നമുക്ക് ചില പാലം വലിയ ബ്രിഡ്ജൊക്കെ എത്തുന്നതിന് മുമ്പ് ചിലപ്പോൾ നമുക്കിങ്ങനെ തോന്നും അല്ലേ, അപ്പുറത്തുനിന്ന് ലോറിയും വരും, നമ്മളൊരു കാറിലും ആണെങ്കിൽ ആ ലോറിയും ഈ കാറും ഇതെല്ലാം കൂടി ഒരുമിച്ച് ആ പാലത്തിൽ നിന്ന് കൊള്ളുമോ, ഓക്കെ, അതിനുള്ള സ്പേസ് ആ പാലത്തിലുണ്ടോ എന്നൊക്കെ നമുക്കൊരു തോന്നൽ തോന്നും ഡ്രൈവിംഗ് പഠിച്ച ഉടനെ. അങ്ങനെയുള്ള പല പല കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇതിപ്പം ആ റോഡിൽ കൊള്ളോ, ഇത് അഡ്ജിലേക്ക് പോകും, നിർത്തേണ്ടി വരുമോ, പഠിച്ച് കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞ് എന്തായിരിക്കും, അങ്ങനെ ഒരു പാലൊക്കെ കാണുമ്പോൾ ഒരു ബസ്സൊക്കെ കാണുമ്പോൾ ഒരു തോന്നലാണ് ഇതാണ് കൊള്ളുന്നു അല്ലേ. 95% ശരിയാവും, എപ്പോഴൊന്നും ശരിയാവില്ല, ചിലപ്പോൾ കണ്ണടക്കെ പോകും, ചെറുതായിട്ടൊരു വരയൊക്കെ ഉണ്ടാവും. ഓക്കെ, 100% അത് വർക്കൗട്ട് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്കങ്ങ് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് രാത്രിയൊക്കെ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അവിടെ റോഡ് ഉണ്ടെന്നൊക്കെയാണ് തോന്നും അല്ലേ, അവിടെ നിന്നാണ്ട് ഒടിയെന്നൊക്കെയാണ് തോന്നും, അവിടെ അഡ്ജില്ല എന്നൊക്കെയാണ് തോന്നും, ഈ കാർ അഡ്ജിൽ ചാടൂല എന്നൊക്കെയാണ് തോന്നും അല്ലേ, ഇത് തട്ടൂലൊക്കെ ഒരു തോന്നലാണ് ഡ്രൈവിംഗ് ഒക്കെ കേട്ടോ. ഐ വിൽ സേ പലപ്പോഴും വണ്ടി അങ്ങനെ പോകുന്നുണ്ടാവും, നമ്മൾ മൊബൈലോ പാട്ടിലോ വേറെ എന്തോ ആയിരിക്കും, എന്നാലും എന്തൊക്കെയോ എവിടേക്കോ തോന്നും. ഇറ്റ് വിൽ വാക്ക് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. കെയർലെസ് ആകുമ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടാവും ചെയ്യട്ടോ. ഞാൻ അങ്ങനെയുള്ളൊരു ആസ്പെക്റ്റിലുള്ള പറഞ്ഞത്. അല്ലാത്ത കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യുമ്പം തന്നെ പലതും ഒരു ഇൻറ്റ്യൂഷനാണ്. അതുപോലെ ഒബ്ജക്റ്റീവ് എക്സാമും പഠിച്ച് കഴിഞ്ഞാൽ അതൊരു സ്കില്ലാണ്. പഠിച്ചു കഴിഞ്ഞാൽ സ്കില്ലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറേ പരിചയത്തിലുള്ള ആൾക്കാരുണ്ടാവും, നല്ല പഠിപ്പിസ്റ്റുകളാണ്, നന്നായി പഠിക്കുന്ന ആളുകളാണ്, നന്നായി പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഓൺലൈൻ പരീക്ഷയ്ക്ക് എഴുതിയിട്ടാണ് ജയിക്കാൻ പറ്റുന്നില്ല. അതിൽ ജയിക്കുന്നത് ഒരു ആവറേജ് പഠിക്കുന്ന, മോശമല്ലാതെ കുറച്ചൊക്കെ പഠിച്ചിരുന്ന കുട്ടികളായിരിക്കും മെജോറിറ്റി. എല്ലായിടത്തും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങളെ പരിചയത്തിൽ ചില ആളുകളുണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ എക്സാം എഴുതാനുള്ള സ്കില്ലില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ ആ സ്കില്ല് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് ചോദിച്ചാൽ ഡ്രൈവിങ്ങിനെ പോലെ തന്നെയാണ്. പഠിപ്പിച്ചു തരാൻ പറ്റൂല വെച്ചാൽ കോണ്ടൻറ്റ് പഠിപ്പിച്ചു തരാൻ പറ്റുള്ളൂ. ഓൺലൈൻ എക്സാം ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുക, ഒരട്ട എഴുതുക, പിന്നെ എഴുതുക, കുറേ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, നിങ്ങൾ വിശ്വസിക്കുന്നില്ല, എക്സാക്ട്ലി അങ്ങനെയൊന്നുമല്ല. ഞാനൊരു പുതിയ സബ്ജക്റ്റിലൊക്കെ പരീക്ഷ എഴുതിയാൽ ഞാൻ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാറെന്ന് ചോദിച്ചാൽ ഏറ്റവും ടഫ് സബ്ജക്റ്റ് ഏതാ അതാണ് തിരഞ്ഞെടുക്കാറ്. ഓക്കെ, പൊതുവെ ആളുകൾ ഈ സബ്ജക്റ്റ് നല്ല ടഫാന്ന് പറയുമ്പോൾ എന്നാൽ ഞാൻ ഇപ്രാവശ്യം അതിൽ പരീക്ഷ ചെയ്താന്ന് പറയും. ഓക്കെ, എന്നിട്ട് PG രജിസ്റ്റർ ചെയ്യും, പരീക്ഷ ചെയ്തു, നോർമലി നെറ്റ് കിട്ടും. ഓക്കെ, ഇതുവരെ കിട്ടിയിട്ടൊക്കെ ഉണ്ട്. അതിനൊരു മെയിൻ റീസൺ എവിടെയെന്ന് വെച്ചാൽ, ക്വാളിഫൈ ഉള്ള റീസൺ എന്താ വെച്ചാൽ, എനിക്ക് പരീക്ഷയ്ക്ക് ഒരു ചോദ്യമൊക്കെ വരുന്ന സമയത്ത് ഒരു 25ാമത്തെ ചോദ്യമൊക്കെ വന്നിട്ടുണ്ടെന്ന് കരുതാം, ഞാൻ ചിലപ്പോൾ ആ ചോദ്യം ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല. ഓക്കെ, എനിക്ക് പലപ്പോഴും സംഭവിക്കുന്നൊരു സാധനം എന്താ അറിയോ, എനിക്കൊരു തോന്നും, എന്ത്, ഇതിൻ്റെ ഉത്തരം സി തന്നെ ആവണമെന്നില്ല, ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് വരാം, ചിലപ്പോൾ B ആണെന്നൊക്കെ തോന്നും. അങ്ങനെ തോന്നൽ കുറേയൊക്കെ ശരിയായിരിക്കും. അതെങ്ങനെ ശരിയാവുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ, ഒരിക്കലും എനിക്ക് വെളിപാട് ഇറങ്ങുന്നൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ കഴിഞ്ഞ കുറേ കാലത്തെ പഠനങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, പല പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ എഴുതുന്ന എക്സാമ്പിളൊക്കെ അധികം ഒരു ജനറൽ ആസ്പെക്റ്റിലേക്കുള്ള ഇതുകൂടി ആയിരിക്കും. ഞാൻ എവിടെയോ എന്തൊക്കെയോ പഠിച്ച് അൺകോൺഷ്യസോ എവിടെയൊക്കെ എന്തൊക്കെയോ ഐഡിയ ഉണ്ട്, ഒബ്ജക്റ്റീവ് എക്സാമിൻ്റെ ചെറിയ ചിലതായിട്ടൊക്കെ മനസ്സിലിങ്ങനെ പെട്ടിട്ടുണ്ട്. ഞാൻ പോലും അറിയാതെ നേരത്തെ പാലും കാറും എന്ന് പറഞ്ഞ പോലെ ബ്രെയിൻ അങ്ങ് വർക്ക് ചെയ്യാണ്. അല്ലാതെ അറിയാതെ ഇതിന്ന് ലെക്കിൽ ശരിയാവുക എന്നുള്ളത്, ലെക്കിൽ ഒരുക്കൊക്കെ ശരിയാവും കേട്ടോ, 8 നെറ്റൊന്നും ലെക്കിൽ കിട്ടൂല. ആസ് ഓഫ് നൗ ഐ ആം ദ ഓൺലി മലയാളി ടു ക്വാളിഫൈ നെറ്റ് ഇൻ 8 സബ്ജക്ട്സ് ആൻഡ് JRF in 2. ഓക്കെ, അപ്പോൾ മൊത്തം ലെക്കിൽ നടക്കൂല, എപ്പോഴെങ്കിലും ലെക്ക് വർക്കൗട്ട് ചെയ്യുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞൊരു സാധനം എന്താണെന്ന് ചോദിച്ചാൽ, ആ ഒരു ഇൻഡ്യൂഷൻ എനിക്ക് വരുന്നത് അത്രയ്ക്ക് ഒബ്ജക്റ്റീവ് എക്സാംസ് ഞാനിങ്ങനെ എഴുതി അറ്റൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഓൺലൈൻ എക്സാം എക്സ്പെർട്ടൈസ് ആണ് ഉണ്ടാവേണ്ടത്, ഒരു സൊല്യൂഷനും ഇല്ല. എത്ര പരീക്ഷ എഴുതാൻ പറ്റും അത്രത്തോളം എഴുതാം. ഇനി അതിനൊരു നമ്പർ വേണമെങ്കിൽ നമ്മളെ ഗുവാഹത്തിയിലെ കുട്ടി 1000 പരീക്ഷ എഴുതുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ 1001 പരീക്ഷ എഴുതാം. ഓക്കെ, എപ്പോഴാണ് നിങ്ങൾ പ്രിപ്പറേഷൻ നിർത്തേണ്ടതെന്ന് ചോദിച്ചാൽ, എൻ്റെ സബ്ജക്റ്റിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഠിച്ച 1% ഒരാളാണ് ഞാൻ എന്ന് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുമ്പോൾ നിർത്തിക്കൊള്ളി, അപ്പം മാത്രമേ നിർത്താവൂ. ഓക്കെ, അപ്പം മാത്രമേ നിർത്താവൂ എന്നുള്ളതാണ്. നമ്പേഴ്സ് എന്നുള്ളതൊക്കെ 1000, 1001 എന്നൊക്കെ ഒരു എസ്സിന് പറയുന്നതാണ് കേട്ടോ. ഐ ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എന്താ അടുത്തൊരു ആസ്പെക്റ്റാണ് കമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ. ഞാൻ പറഞ്ഞൊരു സാധനം തന്നെയാണ്, നമ്മൾ PGക്ക് പഠിക്കുന്നതും കമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ പഠിക്കുന്നതും തമ്മിൽ ചെറിയ ചില ഡിഫറൻസ് ഉണ്ട്. എന്താ ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ, പലപ്പോഴും നിങ്ങളെ ബാച്ചിലൊക്കെ ആലോചിച്ച് നോക്കുക, കോളേജിൽ ആലോചിച്ച് നോക്കുക, പലപ്പോഴും PGക്കൊക്കെ നല്ല മാർക്ക് കിട്ടിയ കുട്ടികൾക്കും JRF നെറ്റൊക്കെ കിട്ടിയിട്ടുണ്ടാവും, പക്ഷേ കംപ്ലീറ്റ് അവരാവണമെന്നില്ല.
ചില കേസുകളിലൊക്കെ പി ജിക്ക് ഏറ്റവും ടോപ്പായ റാങ്ക് ഹോൾഡർ ചിലപ്പോൾ JRF കിട്ടിയിട്ടുണ്ടാവണം എന്നാൽ നെറ്റൊക്കെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അത്രയൊന്നും പഠിക്കാത്ത ചില ആളുകൾ നെറ്റോ JRF പഠിച്ചിട്ടുണ്ടാവും. എല്ലാ കേസിലും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ പി ജിക്കല്ല പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ കിട്ടൂല എന്നല്ല പറയുന്നത്. ഞാൻ നോർമലി പലയിടത്തും കാണുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ പി ജിക്ക് നമ്മൾ പഠിക്കുന്നത് UGക്ക് നമ്മൾ പഠിക്കുന്നത് ഒരു ക്വാളിഫയിങ് എക്സാമിന് വേണ്ടിയിട്ടാണ്. ക്വാളിഫയിങ് എക്സാമുകളുടെ പ്രത്യേകത ആസ് ഓഫ് നൗ മെജോറിറ്റി ഓഫ് ദ ക്വാളിഫയിങ് എക്സാംസ് ആർ സ്റ്റിൽ സബ്ജക്റ്റീവ് ഓർ ഡിസ്ക്രിപ്റ്റീവ്. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ആൻസർ നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് തന്നെയാണോ? ആസ് ഓഫ് നൗ മെജോറിറ്റി ഓഫ് ദ PG എക്സാംസ് ആൻഡ് UG എക്സാംസ് ഡിസ്ക്രിപ്റ്റീവ് ആണ്. അതായത് ഉത്തരം എഴുതുക, താഴെ പറയുന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതുക, വിശദമായിട്ട് എഴുതുക, പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് മെജോറിറ്റി ഓഫ് ദ എക്സാം. പക്ഷേ നമ്മൾ എഴുതാൻ പോകുന്ന UGC നെറ്റ് എക്സാം ഒബ്ജക്റ്റീവ് എക്സാമാണ്. ഒബ്ജക്റ്റീവ് എക്സാം എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം തന്നിട്ട് A ആണോ B ആണോ C ആണോ D ആണോ ഓക്കെ ഉത്തരം എന്ന് കണ്ടെത്തേണ്ട ഒരു എക്സാമാണ്. ഇത് രണ്ടും നിങ്ങൾ പഠിക്കുന്ന സെയിം ടോപ്പിക് ആയിരിക്കാം, പക്ഷേ ഫാക്ച്വലായിട്ടുള്ള സിംഗിൾ വേർഡ് കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പരീക്ഷയ്ക്ക് പഠിക്കുക എന്നുള്ളതും വിശദമായിട്ട് അദ്ദേഹത്തെ ജീവചരിത്രത്തെക്കുറിച്ച് എഴുതുക എന്നുള്ളതും ഡിഫറെൻ്റാണ്. വിശദമായിട്ട് ജീവചരിത്രത്തെക്കുറിച്ച് എഴുതുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അയാളുടെ സ്കൂൾ കാലത്ത് അയാൾ ഒരു സ്ഥലത്ത് പോയത് ചിലപ്പോൾ മറന്നു പോയാലും ചിലപ്പോൾ ജീവചരിത്രം എഴുതാൻ പറ്റുമായിരിക്കും. പക്ഷേ ഒബ്ജക്റ്റീവ് എക്സാമിന് ചിലപ്പോൾ ആ സ്കൂൾ കാലത്ത് അയാൾ പോയ സ്ഥലമായിരിക്കും ചോദ്യം. യു ഗോട്ട് ദ പോയിന്റ്. അപ്പം കമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതുക എന്നുള്ളതും പഠിക്കുക എന്നുള്ളതും ഒബ്ജക്റ്റീവ് എക്സാമിന് സബ്ജക്റ്റീവ് എക്സാമിന് പഠിക്കുക എന്നുള്ളതും ഒബ്ജക്റ്റീവിന് പഠിക്കുക എന്നുള്ളതും ഡിഫറെൻ്റ് ആണ്. അത് ഭയങ്കര ഡിഫറെൻ്റ് ആണെന്ന് ഒരിക്കലും പറയുന്നില്ല കേട്ടോ, ഭയങ്കര ഡിഫറെൻ്റ് ഒന്നും ഇല്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇന്നലെ UGC നെറ്റ് എക്സാമിൻ്റെ നിങ്ങളെ സബ്ജക്റ്റിലെ ഓക്കെ അറബിക് ആവട്ടെ, ഹിസ്റ്ററി ആവട്ടെ, എക്കണോമിക്സ് ആവട്ടെ, വാട്ടെവർ ലൈഫ് സയൻസ് ആവട്ടെ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആവട്ടെ, നിങ്ങളുടെ സബ്ജക്റ്റിലെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുക. ആ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും നിങ്ങളുടെ ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് ഏത് രീതിയിലാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളത്. ഓക്കെ, ഏത് രീതിയിലാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടും. എന്നിട്ട് നിങ്ങൾ PGക്ക് പഠിക്കുക. അപ്പോൾ യു വിൽ ബി ഹാവിങ് എ ഫോക്കസ് ഓൺ ബോത്ത് ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ്. ഇത് കഴിഞ്ഞിട്ട് ആവരുത് ക്വസ്റ്റ്യൻ നോക്കണം. പലരുടെയും ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പലരും എപ്പോഴാണ് നോക്കുകയെന്ന് ചോദിച്ചാൽ ഒരു തവണ ഞാൻ പഠിച്ച് കഴിഞ്ഞിട്ടൊക്കെ നോക്കാം, എന്നിട്ട് നോക്കിയിട്ടല്ലേ കാര്യമുള്ളൂ. ആദ്യം തന്നെ അത് നോക്കണം. ആദ്യം തന്നെ എന്തിനാണ് നോക്കണം എന്ന് ചോദിച്ചാൽ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, പലരും എക്സാമുമായി ബന്ധപ്പെട്ട് പറയുന്ന അടുത്തൊരു കൺസേൺ ആണ് ടൈം ഇല്ല എന്നുള്ളത്. അല്ലേ, ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ ഇല്ല സമയത്ത് എക്സാം ചെയ്യാൻ പറ്റുന്നില്ല. UGC നെറ്റ് എക്സാമിന് അൺഡിനൈസ് ഭയങ്കരമായിട്ടുള്ള മാത്മെറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഉള്ള ടോപ്പ് സബ്ജക്റ്റ് അല്ല എങ്കിൽ അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ ഒന്ന് കൊമേഴ്സാണ്, ഒന്ന് കമ്പ്യൂട്ടർ സയൻസ് ആണ്, ഒന്ന് ചില കാലങ്ങളിൽ എക്കണോമിക്സ് ആണ്. എല്ലാ കാലങ്ങളും എക്കണോമിക്സ് ആണെന്നല്ല, ചില കാലങ്ങളിൽ എക്കണോമെട്രിക്സിൽ നിന്നും സ്റ്റാറ്റിൽ നിന്നൊക്കെ കുറച്ചധികം എക്കണോമിക്സിൽ റീസെൻ്റ്ലി ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവിടെയും കുറച്ച് സമയം എടുക്കും. അല്ലാത്ത നോർമൽ സബ്ജക്റ്റുകളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ടൈം മാനേജ്മെൻറ്റ് ഒരു ഇഷ്യൂ ആവാറില്ല. എന്തുകൊണ്ടാണ് പരീക്ഷയ്ക്ക് നമുക്ക് ഒബ്ജക്റ്റീവ് എക്സാം ആണ്, സബ്ജക്റ്റീവ് അല്ല. സബ്ജക്റ്റീവിൽ ടൈം മാനേജ്മെൻറ്റ് ഉണ്ടാവും, കാരണം അറിയണം എഴുതി വെക്കാനുള്ള സമയം വേണ്ടി വരും. ഒബ്ജക്റ്റീവിൽ ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂ അങ്ങനെ ഉണ്ടാവില്ല നോർമലി UGC നെറ്റിന്. കാരണം എന്താ അറിയോ, എന്നിട്ടും ആളുകൾക്ക് എന്തുകൊണ്ടാണ് സമയം തികയാത്ത അറിയോ? എന്തുകൊണ്ടാണ് സമയം തികയാത്ത ചോദിച്ചാൽ കണക്ക് ചെയ്യാൻ അറിയാത്തതുകൊണ്ട്, വേറെ ഒന്നുമില്ല. ഒരു ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ്റെ ഒരു ചോദ്യം ഉണ്ടാവും, ഒരു ചോദ്യമാണ് കിട്ടും, എനിക്കൊരു തോന്നലുണ്ട് ഇങ്ങനെ ചെയ്താൽ കിട്ടും, അങ്ങനെ ചെയ്ത് നോക്കും, 2 മിനിറ്റ് കിട്ടൂല. ഇന്ന് അടുത്ത ചോദ്യം അങ്ങനെയും കിട്ടൂല, അടുത്ത മെത്തേഡ് അങ്ങനെയും കിട്ടൂല, 15 മിനിറ്റ് കഴിഞ്ഞു. എന്നിട്ട് ടൈം മാനേജ്മെൻറ്റ് നടക്കുന്നില്ല, ടൈം മാനേജ്മെൻറ്റ് നടക്കില്ല എന്ന് പറയും. ടൈം മാനേജ്മെൻ്റ് അല്ല നടക്കാത്തത്, ചെയ്യാൻ വിവരമില്ലാത്തതുകൊണ്ടാണ്, ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ്. ചെയ്യാൻ പഠിച്ചാൽ മൊത്തം കണക്ക് 10 മിനിറ്റോട് ചെയ്തു തരും. ഓക്കെ, നമ്മളൊരിക്കലും നമ്മൾ പഠിക്കാത്തതിനെ ടൈം ഇഷ്യൂ ആയിട്ട് ടൈം മാനേജ്മെൻറ്റുമായിട്ട് കൺഫ്യൂസ് ആവരുത് കേട്ടോ. അത് ശരിക്കും ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂ ഉള്ള എക്സാമുകളുണ്ട്. വീണ്ടും ഞാൻ പറയുന്നു, സബ്ജക്റ്റീവ് എക്സാം UGC നെറ്റ് എക്സാമിൽ തന്നെ ഒരുപാട് മാത്സ് ചെയ്യാനുള്ള ഒരുപാട് സ്റ്റെപ്പുകളുള്ള സബ്ജക്റ്റുകളിൽ ടൈം മാനേജ്മെൻറ്റ് ഉണ്ടാവാം. ബട്ട് നോർമൽ വെദർ ഇറ്റ്സ് എ ഹിസ്റ്ററി, വെദർ ഇറ്റ്സ് അറബിക്, വെദർ ഇറ്റ്സ് എ സൈക്കോളജി, ഓക്കെ, വെദർ ഇറ്റ്സ് എ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പോലുള്ള സബ്ജക്റ്റുകളൊന്നും നോർമലി ഒരിക്കലും ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂ ഉണ്ടാവില്ല. നമുക്ക് ആ ഒരു വിഷയം അറിയാത്ത ഇഷ്യൂ മാത്രമാണ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് ഓവർ ബോധേഡ് ആവണ്ട. നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട്
മാത്രം നിങ്ങൾ ബോധറായാൽ മതി. ആൻഡ് യു ക്യാൻ മാനേജ് ടൈം എന്നുള്ളതാണ്. സോ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഞാൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ട 2 സ്റ്റെപ്പ് കൂടിയും പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ഇനി ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് കഴിഞ്ഞിട്ട് ഹൗ ടു സ്റ്റാർട്ട് എന്നുള്ളത് ഒരു 5 മിനിറ്റോടുകൂടി പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ഇതുവരെ ഞാൻ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട, നമ്മളൊക്കെ കുറേ കഴിഞ്ഞ് മനസ്സിലായ, ആദ്യം കുറേ പരീക്ഷകളൊക്കെ തോറ്റതിന് ശേഷം മനസ്സിലായ, അത് അപ്ലൈ ചെയ്തതിന് ശേഷം തുടർച്ചയായിട്ട് റിസൾട്ടുകൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. എല്ലാ പ്രാവശ്യവും, കഴിഞ്ഞ പ്രാവശ്യം ഏപ്രിലിൽ ഏകദേശം 1000-ലധികം കുട്ടികളാണ് ജയിച്ചിട്ടുള്ളത് ഇൻ എ സിംഗിൾ ടേം. ഓക്കെ, സിംഗിൾ ടേം എക്സാമിൽ. ഓക്കെ, ഇൻക്ലൂഡിങ് നെറ്റ്, PhD, JRF, എവറിത്തിങ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കുറച്ച് ത്രെഡ്, കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതുവരെ പറഞ്ഞതുമായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുക. അല്ലെങ്കിൽ ഐ വിൽ ബി മൂവിങ് ടു ദ ലാസ്റ്റ് പാർട്ട്. ചെറിയ പാട്ടാണ് കേട്ടോ, 5 to 10 minutes മാക്സിമം. കൂടുതൽ സമയമൊന്നും എടുക്കാൻ പോകുന്ന പാട്ടല്ല. ഒക്കെ മനസ്സിലായോ? ഒന്നെങ്കിൽ നിങ്ങളൊക്കെ ഭയങ്കര പഠിപ്പിച്ചതാണല്ലേ. ഓക്കെ, പെട്ടെന്ന് മനസ്സിലാവുന്ന, ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന, അപ്പോൾ നോ ഇഷ്യൂ. ഓക്കെ, ഡിസംബർ എക്സാമിന് നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി ടീച്ചർമാർക്ക്. ദെൻ എനി മോർ ഡൗട്ട്സ് റിഗാർഡിങ് എനിത്തിങ്? ഒറ്റ കാര്യം, അടുത്തതായിട്ട് ഇനി എവിടെ നിന്നാണ് നിങ്ങൾ തുടങ്ങേണ്ടത് എന്നുള്ളൊരു ആസ്പെക്റ്റാണ്. ഓക്കെ, ഇപ്പം ഇത് കൂടി ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞ ഇതുവരെയുള്ളൊക്കെ കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ഇനീഷ്യലി ഞാൻ പറഞ്ഞ പോലെ ഇവിടെ മെജോറിറ്റിയും ഇതുവരെ തുടങ്ങാത്ത ആളുകളാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ തുടങ്ങുമ്പോൾ അപ്ലൈ ചെയ്യേണ്ടത് ഞങ്ങൾ മനസ്സിലാവുന്നു. ഇനി ശരിക്ക് ഇത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് ഓക്കെ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. സിമ്പിളാണ്. ആദ്യം തന്നെ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ സിലബസ് കിട്ടും. സിലബസ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. സിലബസ് ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, സിലബസ് ഒന്ന് വായിച്ച് നോക്കുക. പ്രത്യേകിച്ചൊന്നും മനസ്സിലാവണമെന്നില്ല. ഓക്കെ, ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ഓക്കെ, ഒന്ന് വായിച്ച് നോക്കുക. 1-2 തവണയൊക്കെ വായിച്ച് നോക്കുക. എന്നിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങളൊന്ന് പേപ്പർ 1-ൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഞാൻ പറയും ഇഫ് പോസിബിൾ 4 to 5 ക്വസ്റ്റ്യൻസ് ചെയ്യുക പേപ്പർ 1-ൻ്റെ. പേപ്പർ 2-ൻ്റെത് 2 to 3 ക്വസ്റ്റ്യൻസ് ചെയ്യാം. അങ്ങനെ പറയാൻ കാരണം പേപ്പർ 2-ൽ 100 ചോദ്യം, പേപ്പർ 1-ൽ 50 ചോദ്യം ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒരു 200 മുതൽ 300 വരെ ചോദ്യങ്ങൾ ഒരു തവണ ചെയ്യണം. അതൊക്കെ ഉത്തരമൊന്നും അറിയണമെന്നില്ല. കുറേ നിങ്ങൾ ഡിഗ്രിക്കും PGക്കും ഒക്കെ പഠിച്ച സംഭവങ്ങൾ തന്നെയായിരിക്കും. ഡസിൻ മാറ്റർ, നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ ആദ്യം സിലബസ് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയി, 1, 2, 3 തവണ വായിച്ചു പോയി. എന്തൊക്കെയോ അറിയുന്നുണ്ട്, എന്തൊക്കെയോ എവിടെയൊക്കെ കേട്ടതുണ്ട്, പലതും കേൾക്കാത്തതുണ്ട്, പലതും ഇതുവരെ ചിലതൊന്നും തീരെ കേൾക്കാത്ത സംഭവങ്ങളുണ്ട്. നോ ഇഷ്യൂ. ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പം കുറച്ചൊക്കെ നന്നായിട്ട് കേട്ട സംഭവം ഉണ്ടെന്ന് തോന്നും. ചിലപ്പം കുറച്ചിനൊക്കെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഓക്കെ, ചിലപ്പോൾ ഉത്തരം കിട്ടണമെന്നൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ മൊത്തം ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ച് നോക്കുക. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? സിലബസ് എന്താണെന്നുള്ളത് മനസ്സിലാവും. സിലബസിൽ നിന്ന് ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സിലബസ് എന്താണ് എന്നുള്ളത് മനസ്സിലാവും. സിലബസിൽ നിന്ന് ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളതും മനസ്സിലാവും. ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളതും മനസ്സിലാവും. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക? പിന്നെ സിലബസിൻ്റെ ഫസ്റ്റ് തൊട്ടിട്ട് അങ്ങ് തുടങ്ങുക. നമുക്ക് അറിയാത്ത ടോപ്പിക്കുകളൊക്കെ ഇങ്ങനെ പഠിച്ചു തുടങ്ങുക. ബുക്ക് പുസ്തകങ്ങളിൽ അവൈലബിൾ ആണ്, വീഡിയോയിൽ അവൈലബിൾ ആണ്, യൂട്യൂബ് ചാനലുകളിൽ അവൈലബിൾ ആണ്, പ്ലാറ്റ്ഫോമുകളുടെ ഭാഗമായിട്ട് അവൈലബിൾ ആണ്. നിങ്ങളെ PG പുസ്തകങ്ങളിൽ പേപ്പർ 2 ആയിട്ട് സംഭവിച്ച് വരുമ്പോൾ നിങ്ങളെ PG പുസ്തകങ്ങളിൽ, നിങ്ങളെ UG പുസ്തകങ്ങളിലൊക്കെ അവൈലബിൾ ആണ്. ഓരോരോ ടോപ്പിക്കുകൾ പഠിക്കുക. ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ PYQs ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാമെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ആദ്യം മനസ്സിലാക്കുക, UGC നെറ്റ് എക്സാമിൻ്റെ PYQ നോർമലി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കില്ല. നമ്മൾ PGക്കൊക്കെ, ഞാൻ ഡിഗ്രിയിലും കോളേജിലൊക്കെ പഠിച്ച കാലത്ത് ഞാൻ എന്തിനായിരുന്നു PYQ പഠിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കഴിഞ്ഞ 5 കൊല്ലത്തെ PYQ മാത്രം പഠിച്ചാൽ ഞാൻ ചെയ്തിരുന്ന ഡിഗ്രിയുടെ ഏകദേശം ചോദ്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. സെയിം ചോദ്യങ്ങൾ തന്നെ ചോദിക്കുമായിരുന്നു. നിങ്ങൾ അങ്ങനെയല്ല, ഓട്ടോണമസ് ആണ്. ബട്ട് സ്റ്റിൽ എന്തിനാണ് UGC നെറ്റിൻ്റെ PYQ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആ ചോദ്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടല്ല. ആ ചോദ്യങ്ങൾ ചോദിക്കില്ല. നമുക്കൊരു ടോപ്പിക് ഉണ്ടെന്ന് കരുതുക. ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ ടോപ്പിക് ഉണ്ടെന്ന് കരുതുക. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ടെന്ന് കരുതുക. ആ ടോപ്പിക്കിൽ നിന്ന് ഏത് രീതിയിലാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PYQ നോക്കുന്നത്. ഒരിക്കലും ഓൾഡ് ക്വസ്റ്റ്യൻ കിട്ടാൻ വേണ്ടിയിട്ടല്ല. ഇത് ആദ്യം മനസ്സിലാക്കിയില്ലെങ്കിൽ പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങൾ 2-3 PYQ ചെയ്യും.
പിന്നെയും പി വൈക്ക് നോക്കുമ്പോൾ ഇതുവരെ ചോദിച്ച പി വൈക്ക് എന്നൊരു ചോദ്യം കാണില്ല. പിന്നെ എന്തിനാ സാർ ഇങ്ങനെ കുറേ പി വൈക്ക് ചെയ്യാൻ പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് തോന്നും. കാരണം നമ്മളെ കോളേജിലൊക്കെ പഠിച്ച ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മളവിടെയും പി വൈക്യുവിൽ നിന്ന് ഓക്കെ നമ്മൾ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. സോ തുടങ്ങേണ്ടത് ഡൗൺലോഡ് ദ സിലബസ്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക, തിരിച്ചു പോരുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒക്കെ ഗൂഗിളിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ eifa.in എന്നുള്ള eifa വെബ്സൈറ്റ് കയറിയാലും നിങ്ങൾക്ക് സിലബസ് ഡൗൺലോഡ് ചെയ്യുക. പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് UGC റിലീസ് ചെയ്യാറില്ല. UGC നെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ UGC റിലീസ് ചെയ്യാറില്ല. UGC പറഞ്ഞാൽ NTA ആയതിനു ശേഷം തന്നെ അവർ റിലീസ് ചെയ്യാറില്ല. ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ഫസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്യാറ് കൂടുതലും പേപ്പർ വണ്ണിൻ്റെ എയ്ഫറാണ് റിലീസ് ചെയ്യാറുള്ളത്. എയ്ഫറിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ കിട്ടും. എയ്ഫർ UGC പ്രത്യേകിച്ച് ലിങ്കൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ആൻസർക്ക് വെരിഫിക്കേഷൻ വരുന്നൊരു 3 ദിവസം ഒരു പ്രത്യേക ഫോർമാറ്റിൽ ക്വസ്റ്റ്യൻസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. എല്ലാ ഷിഫ്റ്റിലും എക്സാം ചെയ്യുന്ന എയ്ഫറേറ്റ്സ് ഉണ്ടാവും. ഓലെ അക്കൗണ്ടിൽ നിന്ന് അവരുടെ നിന്ന് ക്വസ്റ്റ്യൻസ് കോപ്പി ചെയ്ത് എടുത്ത് വെച്ചിട്ട് ബുക്കായിട്ട് ഇറക്കും. ദാറ്റ്സ് എ മെത്തേഡ്. ഓക്കെ, അപ്പം എയ്ഫറിൻ്റെ വെബ്സൈറ്റ് കയറിയിട്ട് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇവിടെയുള്ള എല്ലാ സബ്ജക്റ്റുകളും അറബിക്, ഫിസിക്കൽ, ഓക്കെ, എക്കണോമിക്സ്, ഹിസ്റ്ററി, ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റുകളുടെയും പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. ആൻഡ് ഇൻ ദ എൻഡ് നമ്മൾ പറഞ്ഞ പോലെ ബേസിക്കലി ദർ ഈസ് എ കോൺസെപ്റ്റ്. ഇപ്പോൾ നിങ്ങളൊക്കെ ഇത്ര കോമ്പറ്റീഷൻ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞ സമയത്ത് ചിലപ്പോൾ നിങ്ങളെ സീനിയേഴ്സ് ഉണ്ടാവും, സൂപ്പർ സീനിയേഴ്സ് ഉണ്ടാവും, ടീച്ചേഴ്സ്. നെറ്റൊക്കെ ആണെങ്കിൽ അടുത്ത രസം എന്താണെന്ന് ചോദിച്ചാൽ നെറ്റിന് ഏജ് ലിമിറ്റ് തന്നെ അല്ല കേട്ടോ. എയ്ഫറിൽ 68 വയസ്സായ സ്റ്റുഡൻ്റൊക്കെ ഉണ്ട് കേട്ടോ. 68 വയസ്സായ സ്റ്റുഡൻ്റൊക്കെ എന്നിട്ട് എന്നെ എങ്ങനെ വിളിക്കും ഉച്ചക്കൊക്കെ, മോനെ ഊണൊക്കെ കഴിച്ചോ, സുഖമല്ല മോനെ, എനിക്ക് ഈ കണക്ക് കൂട്ടിയത് മനസ്സിലായിട്ടില്ല കേട്ടോ, ഈ കണക്ക് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ച് 68, 58. അതായത് ആസ് ഓഫ് നൗ ഇന്ത്യയിൽ ഏജ് ലിമിറ്റ് ഇല്ലാത്ത ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നെറ്റാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നെറ്റും കൂടിയാണെങ്കിൽ വീണ്ടും ഇവരൊക്കെ കുറേ ജയിച്ചവരാണ്, കുറേ ഉള്ളൊരു ആസ്പെക്റ്റാണ്. ഓൾറെഡി ക്വാളിഫൈ ചെയ്തവരാണ്. ഇവരൊക്കെ ഇങ്ങനെ എഴുതുന്ന ആളുകളുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ ടീച്ചേഴ്സ് ഉണ്ടാവും. ഓക്കെ, ചില ആസ്പെക്റ്റുകൾ ഉണ്ടാവും. ഞാനുണ്ടാവില്ല കേട്ടോ, ഞാൻ നിർത്തിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഈ നെറ്റ് എക്സാം എഴുതുന്നൊന്നുമില്ല. സോ ദ വിൽ ബി എ ലോട്ട് ഓഫ് ഒരുപാട് ഹൈലി ടഫായിട്ടുള്ള ആസ്പെക്റ്റാണ്. അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, PG ഫസ്റ്റ് ഇയറിൽ കിട്ടുമോ, ബാക്കിയുള്ളൊരു ആസ്പെക്റ്റിലേക്ക് കിട്ടുമോ. അതിനൊറ്റൊരു കഥയും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ദർ ഈസ് എ കോൺസെപ്റ്റ് ഓഫ്, നമുക്കറിയാം ലോകത്തെ ഏറ്റവും ശക്തിയുള്ള, ഭൂമിയിലെ ഏറ്റവും ശക്തിയുള്ള ജീവി മനുഷ്യനല്ല. അല്ലല്ലോ, വേറെ കുറേ ജീവി ഉണ്ടല്ലോ. എന്നിട്ടും ഭൂമി മൊത്തം കൺട്രോൾ ചെയ്യുന്ന മനുഷ്യനാണ് അല്ലേ. ശരിക്കും നമ്മൾ ഈ ബന്ദിപ്പൂർ കാട്ടിലൂടെ ഒക്കെ പോകുമ്പോൾ നമ്മളെന്താ പറയുക, ഓക്കെ, റോഡിലൂടെ പോകുന്ന മാൻ എന്നൊക്കെ പറയില്ലേ. ശരിക്കും എന്താ, കാട്ടിലൂടെ പോകുന്ന റോഡല്ലേ. ശരിക്കും കാട്ടിലൂടെ പോകുന്ന റോഡാണ്. പക്ഷെ നമ്മളാണ് തീരുമാനിച്ചത് അത് കാട്ടിലൂടെ പോകുന്ന റോഡല്ല, റോഡിലൂടെ പോകുന്ന മാനാണ് എന്നുള്ളത്. എന്തുകൊണ്ടാണ് മനുഷ്യന് ഭൂമി കീഴടക്കാൻ പറ്റിയത്? ബുദ്ധി, വിവേചന ശക്തിയൊക്കെ കഴിഞ്ഞിട്ട്. പിന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ട എന്താണ്? ഒരുപാട് കഥകളുണ്ട് കേട്ടോ. നമ്മുടെ യുവാൽ നോഹ ഹരാരിയൊക്കെ പറയുന്ന കുറേ രസകരമായ കഥകളുണ്ട്. കഥകളിൽ വിശ്വസിക്കാനുള്ള കഴിവാണ് ഓക്കെ മനുഷ്യനെ ലോകം നിലനിർത്താൻ സഹായിച്ചത് എന്ന് പറയുന്നത്. കഥകളിൽ വിശ്വസിക്കാനുള്ള തരങ്ങൾ ആലോചിക്കുകയാണ്. ഒരു പേപ്പർ, ആ പേപ്പറിൽ റിസർവ് ബാങ്ക് ഗവർണർ ഒരു ഒപ്പിട്ടിട്ട് ഈ പേപ്പർ 1000 രൂപയാണ് എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ആ കഥ മനുഷ്യന്മാർ മാത്രമേ വിശ്വസിക്കുള്ളൂ കേട്ടോ. മൃഗങ്ങളൊന്നും വിശ്വസിക്കില്ല. നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് ഈ പേപ്പർ എടുത്തിട്ട് നിങ്ങളെ കയ്യിലുള്ള ബനാന അങ്ങോട്ട് തരുമെന്ന് പറഞ്ഞാൽ ഒരു കുരങ്ങനും തരൂല കേട്ടോ. വേറൊരു ആപ്പിൾ കൊടുത്താൽ ചിലപ്പോൾ ബനാന തരും. മനുഷ്യന്മാർ പേപ്പറുകളുടെ കഥകളിൽ വിശ്വസിക്കും അല്ലേ, മതങ്ങളെന്ന് പറഞ്ഞ കഥകളിൽ വിശ്വസിക്കും, വിജയങ്ങളെന്ന് പറഞ്ഞ കഥകളിൽ വിശ്വസിക്കും. ഇതിൽ പല കഥകളും സത്യമാവാട്ടോ, ഈ പല കഥകളും സത്യമാണെന്ന് വിശ്വസിക്കും. ഈ കഥ എന്നുള്ളതുകൊണ്ട് കള്ളെന്ന് വിശ്വസിക്കേണ്ട ഒരു കേസൊന്നും ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ കഥകളിൽ വിശ്വസിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പോട്ടെ, പക്ഷെ അതിനേക്കാളേറെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റുകളൊന്നാണ് ഹ്യൂമൻ എൻഡുറൻസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ റോജർ ബാനിസ്റ്റർ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. പോട്ടെ, ഒരു മൈല് എന്ന് പറഞ്ഞാൽ 1.6 കിലോമീറ്റർ. ഓക്കെ, 1.6 കിലോമീറ്റർ 4 മിനിറ്റിൻ്റെ ഉള്ളിൽ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റും, മനുഷ്യന്മാർക്ക് ഓടിയെത്താൻ പറ്റില്ല എന്നായിരുന്നു കുറേ കാലം ശാസ്ത്രം പറഞ്ഞിരുന്നത്. ആയിരക്കണക്കിന് മനുഷ്യന്മാർ, ചിലത് പറയുന്നത് 100 കണക്കിന് വർഷങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെന്നാണ്. പക്ഷേ 100 കണക്കിന് വർഷങ്ങളൊക്കെ ടൈം അങ്ങനെ സിസ്റ്റം ഉണ്ടോ നമുക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും ഒരുപാട് പതിറ്റാണ്ടുകൾ മനുഷ്യന്മാർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഒരു മനുഷ്യന് 4 മിനിറ്റിൻ്റെ ഉള്ളിൽ 1 മൈൽ ഓടിയെത്താൻ വേണ്ടിയിട്ട്. 1956 വരെ ഒരു മനുഷ്യനെ കൊണ്ടും പറ്റുന്നില്ല. അപ്പോൾ മനുഷ്യന്മാർക്ക് പറ്റൂലല്ലോ. 1956 ഒരു മനുഷ്യൻ, റോജർ ബാനിസ്റ്റർ എന്ന് പറയുന്ന മനുഷ്യൻ 1 മൈൽ 4 മിനിറ്റിൻ്റെ ഉള്ളിൽ ഓടിയെത്തി. റോജർ ബാനിസ്റ്റർ എന്ന് പറയുന്ന, അങ്ങനെ മനുഷ്യന്മാർക്ക് പറ്റാത്തൊരു കാര്യമാണല്ലോ ചെയ്ത്. ഈ റോജർ ബാനിസ്റ്റർ 1956
ഓടിയെത്തി. അതിനു മുമ്പ് നൂറുകണക്കിന് കൊല്ലങ്ങൾ ഒരു മനുഷ്യനെ കൊണ്ടും പറ്റിയിട്ടില്ല. ടെക്നിക്കലി ആയിരക്കണക്കിന് കൊല്ലങ്ങൾ, ടൈം കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നില്ലെങ്കിലും 1956 ശേഷം 2025 എത്ര മനുഷ്യന്മാർ പിന്നെ അത് കവർ ചെയ്തു എന്നറിയോ? കവർ ചെയ്തിരുന്നോ? നിങ്ങളൊരു ഗസ് എന്താ? കുറേ കാലം നോക്കിയിട്ട് ഒരിക്കലും നടന്നില്ല. റോജർ ബാനിസ്റ്റർ 1956, ഇന്ന് 2025, 26 ആയില്ല, 70 ആയില്ല, 69. എത്ര മനുഷ്യന്മാർ? ജസ്റ്റ് വെറുതെ നമ്പർ അറിയേ. ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? 0, 1, 5, 10? നിങ്ങൾ വെറുതെ എത്ര മനുഷ്യന്മാർ? ഇനി നമ്പർ എത്ര മനുഷ്യന്മാരാണെന്ന് അറിയോ? 2000-ലധികം മനുഷ്യന്മാർ. 2000-ലധികം മനുഷ്യന്മാർ തകർത്തു. റോജർ ബാനിസ്റ്ററിൻ്റെ റെക്കോർഡ് നൂറുകണക്കിന് കൊല്ലം കഴിയാത്ത റെക്കോർഡ് എത്ര ദിവസം കൊണ്ടാണ് തകർത്തറിയോ? 46 ദിവസം കൊണ്ട്. കാരണം എന്താ അറിയോ? അതിനാണ് ഹ്യൂമൻ എൻഡുറൻസ് എന്ന് പറയും. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ച കാലത്ത്, അന്ന് സ്പോർട്സൊക്കെ ഇഷ്ടമായിരുന്നു, ക്വിസ് ആയതുകൊണ്ട്, അന്നൊക്കെ ശാസ്ത്രം പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു അറിയോ? ഒരു മനുഷ്യനൊരിക്കലും 100 മീറ്റർ 10 സെക്കൻഡിൻ്റെ താഴെ ഓടിയെത്താൻ പറ്റില്ല എന്ന് ശാസ്ത്രം കുറേ കാലം പറഞ്ഞു. ഒരിക്കലും മനുഷ്യനാണ് ഓടിയെത്തി, പിന്നെ എല്ലാവരും ഓടിയെത്താൻ തുടങ്ങി. ഒളിമ്പിക്സ് ഫൈനലിലൊക്കെ ഇപ്പോൾ എല്ലാവരും 10 സെക്കൻഡിൻ്റെ താഴെയാണ്. 200-ലധികം ആളുകൾ, ഉസൈൻ ബോൾട്ടൊക്കെ വെറുതെ ഓടിയാലും 10 സെക്കൻഡ് താഴെയായിരുന്നു. മനസ്സിലാക്കുക, ഒരു 10-30 കൊല്ലം മുമ്പേ ഒരു മനുഷ്യന് പോലും പറ്റാത്തൊരു കാര്യമാണ് ഒറ്റൊരാൾ ഓടിയതിന് ശേഷം ബാക്കിയുള്ള ആളുകൾക്കൊക്കെ എത്താൻ പറ്റിയത്. ഇതാണ് ഹ്യൂമൻ എൻഡുറൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. എന്താണ് കോൺസെപ്റ്റ്? ഒരു മനുഷ്യൻ ഒരു കാര്യം ചെയ്തു എന്ന് കാണിച്ചാൽ പിന്നെ ബാക്കിയുള്ള മനുഷ്യന്മാരൊക്കെ ചെയ്യും. ഈ ആദ്യമായിട്ട് ഇത് ചെയ്യാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. 2000 ചിലപ്പോൾ നിങ്ങൾ ഓടിയാലും എത്തുട്ടോ, നമ്മളൊക്കെ ഓടിയാൽ, ഞാൻ ഓടിയെത്തൂല, നിങ്ങൾ കുറച്ച് ആരോഗ്യമുള്ള ആൾക്കാരൊക്കെ ഓടിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് 1 മൈൽ ചെയ്യും. പക്ഷേ ഒരു 150-100 കൊല്ലം മുമ്പാണെങ്കിൽ ലോകത്ത് ഒരു മനുഷ്യന് പോലും പറ്റാത്തൊരു കപ്പാസിറ്റിയാണ്. ഓക്കെ, ഇപ്പോൾ ശാസ്ത്രം മാറ്റിട്ടോ. ഓക്കെ, 10 സെക്കൻഡ് എന്നുള്ള സാധനങ്ങളൊക്കെ വെച്ചു. അതാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞത്. തുടർച്ചയായിട്ട് 10 മണിക്കൂർ പഠിക്കാൻ പറ്റുമോ? സുഖമായിട്ട് പറ്റും. അങ്ങനെ പഠിച്ച ആൾക്കാരുണ്ട്, ഞാൻ എക്സാമ്പിൾ തരാം. അപ്പം നമുക്ക് പറ്റും അല്ലേ? ഇതുവരെ പഠിച്ച ആളുകളില്ലെങ്കിൽ നമുക്ക് പറ്റൂല. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കേസ് എന്താ വെച്ചാൽ, ഈ എക്സാം അത്ര കോമ്പറ്റേറ്റീവ് ആയിരിക്കാം. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം EFRൽ 40 JRFൽ 26 ഓർ സംതിങ്, മോർ ദൻ മെജോറിറ്റി, എക്സാക്ട് നമ്പർ ഞാൻ പറയുന്നില്ല, മെജോറിറ്റി ഓഫ് ദ കേസിലും JRF കിട്ടിയത് ഫസ്റ്റ് ടൈം PG ഫസ്റ്റ് സെമ്മിനാണ്, അല്ലെങ്കിൽ PG ഫസ്റ്റ് ഇയറിലാണ്. PG ഫസ്റ്റ് അവർ ഫസ്റ്റ് ആയിട്ടത്, PG ഫസ്റ്റ് സെക്കൻഡ് ഇയർ, ജസ്റ്റ് PG. മെജോറിറ്റി ഓഫ് ദ ഇഫറേറ്റ്സും PG പഠിച്ചുകൊണ്ടിരിക്കുകയാണ് JRF കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് കിട്ടുമോ? വലിയ കോമ്പറ്റീഷൻ ഉണ്ടോ? ഗുവാഹത്തിയിലെ കുട്ടി എന്താവും, പൂനെയിലെ കുട്ടി എന്താവും എന്നുള്ളതിലൊന്നും എനിക്കൊന്നും പറയാനില്ല. ഓക്കെ, പൂജ, മായ, ഷെവിൽ, ഒരുപാട് എക്സാമ്പിൾസ് വേണമെങ്കിൽ ഞാൻ പറയാം, വെറുതെ പറയുന്നില്ല. ഇപ്രാവശ്യം കിട്ടിയ ഇഫറേറ്റ്സ് ആണ്. ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ പോയാൽ ഇൻ്റർവ്യൂ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് PG ഫസ്റ്റ് ഇയേഴ്സ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, എന്നോട് പലപ്പോഴും ഇഫറേറ്റ്സ് ചോദിക്കും, നമ്മൾ ഒരുപാട് അമ്മമാരുണ്ടാവും, പ്രായമായ ആൾക്കാരുണ്ടാവും, ഓക്കെ, ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഞാൻ മനസ്സിലാക്കുന്നത്, മെജോറിറ്റി അങ്ങനെയല്ല. അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കും, പക്ഷേ PG കഴിഞ്ഞ കുട്ടികളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് 1-2 കൊല്ലമൊക്കെ തുടർച്ചയായിട്ട് ഇതിനു വേണ്ടി പഠിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഞാൻ പഠിച്ച അവരോടാണ് ഞാൻ പഠിക്കുന്നത്. എനിക്കാണെങ്കിൽ ചെറിയ കുട്ടിയുണ്ട്, ആകെ ഒരു ദിവസം 1 മണിക്കൂർ എനിക്ക് പഠിക്കാൻ പറ്റുന്നുള്ളൂ, എനിക്ക് പഠിച്ചാൽ ജയിക്കാൻ പറ്റുമോ? ഓക്കെ എന്ന് ചോദിക്കും. ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്, ജോലി കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ഇത്ര സമയമേ ഉള്ളൂ, പക്ഷേ PGയിൽ ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുണ്ട്, ഞാൻ PG കുറേ കാലം ബ്രേക്ക് എടുത്താണ്, എനിക്ക് പഠിച്ചാൽ ജയിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അവരോടൊക്കെ ഞാൻ പറയാറുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, അമ്മമാരോട് പറയും, എല്ലാ കാലത്തും ഈ എക്സാം എഴുതുന്ന ഒരുപാട് അമ്മമാർ വിജയിക്കാറുണ്ട്, ചെറിയ കുട്ടികളിൽ ഒരുപാട് അമ്മമാർ വിജയിക്കാറുണ്ട്. അവരാണ് നിങ്ങളെ റോജർ ബാനിസ്റ്റർ. ഓക്കെ, അവരാണ് നിങ്ങളെ റോജർ ബാനിസ്റ്റർ. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ കാറ്റഗറി ഏതോ ആയിക്കൊള്ളട്ടെ, അതിൻ്റെ റോജർ ബാനിസ്റ്ററെ ഫോട്ടോ ആണെങ്കിൽ ഞാൻ അയച്ചുതരാം, ഇൻ്റർവ്യൂസ് ആണെങ്കിൽ അയച്ചുതരാം. ഓക്കെ, വാട്ട് എവർ കാറ്റഗറി. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ പലരോടും പറയും, നിങ്ങൾ ഡിസ്റ്റൻ്റ് ആണ് ചെയ്തെങ്കിൽ, നിങ്ങൾക്ക് UG ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ, നിങ്ങൾ PG പഠിച്ച് തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾക്ക് JRF എഴുതിയാൽ കിട്ടുമോ എന്ന് തോന്നണം എന്നുണ്ടെങ്കിൽ, ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങളെ റോജർ ബാനിസ്റ്റർ ഞാനാണ് അല്ലേ? നിങ്ങളെ റോജർ ബാനിസ്റ്റർ ഞാനാണ്. അപ്പം വാട്ട് എവർ കാറ്റഗറി ചെയ്യുക, നിങ്ങൾ ഏത് കാറ്റഗറിയിലാണെങ്കിലും നിങ്ങളെ ആസ്പെക്റ്റിൽ ജയിക്കുന്ന ആളുകൾ. ഇപ്പം ഇപ്രാവശ്യമല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ കേസ് വെക്കാം, 20 ആളുകളാണ് അറബിയിൽ JRF ഉള്ളത്, അതിൽ 7 ആളുകൾക്കാണ് OBCയിൽ JRF ഉള്ളത് ഇന്ത്യയിൽ. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന്, ജൂൺ എക്സാമിന്, ഇന്ത്യയിലെ 7 OBC ഇഫറേറ്റ്സ് ആയിരുന്നു കേട്ടോ. മൊത്തം 20-ൽ 7 ആൾക്കാർക്കാണ് അറബിയിൽ JRF ഉള്ളത്, 7 ആൾ ഇഫറിൽ പഠിച്ച ആൾക്കാരായിരുന്നു. ഓക്കെ, OBC കാറ്റഗറിയിൽ പെടുന്നു. ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ആളുകൾ തന്നെയാണ് ഇപ്രാവശ്യം ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്, കഴിഞ്ഞ പ്രാവശ്യം ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. എക്സാം ടഫാണ്, എക്സാം ഒരിക്കലും ഈസി അല്ല, എക്സാം ഒരിക്കലും ഈസി ആകാൻ പോകുന്നില്ല. എക്സാം എല്ലാ കാലത്തും എക്സാം ടഫ് തന്നെയായിരിക്കും. ഓക്കെ, എക്സാം ടഫ് തന്നെയായിരിക്കും, പക്ഷേ നമുക്ക് വളരാൻ പറ്റും.
നമുക്ക് മറ്റുള്ളവരുടെ നമ്മുടെ കാറ്റഗറിയിലെ റോജർ ബാനിസ്റ്റർമാരെ കാണാൻ പറ്റും. അവരെ പോലെ നമുക്ക് പഠിക്കാൻ പറ്റും, നമുക്ക് വിജയിക്കാൻ പറ്റും, നമുക്ക് ബാക്കിയുള്ള ആളുകൾക്കുള്ള റോജർ ബാനിസ്റ്റർ ആവാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ കാറ്റഗറിയിലുള്ള റോജർ ബാനിസ്റ്റർ ആവാൻ സാധിക്കട്ടെ. ഓക്കെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവരോടും ഒരുപാട് സ്നേഹം, സന്തോഷം, പ്രാർത്ഥനകൾ.